ഞാൻ ഇന്ന് ആത്മവിവശത എന്നുള്ള വിഷയത്തിലേക്ക് പോകാൻ പോവാണ്. കാരണം പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്ന അളവിൽ അതിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമുക്ക് കഴിയണം. സാധാരണഗതിയിൽ ഒരാളെ ഞരങ്ങി സംസാരിക്കുന്നതിനേക്കാൾ ഒരല്പം കൂടെ ഉണർവോടുകൂടെ സംസാരിക്കാൻ കഴിഞ്ഞാൽ ആ സംസാരത്തിൽ മറ്റൊരാളിനെ സ്വാധീനിക്കാൻ കഴിയും. പറയുന്നത് അല്പം കൂടെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. എഴുതുന്നത് ഒത്തിരി അക്ഷരത്തെറ്റും പെശകും വെട്ടിത്തിരുത്തലും കൂടാതെ നല്ല അക്ഷരത്തിൽ എഴുതിയാൽ അത് ഇച്ചിരൂടെ നന്നായി വായിക്കാം. സംസാരിക്കുന്നതിനകത്തെ പോയിന്റ്സ് ക്ലിയർ ആണെങ്കിൽ അത് കുറച്ചുകൂടെ ഗൗരവമായി ആളുകൾ എടുക്കും. ഇതെല്ലാം മാനുഷികമായത്. ഇതിനപ്പുറത്താണ് പരിശുദ്ധാത്മാവ് ആരംഭിക്കുന്നത്. ദൈവാത്മാവ് ഇടപെടുമ്പോൾ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഇതിനകത്തുണ്ടായിരിക്കും. സംസാരിക്കാൻ വാക്ചാതുര്യമുള്ളവരല്ല നമ്മിൽ ആരും തന്നെ. പക്ഷെ കർത്താവ് വാക്ചാതുര്യം തരും. നമുക്കുള്ള കൃപകളെ കർത്താവ് വളർത്തിത്തരും. അതിൻ്റെ പുറത്ത് പരിശുദ്ധാത്മാവ് തന്നെ വ്യക്തികളോട് ഇടപെടാൻ തുടങ്ങും. അതിനുവേണ്ടി ദൈവം ഒരാളിനെ അഭിഷേകം ചെയ്യുന്നതിനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് നമ്മൾ വിളിക്കുന്നത്. ആത്മാവിനാൽ നയിക്കപ്പെടുന്നതിനേക്കാൾ 10 അടി മേളിലാണ് ആത്മാവിൻ്റെ അഭിഷേകം. ഇനി ആത്മാവിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ എങ്ങനെയൊക്കെ ജീവിക്കണം അതിനൊന്നും പറഞ്ഞു തീർക്കാനൊന്നും ഒക്കത്തില്ല. പക്ഷെ തിരുവചനത്തിൽ രേഖയുള്ളതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ദൈവം ഉപയോഗിക്കുന്നതും അതേ കാരണത്താൽ പിശാച് ഏറ്റവും എതിർക്കുന്നതുമായ ചില ആശയങ്ങളാണ് അഭിഷേകത്തിൻ്റെ ഒരു ഭാഗമായ ശ്രേണി, ആത്മവിവശത മുതലായ കാര്യങ്ങൾ. പിശാചിൻ്റെ അടിത്തട്ടുകളെ ഇളക്കി മറിക്കുന്നതാണെന്ന് അവൻ അറിയാവുന്നതുകൊണ്ട് കഴിവുള്ളിടത്തോളം ഇതാരും അറിയാതിരിക്കാനും ഇത് അനുഭവത്തിലേക്ക് പോകാതിരിക്കാനും സാത്താൻ ശ്രമിക്കും. അതിനപ്പുറത്ത് ആർക്കെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതിന് അതിനെ കൊണ്ട് ഒക്കുന്നത് മുഴുവനും ചെയ്യും. എന്നാൽ 1 തിരുവചന അടിസ്ഥാനത്തിലും 2 ചരിത്രത്തിലും 3 അനുഭവത്തിലും നിന്നുകൊണ്ട് ആത്മാവിൻ്റെ വിവശത എന്ത് എന്ന വിഷയം നമ്മൾ പയ്യെ ചിന്തിച്ചു തുടങ്ങുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ആത്മവിവശതയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, ഇപ്പോൾ അത് വായിക്കണമെന്നില്ല, ചില വാക്യങ്ങൾ നമ്മൾ വായിക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ മുമ്പിൽ വീണുവെന്ന്, അവൻ്റെ കാൽക്കൽ വീണുവെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ അവിടെ മരിച്ചവനെ പോലെ വീണു എന്ന പദത്തെയാണ് ആത്മവിവശത എന്ന പദം കൊണ്ട് ഇന്ന് മലയാളത്തിൽ ഉദ്ദേശിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ ഉടനെ ഞാൻ ആത്മവിവശതയിലായി എന്ന ഒരു പദം മലയാള വേദപുസ്തകത്തിലുണ്ട്. ആത്മാവിലായി എന്ന് മാത്രമേ ആ പദമുള്ളൂ. വിവശത എന്നൊരാശയം എഴുതപ്പെട്ട ഭാഷയിലില്ല. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അകത്തോട്ട് ഇറങ്ങിപ്പോവുകയാണ്. എന്നാൽ 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ അവൻ്റെ കാൽക്കൽ വീണു എന്ന് എഴുതിയിരിക്കുന്ന പദം പുതിയ നിയമം എഴുതിയിരിക്കുന്ന ഗ്രീക്കിലാണ്. പിപ്റ്റോ എന്ന വാക്കുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. പിപ്റ്റു ഗ്രീക്ക് വേദപുസ്തകത്തിൽ നിന്ന് ആത്മവിവശതയെ കുറിക്കുന്ന 3 പദങ്ങളുണ്ട്. പിപ്റ്റോ, എസ്റ്റാലിസ് ആൻഡ് ഹബ്സോൺ. 3 പദങ്ങളുണ്ട്. അത് 3 ഓരോന്ന് നമുക്കത് 3 എടുക്കാം. ഇതിൽ 1-ാമത്തെ പദമാണ് പിപ്റ്റോ. പിപ്റ്റോ എന്നത് ഒരു മിലിറ്ററി ടേമ, പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ഒരു ടേമ. പണ്ടുകാലത്തെ പട്ടാളക്കാർ, ഒരു പട്ടാളക്കാരൻ ഒരു കുതിരയുടെ പുറത്ത് ഓടിച്ചു പോകുമ്പോൾ ശത്രുവിൻ്റെ വാളുകൊണ്ട് അവൻ്റെ തലയ്ക്ക് വെട്ടി കഴുത്തിന് മേളിൽ തല തെറിച്ച് താഴെ പോകുമ്പോൾ ഈ ശവം തെറിച്ച് താഴോട്ട് വീഴുന്ന വീഴ്ചയാണ് പിപ്റ്റോ എന്ന് വിളിക്കുന്നത്. ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ചങ്കിനകത്ത് ഒരു അമ്പ് തറച്ചിട്ട് ഇവൻ ചത്ത് തെറിച്ച് വീഴുന്ന ആ വീഴ്ചയാണ് പിപ്റ്റോ എന്നുപയോഗിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ. ഈ പദമാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. തലവെട്ടിക്കളഞ്ഞ ഒരുവൻ വീഴുന്നത് പോലെ തെറിച്ച് ഞാൻ അവൻ്റെ കാൽക്കലേക്ക് വീണു. ഞാൻ അടുത്ത പദത്തിലേക്ക് കയറാൻ പോവാണ്. പഴയ നിയമത്തിലും നമുക്ക് അവിടെ വരെ വേണം തുടങ്ങാൻ. ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് ഇതിൻ്റെ ആരംഭം കുറിച്ച് അങ്ങ് പോവുക. പഴയ നിയമത്തിലും ഇതിൻ്റെ തെളിവുകളുണ്ട്. പഴയ നിയമത്തിലും തെളിവുകളുണ്ട്. 1-2 അല്ല, നമ്മൾ ചില തെളിവുകൾ മാത്രമേ എടുക്കത്തുള്ളൂ. പഴയ നിയമത്തിൽ 3 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ 3 പദങ്ങൾ നമ്മൾ കണ്ടു. പഴയ നിയമത്തിൽ 1-ാമത് ഉപയോഗിച്ചിരിക്കുന്ന ടർഡേമ എന്ന വാക്കാണ്. ടർഡേമ എന്ന വാക്ക് പഴയ നിയമം എബ്രായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. എബ്രായ ഭാഷയിൽ ഇറ്റ്സ് എ നൗൺ ഫോം. അതിന് കോസിങ് ഡീപ് സ്ലീപ്പ് ബൈ എ സൂപ്പർ നാച്ചുറൽ ഏജൻസി ഫോർ എ സൂപ്പർ നാച്ചുറൽ കോസ്. ആ വാക്കിൻ്റെ അർത്ഥമാണ്. ഒന്നുകൂടെ പറയാം. കോസിങ് ഡീപ് സ്ലീപ്പ്
ബൈ എ സൂപ്പർ നാച്ചുറൽ ഏജൻസി ഫോർ എ സൂപ്പർ നാച്ചുറൽ കോസ്. മാനുഷികമല്ലാത്ത, ആത്മീയമായ എന്നെൻ്റെ വാക്കിൽ മാനുഷികമല്ലാത്ത ഒരു ശക്തിയാൽ, മാനുഷികമല്ലാത്ത ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഒരുവനെ ഉറക്കുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ദൈവാത്മാവിൽ ഇത് നടക്കാം, ഹിപ്നോട്ടിക്കൽ സ്ലീപ്പിൽ ഇത് നടക്കാം, അത് മാനുഷികമല്ല. ദെൻ പിശാചിനാൽ ഇത് നടക്കാം. പിശാചിനെക്കുറിച്ച് ചെയ്ത സംഭവങ്ങൾ വേദപുസ്തകത്തിലുണ്ട്, ദൈവം ചെയ്ത സംഭവങ്ങളും വേദപുസ്തകത്തിലുണ്ട്. പക്ഷെ പിശാചിന് മുൻതൂക്കം കൊടുക്കുന്നവർ കാണുന്നതെല്ലാം പിശാചാന്ന് പറയും. ഞാൻ സാധാരണ പറയാറുണ്ട്, പട്ടിയെ കണ്ടാൽ അറിയാമോ എന്ന് ചോദിച്ചു. ഒരു മൃഗത്തെയും കണ്ടിട്ടില്ലാത്ത ഒരുത്തനോട് പട്ടിയെ കണ്ടാൽ അറിയാമോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയാം, 4 കാലും വാലുമുള്ള ഒരു ജീവിയാണ് പട്ടി. നാളെ ഒരു പശു പോകുന്നത് കണ്ടുകൊണ്ട് ആണ്ട പോകുന്നു പട്ടി എന്ന് ഇവൻ പറഞ്ഞാൽ ഇവൻ എല്ലാം കൂടെ ജീവിതത്തിൽ കണ്ട ഒറ്റ ജീവി ഇതാണ്. ഇവന് വിവരക്കേടാ. അതുകൊണ്ടാണ് ദുരാത്മാവിൽ ആളുകൾ വീഴും, ദുരാത്മാവിൽ ടർഡേമ ഉണ്ടാകും. ടർഡേമ എന്ന വാക്കിൻ്റെ അർത്ഥം കോസിങ് ഡീപ് സ്ലീപ്പ് ബൈ എ സൂപ്പർ നാച്ചുറൽ ഏജൻസി ഫോർ എ സൂപ്പർ നാച്ചുറൽ പർപ്പസ്. അമാനുഷികമായൊരു ശക്തി, അമാനുഷികമായൊരു ലക്ഷ്യത്തിനു വേണ്ടി ഒരുവനെ ഉറക്കുക, ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം. പക്ഷേ ദൈവവും ഇത് ചെയ്യാറുണ്ട്. അത് ദൈവത്തെ പരിചയമുള്ളവർക്കും ആ അനുഭവം വരെ വളർന്നവർക്കും മാത്രമേ അറിയത്തുള്ളൂ. രണ്ടാമത്തെ പദം റാഡമ. റാഡം എന്നതൊരു വെർബൽ ഫോമാണ്. ടർഡമ നൗണാണ്, ഒരേ അർത്ഥമാണ്, രണ്ടിന് ഒറ്റ അർത്ഥമാണ്. രണ്ടാമത്തേത് റാഡം എന്ന വാക്കാണ്, സൂപ്പർ നാച്ചുറൽ പർപ്പസിന് വേണ്ടി ഉറങ്ങുക എന്ന ക്രിയാപദമാണ്. മൂന്നാമത്തേത് നാഫൽ എന്ന പദമാണ്, ടു കോസ് ടു ഫോൾ, വീഴുമാറാക്കുക. ആ വാക്കിൻ്റെ അർത്ഥം വീഴിപ്പിക്കുക, വീഴുമാറാക്കുക. ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഞാൻ അങ്ങും ഇനിയും ചില അർത്ഥം എടുക്കുന്നില്ല. ഈ ഓരോ വാക്കിനും 10-15 അർത്ഥങ്ങളൊക്കെ ഉള്ളതാണ്. ഞാൻ ഓരോ അർത്ഥങ്ങൾ തൽക്കാലത്തേക്ക് കഴിഞ്ഞിട്ട് എടുത്തതേ ഉള്ളൂ. ഈ 3 പദങ്ങളാണ് പഴയ നിയമത്തിൽ പ്രധാനമായും ഇതിനുപയോഗിക്കുന്നത്. ആദ്യമായി ബൈബിളിൽ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, റാഡം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യമാണ്. ഇവിടെ ഞാൻ നിർത്തി വായിക്കുന്നില്ല സമയം പോകാതിരിക്കാൻ വേണ്ടി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. ആൻഡ് ദ ലോർഡ് ഗോഡ് കോസ്ഡ് എ ഡീപ് സ്ലീപ്പ് to fall upon Adam. ദൈവം ആദാമിന് ഒരു ഗാഠനിദ്ര വരുത്തി. എഴുതിയെടുക്കേണ്ടവർ എഴുതിയെടുത്തോണേ. ദൈവം ആദാമിന് ഒരു ഗാഠനിദ്ര വരുത്തി. എന്തിനു വേണ്ടിയായിരുന്നു? താൻ അറിയാതെ, ശരീരത്തിന് വേദനയില്ലാതെ ഒരു സർജറി നടത്തി ആ വാരിയല്ലുകളിൽ ഒന്നെടുത്ത് ഹവ്വയെ സൃഷ്ടിക്കേണ്ടതിന് മാനവ ചരിത്രത്തിൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയതിലെ 1ാമത്തെ ആത്മവിവശത ആദമിന് ദൈവം വരുത്തി. ഒന്നുകൂടെ പറയാം. ആത്മവിവശത എന്ന പദം വേദപുസ്തകത്തിൽ ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്ന ടർഡേമ എന്ന വാക്ക് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ്. ആണും പെണ്ണും ഒരേ ശരീരത്തിലായി സൃഷ്ടിച്ച ദൈവം ആദാമെന്ന പുരുഷനിൽ നിന്ന് ഔവ എന്ന സ്ത്രീയെ വേർപെടുത്തേണ്ടതിനായി ആദമിനിൽ നിന്ന് ഒരു സർജറി നടത്തി ഒരു റിബ് വെളിയിലെടുക്കേണ്ടതിനായി അദ്ദേഹത്തെ ഒരു ഉറക്കിക്കിടത്തി ടർഡേമ ആത്മവിവശതയിലേക്കാക്കി. പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിക്കുന്ന അനേക ശുശ്രൂഷകൾ നമ്മൾ നമ്മുടെ ലെവലിൽ നിന്ന് ചിന്തിക്കരുത്. നമ്മൾ നമ്മുടെ ലെവലിലേക്ക് ഇറങ്ങരുത്. ദൈവം ഉപയോഗിക്കുന്നവരും ആത്മാവിനാൽ ഉപയോഗിക്കപ്പെടുന്നവരും. ആത്മവിവശതയെ പൊതുവെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ ഓപ്പറേഷൻ ടേബിൾ എന്ന. ദൈവത്തിനൊരാളിനൊരു സർജറി നടത്തണമെങ്കിൽ അതിനു മുമ്പേ അനസ്തേഷ്യ കൊടുത്തിടുന്ന ദൈവത്തിൻ്റെ ഓപ്പറേഷൻ ടേബിൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതിനകത്ത് ആത്മവിവശതയിൽ വീഴാൻ ദൈവം കൃപ തന്നവരെ നിങ്ങൾ വീഴുമ്പോൾ വലിയ പ്രതീക്ഷയോടെ വേണം. സർജറി നടക്കണം. എല്ലാവർക്കും സർജറി നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. നടന്നത് അനുഭവിക്കാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. കർത്താവ് ഇന്നിവിടെ നിർത്താനുള്ള കാരണം, എത്രയോ എതിർപ്പുകൾ ഇതുവഴിയൊക്കെ വന്നെങ്കിലും ദൈവം ഇവിടം വരെ കൊണ്ട് നിർത്താനുള്ള കാരണം അനേക അനുഭവങ്ങളിലൂടെ ദൈവം വിട്ടതാണ്. ഇവിടെ സർജറി എന്ന പദം കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ടർഡേമ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ മാറ്റും, വിശുദ്ധിയുടെ പടിയിലേക്ക് ഉയർത്തേണ്ടതിനാകാം, മനസ്സിൻ്റെ ഭാരങ്ങളെ എടുത്തു മാറ്റും, പുതിയൊരു ഹൃദയം തരും, കല്ലായുള്ള ഹൃദയം എടുത്തുമാറ്റി മാംസളമായുള്ളൊരു ഹൃദയം തരും, സ്വഭാവത്തിന് വ്യത്യാസം വരുത്തും. എന്നും വഴക്കടിക്കുന്നവരെ പിന്നെ കിട്ടിയ വഴക്കടിക്കാൻ അവർ പോകത്തില്ല. കാരണം അവരിൽ ചില ആത്മീക പരിവർത്തനങ്ങൾ നടത്തത്തക്കവണ്ണം ഇത് അവർക്ക് പ്രയോജനപ്പെടുന്നു. ഞാനീ പറയുന്ന തമാശ പറയുകയല്ല, നീണ്ട വർഷങ്ങൾ ബാംഗ്ലൂർ ചർച്ചിൽ ഇത് കണ്ടേച്ച് പറയുക. ആയുസിൽ കള്ളു കുടിച്ചിട്ടില്ലാത്ത ഒരുത്തൻ കള്ളു കുടിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് കേട്ടു പറയുന്നതിനേക്കാൾ കള്ളു കുടിച്ചവനെ കണ്ടേച്ച് പറ. അത് കണ്ടിട്ടില്ലാത്തവനെ വിടെ.
അനുഭവം ഇല്ലാത്തവരോട് ഒരിക്കലും അനുഭവ സാക്ഷ്യം ചോദിക്കരുത്. അനുഭവം ഉള്ളവരോട് ചോദിക്കും. ബെഥയിൽ നാളുകളായി പ്രാക്ടീസ് ചെയ്യുകയും ആയിരങ്ങൾ ആത്മവിശ്വതയിൽ വീഴുന്നത് കൃപയാൽ കാണുകയും, കള്ളനെ കൊണ്ട് നല്ലവനുമുണ്ട്, എല്ലാം ഉണ്ട്. ഇതിനകത്ത് വ്യത്യാസങ്ങൾ നടക്കുന്നത് കാണുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തൊടുകയാണ്. ഈ പറയപ്പെടുന്ന സർജറിയിൽ മാനസികമായി ഇത് നടക്കാം. ആളുകൾക്ക് ദൈവം ഗൗരവമായ വ്യത്യാസം കൊടുത്തത് ഞാൻ കണ്ടിട്ടുണ്ട്, സ്വഭാവം മാറുന്നത് കണ്ടിട്ടുണ്ട്. അക്ഷരീയം, ഇന്ന് പകൽ പേരെടുത്ത് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാര്യം ഇപ്പോഴാൾ എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ. എൻ്റെ കൂടെ വന്ന ഒരു വ്യക്തി പുറത്ത് വല്ലാത്തൊരു പ്രയാസവുമായി ഒരിക്കൽ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നു. പ്രാർത്ഥനയ്ക്ക് അനുഭവം വ്യക്തിയെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ന്യൂയോർക്ക് പട്ടണത്തിൽ എബനേസർ അസംബ്ലിയിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നിരിക്കുമ്പോൾ ഈ വ്യക്തിക്ക് പുറത്ത്, ആ വ്യക്തി എബനേസർ ചർച്ചിൻ്റെ അംഗമല്ല, പുറത്ത് മുതുകിന് ഏതോ ഗൗരവമായൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ആത്മവിശ്വത നടന്നു. അപ്രതീക്ഷിതമായി താനും താഴെ വീണു. പിറ്റേ ദിവസം എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, എൻ്റെ ആ വേദന മാറി, 100% സൗഖ്യമായി. സർജറിക്ക് പോസ്റ്റ് ചെയ്തിരുന്നതാണ്, ഇപ്പോൾ എനിക്ക് ഒരു സർജറിയും ഇല്ലാതെ കർത്താവ് സൗഖ്യമാക്കി. നമ്മുടെ ചർച്ച വന്നിട്ടുണ്ട് ഇയാൾ. ഫോൺ നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അടുത്ത ദിവസം ഒരു മീറ്റിങ്ങിന് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ കുളിക്കുമ്പോൾ അവരുടെ ബാത്റൂംസിനകത്ത് ഒത്തിരി മിററുണ്ട്. ഞാൻ കുളിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ പിൻഭാഗത്ത് ഒരു സർജറി നടന്ന മാർക്ക് കണ്ടു. ഒരാളിനെ കൂടെ ഒന്ന് വിളിച്ച് സാക്ഷീകരിക്കണമല്ലോ, അതുകൊണ്ട് തൻ്റെ മൂത്ത മകളെ വിളിച്ചു. ഈ പറയുന്നയാളൊരു നേഴ്സാണ്, സ്റ്റാഫ് നേഴ്സാണ്. തൻ്റെ മകളെ വിളിച്ചു. ആ പാട് ഉറപ്പുവരുത്തിയ ശേഷമാണ് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു. അക്ഷരീകമായി പാട് കാണുന്നത് പോലെ വരെ സർജറി നടന്ന് എനിക്കറിയാം. ഇതിനേക്കാളൊക്കെ അപ്പുറത്തുണ്ട്. ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, പിശാചിന് ഇഷ്ടപ്പെടത്തില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് സത്യം സത്യമല്ലെന്ന് പറയാൻ ഒക്കത്തില്ലല്ലോ. ഇറ്റ് ഈസ് കോസിങ് സൂപ്പർ നാച്ചുറൽ സ്ലീപ്പ് ഫോർ എ സൂപ്പർ നാച്ചുറൽ പർപ്പസ്. ആദാമിനെ വേദനയില്ലാതെ അസ്ഥികളിലൊന്ന് പുറത്തെടുക്കേണ്ടതിന് മാനവചരിത്രത്തിൽ ആദ്യമായി ദൈവം ആദാമിന് ആത്മവിവശത വരുത്തി. ഇന്ന് ഞാൻ ആത്മവിശ്വതയിൽ വിശ്വസിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഇത് കിട്ടുകയാണെങ്കിൽ, കർത്താവേ ഇതുകൊണ്ട് എനിക്കൊരനുഭവം ഇങ്ങനെയൊക്കെ തരണേ എന്ന് പ്രാർത്ഥിര്. നാം അറിയാത്തത് കൊണ്ട് പ്രാപിക്കാതെ പോകും, നമുക്ക് ഇല്ലാത്തത് കൊണ്ട് കിട്ടാതെ പോകും. നമുക്ക് അറിയണം, അറിഞ്ഞ് പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ എഡ്യൂക്കേറ്റ് ചെയ്യട്ടെ. കോസിങ് ഡീപ് സ്ലീപ്പ് ഫോർ എ സൂപ്പർ നാച്ചുറൽ പർപ്പസ് ബൈ എ സൂപ്പർ നാച്ചുറൽ ഏജൻസി. ഒന്നാമത്തെ അർത്ഥമാണ് ടർഡേമ. ഞാനത് എബ്രായ ഭാഷയിൽ എഴുതിയിട്ടിട്ടുണ്ട്. എനിക്ക് എബ്രായ വായിക്കാൻ അറിയത്തില്ല, ഗ്രീക്ക് വായിക്കാൻ അറിയത്തില്ല. അറിയാവുന്നവർ എഴുതിയ ഡിക്ഷണറി ഉണ്ടല്ലോ, അവിടുന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ട് ഇട്ട് കാണിക്കാൻ എനിക്കറിയാം. അത്രയും മാത്രം എനിക്കറിയാം. അത് അവിടുന്ന് എടുത്തതാണ്. അടുത്തതായിട്ട് ഉൽപ്പത്തി പുസ്തകം 15:12 അബ്രഹാമിനെ ദൈവം ഒരു ഡീപ്പ് സ്ലീപ്പിലാക്കി. ഈ ഫെൽ അപ്പോൺ, അവിടെയും ടർഡേമ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് വായിച്ചേക്കാമോ? 15:12, ഉൽപ്പത്തി 15:12. നമ്മൾ 1-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചില്ല, കാര്യം അത്ര വിശദീകരണത്തിന്റെ ആവശ്യമുള്ളൂ. ഇത് അതിനേക്കാളൊക്കെ ഡീപ്പാ, അതുകൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകം 15:12. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസും അവന്റെ മേൽ വീണു. അപ്പോൾ അബ്രഹാമിനൊരു ഗാഠനിദ്ര വന്നു. എൻ്റെ പുറകോട്ടുള്ള ചരിത്രമാണ്, ചരിത്രത്തിലോട്ട് നമ്മൾ കയറുന്നില്ല. ഏതാ ഈ സാഹചര്യം എന്ന് ഓർമ്മയുണ്ടോ? ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം തരും, നിന്റെ സന്തതിക്ക് ഇത് ശാശ്വത അവകാശമായി കൊടുക്കും. കാലത്തിൻ്റെ പോക്കിൽ അബ്രഹാമിന് പ്രാപിക്കുവാൻ കഴിയാതെ വന്നതിനാൽ അബ്രഹാമിൻ്റെ വിശ്വാസം തന്നെ പൊളിഞ്ഞു. ഒടുവിൽ അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, ഞാൻ എന്തൊന്നിനാൽ ഇത് അറിയും? ഈ പദം ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ഞാൻ എന്തൊന്നിനാൽ ഇത് അറിയും? ഇതുവരെ അബ്രഹാം അറിയാൻ എവിഡൻസ് ചോദിച്ചില്ല. ദൈവം പറഞ്ഞത് വിശ്വസിച്ചു. വിശ്വാസത്തിൻ്റെ നെല്ലിപ്പലക കഴിഞ്ഞു. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാം വിശ്വാസത്തിൻ്റെ അപ്പുറത്തോട്ട് ഇറങ്ങിയേച്ച് എനിക്ക് എവിഡൻസ് വേണം, ഞാൻ എന്തൊന്നിനാൽ അറിയും എന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ എവിഡൻസ് തരാം. നീ 3 വയസ്സ് പ്രായമുള്ള പശുക്കിടാവിനെയും ആട്ടുംകുട്ടിയും എല്ലാം കൊണ്ടുവന്ന് അവയെ ഖണ്ഡമായി പിളർന്ന് നേർക്ക് നേരെ വെക്ക്. അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നോട് സത്യം ചെയ്യാമെന്ന ആശയത്തിലാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. അർമേനിയൻ കവനൻ്റ് നമ്മുടെ ചർച്ച ഞാൻ പല പ്രാവശ്യം തൊട്ടിട്ടുണ്ട്. അർമേനിയൻ കവനൻ്റ് എന്നറിയപ്പെടുന്ന ഒരു സമ്പ്രദായം അന്നുണ്ട്. ഇന്ന് ഞാനൊരു വസ്തു ഒരാൾക്ക് വിൽക്കുകയാണെങ്കിൽ
എൻ്റെ വസ്തു തന്നിരിക്കുന്നു, നിൻ്റെ കാശ് ഞാൻ തന്നേക്കാൻ പറഞ്ഞാൽ ആരും തരത്തില്ല. ഞാൻ എന്തോന്നിനാലും അറിയും, ഭാവിയിലും ഇത് അറിയത്തക്കവണ്ണം ഇതെനിക്ക് തീറവസാനം എഴുതി തരണം. അതിനുവേണ്ടി ആവശ്യമുള്ള മുദ്രപത്രം വാങ്ങിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഒപ്പുവെച്ച് രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്തു ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞു. ഇതുപോലെ അക്കാലങ്ങളിൽ ഒരു പ്രമാണം ഫൈനലൈസ് ചെയ്യുന്ന സമ്പ്രദായത്തെയാണ് അർമേനിയൻ സമ്പ്രദായത്തിലുള്ള ഉടമ്പടി എന്ന് പറയുന്നത്, അർമേനിയൻ കവനന്റ്. അർമേനിയൻ കവനന്റിൽ ഒറ്റ സംഖ്യയിൽ അവസാനിക്കുന്ന പക്ഷികളെയും മൃഗങ്ങളെയും കൊണ്ടുവന്ന് നേർക്ക് നേരെ പിളർന്ന് ഒരു ഖണ്ണത്തെ ഇടത്തുവശത്തും വേറൊരു ഖണ്ണത്തെ വലത്തുവശത്തും വെക്കും. അബ്രഹാം ചെയ്തതൊരു യാഗമല്ല. കാര്യം യാഗപീഠം പണിതിട്ടില്ല എന്ന് വ്യക്തമായി അറിഞ്ഞാലും അവിടെ യാഗപീഠം പണിതിട്ടില്ല. ഉൽപ്പത്തി 15 മനസ്സിരുത്തി വായിക്കുന്നവർക്ക് മനസ്സിലാകും. അബ്രഹാം അർമേനിയൻ കവനന്റിന് റെഡിയായി. എന്നിട്ട് അബ്രഹാം കാത്തിരിക്കുകയാണ്. യഹോവയായ ദൈവം ഇറങ്ങി വന്ന് ഖണ്ണങ്ങളുടെ നടുവിലൂടെ നടക്കണം, അതിൻ്റെ പുറകെ അബ്രഹാമിന് നടക്കണം. രണ്ടുപേരും കൂടെ നടന്ന് ഈ പ്രമാണം ഉറപ്പുവരുത്താൻ എവിഡൻസിന് കാത്തിരിക്കുക. ഇരുന്ന കൂട്ടത്തിൽ അബ്രഹാമിനൊരു പറ്റുപറ്റി. സൂര്യൻ അസ്തമിക്കുന്നതോടെ തൻ്റെ മേൽ ഒരു ഗാഠനിദ്ര വീണ് അദ്ദേഹം ഉറങ്ങിപ്പോയി. പക്ഷെ ഉറങ്ങുമ്പോൾ കാണുന്നത് എന്നാണെന്നറിയാമോ? പുകയുന്ന ഒരു തീക്കുണ്ടം, ജ്വലിക്കുന്ന ഒരു പന്തം, ഇത് രണ്ടും കൂടെ ഈ കണ്ണങ്ങളുടെ നടുവേ നടക്കുന്നു. അബ്രഹാമിൻ്റെ മേൽ, അവിടെ ടർഡമേ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, യഹോവയായ ദൈവം ഒരു ഉടമ്പടിയിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകേണ്ടതിന് ആത്മവിശതയിൽ തറയിലോട്ടിട്ടു. ഇന്ന് പകൽ വീഴാൻ പോകുന്ന ചിലര്, ഈ രാത്രി വീഴാൻ പോകുന്നത് ഇനിച്ചിലൂടെ സീരിയസ് ആകും. നമ്മൾ കാര്യം ഗ്രഹിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അടപ്പങ്ങ് മാറും, ഒത്തിരി പിശാചുക്കളും കൂടെ പുറകോട്ട് മാറും. ഗ്രഹിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അടപ്പ് മാറും, ഒത്തിരി പിശാചുക്കളും കൂടെ പുറകോട്ട് മാറും. നമ്മളിതിൻ്റെ അടുത്ത വഴിയിലോട്ട് കയറും. ഓർത്തോണം, ദൈവം ചില ഉടമ്പടി ചെയ്യാൻ ഇത് ചെയ്യാറുണ്ട്. ഈ സമയത്ത് അബ്രഹാമിനൊരു ദർശനം കിട്ടുക. അബ്രഹാം ഉറങ്ങിക്കിടക്കുകയാണ്, താനൊരു കാഴ്ച കാണുക. ഞാൻ ഈ ചർച്ചയിൽ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. തേണ്ട പുകയുന്ന ഒരു തീക്കുണ്ടം മുമ്പിൽ നിൽക്കുന്നു, അത് പിതാവായ ദൈവമാണ്. ജ്വലിക്കുന്ന ഒരു പന്തം പുറകെ നിൽക്കുന്നു, ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമെന്ന് പറഞ്ഞ യേശുവാ. ഇവർ രണ്ടുപേരും കൂടെ തേണ്ട ഈ കഷണങ്ങളുടെ നടുവിലൂടെ നടക്കുകയാണ്. ഇതിന്റെ നടുവിലൂടെ നടന്നുകൊണ്ട് മുൻപേ പോകുന്ന യഹോവ പറയുകയാണ്, ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു. ആരാ സത്യത്തിൽ പുറകെ പോകേണ്ടത്? അബ്രഹാമാ. കാര്യം അവർ രണ്ടുപേരും കൂടാണ് ഉടമ്പടി. പക്ഷെ അബ്രഹാമിനെ ഉറക്കിയിട്ടേച്ച്, അല്ലെങ്കിൽ ആത്മവിശതയിൽ ഇട്ടേച്ച്, പകരം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ കൂടെ നടത്തുക. കാര്യം എന്നാണെന്നറിയാമോ? ഈ ഉടമ്പടിയുടെ അർത്ഥം ഇതാണ്: നമ്മിൽ ആരെങ്കിലും ഒരാൾ ഈ ഉടമ്പടി ലംഘിച്ചാൽ, ഈ മൃഗങ്ങളെയും പക്ഷികളെയും കീറിയതുപോലെ എന്നെ കീറിയേക്കാൻ തെറ്റുവരുത്തിയ ആളിനെ അവരെന്നെ കീറാം. ഇതാണ് ഈ ഉടമ്പടി കാണിക്കുന്നത്. ദൈവത്തിന് അബ്രഹാമിനോട് പറയേണ്ട, മോനെ അബ്രഹാമേ, നിന്റെ ആ കൊച്ചു മാനുഷിക സ്വഭാവത്തിൽ എന്നോട് വാതുകെട്ട നീ ആരാ? നീ തോറ്റിരിക്കും. പിന്നെ നീ അവിടെ കിടന്ന് ഉറങ്ങ്, ഞാൻ നിന്നെ ഒരു ആത്മവിശ്വതയിലോട്ടിടാം. ഞാൻ പറഞ്ഞത് നിർവഹിക്കേണ്ടതിന് എൻ്റെ പുത്രൻ പുറകെ നടക്കട്ടെ. എൻ്റെ കയ്യിൽ നിന്ന് തെറ്റു വന്നാലും നിൻ്റെ കയ്യിൽ നിന്ന് തെറ്റു വന്നാലും മരിക്കുന്നത് എൻ്റെ പുത്രനാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടെ നടക്കാം. പുകയുന്ന ഒരു തീക്കുണ്ടം, പുറകിൽ ജ്വലിക്കുന്ന ഒരു പന്തം, രണ്ടും കൂടെ ഈ കണ്ണങ്ങളുടെ നടുവേ നടക്കുന്ന ആ ദൈവിക വെളിപ്പാടെന്നുള്ള പദം മറക്കരുത്. ഉന്നതത്തിൻ്റെ വെളിപ്പാടും ദൈവിക വാഗ്ദത്തവും ഏറ്റെടുക്കുവാൻ അബ്രഹാമിനെ ദൈവം ആത്മവിശ്വതയിൽ കിടത്തി. ഇന്ന് ചിലരൂടെ വീണെങ്കിൽ നിങ്ങൾ ദൈവത്തെങ്കിൽ നിന്ന് പ്രതീക്ഷിക്കൂ, ചില വലിയതുമായി എഴുന്നേൽക്കുവാൻ സാധിക്കട്ടെ. രണ്ടാമത്തെ അനുഭവം വേദപുസ്തകത്തിൽ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപാടങ്ങ് കിടക്കുക ബൈബിളിൽ, ഒരുപാട്. ഞാൻ അവിടുന്ന് ഇവിടുന്ന് കുറച്ചെടുക്കുക, എങ്ങനെയാണ് എളുപ്പം നിർത്തണം. അതുകൊണ്ട് 3, ദാവീദിനെ സംരക്ഷിക്കുവാനും ദാവീദിന് പ്രൂവ് ചെയ്യാൻ അവസരം കൊടുക്കുവാനും അഭക്തന്മാരുടെ മേൽ ദൈവം ആത്മവിശ്വത അയച്ചു. ആദം ദൈവത്തിൻ്റെ മകനായിരുന്നു, പ്രശ്നമില്ല. അബ്രഹാം ദൈവത്തിൻ്റെ സ്വന്തമാ, പ്രശ്നമില്ല. തൻ്റെ 1 ശമൂവേലിൻ്റെ പുസ്തകം 26:12 ദയവായി വായിക്കാമോ? 1 ശമൂവേലിൻ്റെ പുസ്തകം 26:12. ഇങ്ങനെ ദാവീദ് കുന്തവും ജലപാത്രവും ശൗലിന്റെ തലക്കിൽ നിന്ന് എടുത്ത് അവർ പോവുകയും ചെയ്തു. ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല, ആരും ഉണർന്നതുമില്ല. അവർ എല്ലാവരും ഉറങ്ങുകയായിരുന്നു. യഹോവയാൽ ഗാഠനിദ്ര അവരുടെ മേൽ വീണിരുന്നു. മതി. ആ ഗാഠനിദ്ര എന്നുള്ള വാക്ക്, യഹോവയാൽ ഗാഠനിദ്ര, ടർഡേമാ, യഹോവയാൽ ഒരു ഗാഠനിദ്ര, കോസിംഗ് ഡീപ് സ്ലീപ്പ് ബൈ എ സൂപ്പർ നാച്ചുറൽ ഏജൻസി ഫോർ എ സൂപ്പർ നാച്ചുറൽ പർപ്പസ്. ആരുടെ മേലാണ് വീണത്? ശൗലിന്റെ കംപ്ലീറ്റ് സൈന്യത്തിന്റെ മേൽ.
ശൗല് ദാവീദിനെ കൊല്ലാനിട്ട് ഓടിക്കുക. ആ കൂട്ടത്തിൽ ഒരു ഗുഹയിൽ കയറി കിടന്നു. ദാവീദിന്റെ ആളുകൾ നോക്കുമ്പോൾ ഇവന്മാർ മൊത്തം ഉറക്കമാണ്, അനക്കമില്ല. ശൗലിനെ ഒറ്റ കുത്തിയാൽ കുന്തത്തെ തീരുന്നതേ ഉള്ളൂ. ദാവീദിന്റെ പടയാളികൾ വന്ന് ചോദിച്ചു, യജമാനനെ ഒറ്റ കുത്ത്, രണ്ടാമതൊരു കുത്തിന്റെ ആവശ്യമില്ല, എന്താണ്ട് മലന്ന് കിടന്ന് ഉറങ്ങുക, നല്ല ക്ലീൻ ടാർഗറ്റാണ്, ഒന്ന് കുത്തിയേക്കട്ടെ. ദാവീദ് പറഞ്ഞു, കുത്തരുത്, പകരം നീ പോയി അവന്റെ ജലപാത്രവും വാളും കൂടി എടുത്തോണ്ട് പോരെ. നീ ഇവിടെ കിടന്നിട്ടും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടും ഞാൻ നിനക്കൊരു ദോഷവും വരുത്തിയില്ല എന്ന് എന്നെ തെളിയിക്കാൻ. 2, നീ എന്നെ വേട്ടയാടുന്നത് വിട്ടേച്ച് തിരിച്ചു പോകാൻ ദൈവം എനിക്ക് വേണ്ടി നിന്നെ ഉറക്കിയതാ. ചിലപ്പോൾ ശത്രുവിനെ ഉറക്കുന്ന ദൈവത്തിന് സ്തോത്രം. ചിലതിൻ്റെ കണ്ണടയ്ക്കുന്ന ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ്റെ കണ്ണടച്ച കർത്താവ് എനിക്ക് കാര്യം തന്നത്, അടപ്പിച്ച് പലതിൻ്റെ കണ്ണടപ്പിച്ച് കർത്താവ് കാര്യം സാധിപ്പിക്കും. തീർന്നില്ല കുഞ്ഞുങ്ങളെ, നമ്മൾ ഇന്ത്യക്ക് വേണ്ടി താല്പര്യപ്പെടുകയാണോ? ചിലതിനെ ഉറക്കിയിട്ടേച്ച് എന്നെ സംരക്ഷിക്കാൻ കർത്താവിന് കഴിയും. ചിലതിനെ ഉറക്കിയേച്ച് ചെയ്യാൻ കർത്താവിന്. നമ്മൾ ഇതിൻ്റെ ഓരോ വാഗ്ദത്തങ്ങളും പിടിച്ചെടുത്തോണം. 3ാമത്തെ ഇൻസിഡന്റ്, ഞാൻ ഇന്നെടുക്കുന്ന 3ാമത്തെ ആശയം, ദൈവത്തിന് തന്നെത്താൻ ദൈവം മുമ്പിൽ തെളിയിക്കേണ്ടതിനും തൻ്റെ ജീവരക്ഷയ്ക്കും വേണ്ടി ദാവീദിനെ സഹായിക്കേണ്ടതിന് ശൗലിൻ്റെ പട്ടാളത്തിന് ഇന്നത്തെ ആശയത്തിൽ അഭിഷേകം കളഞ്ഞ ആ നശിച്ചവനെ, ആ ശപിക്കപ്പെട്ടവനെ പോലും ഉറക്കുവാൻ കഴിയും. ഇതൊക്കെ അതിഗൗരവമാണ്. ഒരു ദൈവദാസൻ, ഞാൻ അത്രയും മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ഭാരതത്തിൽ ഒരു സ്റ്റേജിൽ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ കൊന്നുകളയാൻ വട്ടത്തിൽ ആളുകളെടുത്തു. എനിക്ക് പേഴ്സണലി അറിയാവുന്നയാളാണ്. ആളുകളെടുത്തു. എൻ്റെ കുടുംബാംഗങ്ങൾ അന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. കൊന്നുപോയി എന്ന് തീരുമാനിച്ച സാഹചര്യത്തിൽ ഈ ദൈവഭൃത്യൻ ചെയ്തത്, ഇന്നലെ റൈസൻ തോമസ് പാസ്റ്റർ ഇവിടെ തൻ്റെ കോട്ടൂരിയപ്പോൾ ഞാൻ പെട്ടെന്ന് അത് ഓർത്തു. അദ്ദേഹം തൻ്റെ കോട്ടൂരി ജനത്തിൻ്റെ നടുവിലേക്ക് ഒരു ഏറെറിഞ്ഞു. തൻ്റെ കോട്ട് പോയ അത്രയും സ്ഥലത്ത് നിന്നവർ, കൊല്ലാൻ വന്നവരാ, പളക്കുന്നത് താഴെ കിടന്നു. താൻ അത്രയും ദൂരം നടന്നു. എത്ര പോവും? 5 അടി, അതിൽ കൂടുതൽ പോകത്തില്ല. പക്ഷേ ആ 5 അടി നടന്നപ്പോഴത്തേക്ക് ആളുകൾ ആകെ കൺഫ്യൂസ്ഡായി. രണ്ടാമത് അദ്ദേഹം ടൈ അഴിച്ചു, ഒന്ന് കറക്കി ദാവീദ് എറിഞ്ഞ പോലെ ഒരു ഏറെറിഞ്ഞു. മേ ബി അടുത്ത 3 അടി പോയി കാണും. അത്രയും ആളുകൾ താഴെ. കോട്ടും ടൈയും ഇല്ലാത്ത ആളിനെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. അട്ടർ കൺഫ്യൂഷൻ. അതിൻ്റെ നടുവിൽ നിന്ന് മനുഷ്യൻ ഇറങ്ങി കാൽനടയായി നടന്ന് അടുത്ത ബസ് സ്റ്റാൻഡിൽ പോയി പോക്കറ്റിൽ കിടന്ന കാശ് കൊണ്ട് ബസ് പിടിച്ച് ഈ ബാംഗ്ലൂരിൽ വന്ന്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒത്തിരി വർഷങ്ങളായതല്ല, കഴിഞ്ഞ 25 വർഷത്തിനകം സംഭവിച്ച ചരിത്രങ്ങളാ. ഓക്കെ, ദൈവത്തിന് ഇന്നും ചെയ്യാനുണ്ട്. കോസിംഗ് സൂപ്പർ നാച്ചുറൽ സ്ലീപ്പ് ഫോർ എ സൂപ്പർ നാച്ചുറൽ പർപ്പസ് അണ്ടർ ടർഡേമ. ദൈവം ശമൂവേലിന്റെ പുസ്തകത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. 4, ഡിസ്ട്രോയിങ് ദ അൺഗോഡ്ലി. അനാത്മീയനെ നശിപ്പിക്കുവാനും ദൈവം ഇത് വരുത്തും. ഇവിടെ കോസിംഗ് സൂപ്പർ നാച്ചുറൽ സ്ലീപ്പ് എന്ന് പറയുന്നത് ശരീരത്തിന് മാത്രമല്ല, ചിലതിൻ്റെ കണ്ണു കുരുടാക്കി, ഹൃദയം കുരുടാക്കി, അകം ഉറക്കിക്കളയും ദൈവം. എന്തിനാണെന്നറിയാമോ? നീ അങ്ങ് നശിക്കാൻ. എത്ര ഞാൻ പറഞ്ഞാലും ചിലർക്ക് മനസ്സിലാകത്തില്ല കാര്യം. ദൈവം അവൻ്റെ ഹൃദയത്തിൽ ടർഡേമ അയച്ച് നന്നാക്കാൻ ഭൂമിയിൽ ആരെ കൊണ്ടും ഒക്കത്തില്ല. ഒന്ന് വായിച്ചോ യെശയ്യാവിൻ്റെ പുസ്തകം 29:10. അവിടെ ഈ ടർഡേമ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോസിംഗ് ഡീപ് സ്ലീപ്പ് ആൻഡ് സ്ലംബർനെസ്. വായിച്ചു. യഹോവ ഗാഢനിദ്ര നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കുന്നു. ഇത് യെരൂശലേമിലെ പാപികളോട്, ഭക്തരെന്ന് സ്വയം വിളിക്കുന്ന പരീശനോട്, ഭക്തനെന്ന് സ്വയം വിളിക്കുന്ന ദൈവഭക്തി ഇല്ലാത്തവനോട് ദൈവം പറയുന്ന ശാപത്തിന്റെ പദങ്ങളാണ്. മറക്കരുത്. എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാകത്തില്ല. ഇന്ന് ഞാൻ ഇത്രയും വ്യക്തമായി എടുത്താലും ചിലർ ഗ്രഹിക്കത്തില്ല. അങ്ങനെ അല്ലെന്നൊക്കെ ചുമ്മാ അങ്ങ് പറഞ്ഞു പൊക്കോളും. നോ പ്രോബ്ലം, അത് ചെയ്യ. കാര്യം ദൈവം നിങ്ങളെ അതിനാക്കിയിരിക്കുക. പക്ഷെ ഞങ്ങൾ നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നു. വായിച്ചാട്ട് ബ്രദറെ. അവൻ പ്രവാചകന്മാർക്കും നിങ്ങളുടെ ദർശകന്മാരായ തലവന്മാർക്കും മൂടുപടം ഇട്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയിത്തീർന്നിരിക്കുന്നു. അതിനെ അക്ഷരവിദ്യയുള്ള ഒരുത്തന്റെ കയ്യിൽ കൊടുത്തു. ഇതൊന്ന് വായിക്കണം എന്ന് പറഞ്ഞാൽ അവൻ, എനിക്ക് വയ്യ, അതിന് മുദ്രയിട്ടിരിക്കുന്നുവല്ലോ എന്ന് പറയും. അല്ല, ആ പുസ്തകം അക്ഷരവിദ്യയില്ലാത്തവന്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്ന് വായിക്കണം എന്ന് പറഞ്ഞാൽ അവൻ, എനിക്ക് അക്ഷരവിദ്യയില്ല എന്ന് പറയും. നോക്കിയേ, അക്ഷരവിദ്യ ഉള്ളവന്റെ അടുക്കൽ ഒരു പുസ്തകം കൊണ്ട് കൊടുക്കുക, അതിന് മുദ്രയിട്ടിട്ടുള്ളത് കൊണ്ട് അവനത് കണ്ടേച്ച് പറയും, പൊന്നെ ഇതിന് മുദ്രയിട്ടിരിക്കുക, എനിക്ക് എൻ്റെ ഭാഷയെ പറയാം, ഞാൻ ഈ സത്യത്തിൻ്റെയൊക്കെ പുറകെ നിന്നാൽ എൻ്റെ സമൂഹം എന്നെ പുറത്താക്കും. അതുകൊണ്ട് നമ്മൾ ഇതിന് പുറത്തില്ല, എനിക്കറിയാൻ വയ്യ. അക്ഷരവിദ്യ ഇല്ലാത്തവൻ്റെ അടുക്ക കൊണ്ട് കൊടുത്താലും അവൻ പറയും, നമുക്കിതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. അവന് സമൂഹം പുറത്താക്കുമെന്നുള്ളത് കൊണ്ടല്ല, അവന് സത്യമായിട്ട് ഒരു വിവരവും ഉള്ളവനല്ല.
മലയാളത്തിൽ പറയും വായി തോന്നിയത് കോതയ്ക്ക് പാട്ടാ, കിട്ടിയതൊക്കെ പാടി നടക്കുകയല്ലാതെ എനിക്കിതിനെക്കുറിച്ച് വിവരമൊന്നുമില്ല, അതുകൊണ്ട് ഞാനും മിണ്ടുന്നില്ല. ദൈവം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഹൃദയത്തിന് ടർഡയമായിട്ട് വെക്കും. എന്തിനാണെന്നറിയാമോ? ഇത് ശൂന്യമായി മാറേണ്ടതിന്. ഇന്ന് പകൽക്കാലം ദൂത് മനസ്സിലാകുന്നവർ തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ആത്മീക ആഴങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നുവെന്ന് പറയുകയും ചെയ്താൽ പ്രയോജനമായിരിക്കും. അടുത്തത് ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗം നാഫൽ എന്ന പദത്തിലോട്ട് കയറാൻ പോകുകയാണ്. ഒത്തിരി ഉണ്ട് ഇതിനിടയ്ക്ക്, ഒരുപാടെണ്ണമുണ്ട്. ടർഡയുമായും റാഡവും ഇടപെടുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ക്ലാസ് ഒരു ലിമിറ്റഡ് ടൈം കൊണ്ട് തീരണമല്ല, അതുകൊണ്ടാണ് ഞാൻ പതുക്കെ നാഫൽ എന്ന പദത്തിലോട്ട് കയറട്ടെ. നാഫൽ എന്ന വാക്കിൻ്റെ അർത്ഥം എബ്രായ വാക്കാണ്. വാക്കിൻ്റെ അർത്ഥം ടു കോസ് ടു ഫോൾ. ഇടത്തോട്ട് വീഴണമെന്നോ വലത്തോട്ട് വീഴണമെന്നോ മുന്നോട്ട് വീഴണമെന്നോ പുറകോട്ട് വീഴണമെന്നോ ഒന്നും അതിനർത്ഥമില്ല. വീഴുക എന്ന് മാത്രമേ ആ പദത്തിന് അർത്ഥമുള്ളൂ. നമ്മളതിൻ്റെ അർത്ഥത്തിലോട്ട് ഇറങ്ങി വരും. ഡിക്ഷണറി എന്നൊക്കെ അതിൻ്റെ അർത്ഥം ഞാൻ എടുത്തിട്ടുണ്ട്. അവിടെ 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാമിൻ്റെ ശരീരപുഷ്ടി തിരിച്ചു കൊണ്ടുവരേണ്ടതിനും തൻ്റെ മക്കൾ ജനിക്കാതെ വണ്ണം തൻ്റെ ശരീരം നിർജീവമായിരുന്ന സാഹചര്യത്തിൽ അതിനെ തിരികെ ജീവിപ്പിക്കേണ്ടതിനും വേണ്ടി യഹോവയായ ദൈവം വരികയാണ്. 17-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അബ്രഹാമിന് ഏതാണ്ട് 99 വയസ്സായി. യഹോവയായ ദൈവം വന്നു, നിനക്ക് കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, അബ്രഹാമിന് വിശ്വസിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വം എനിക്കറിയാം, എൻ്റെ ഭാര്യ സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം, എന്നാ വെച്ച് മോനുണ്ടാകാനാ. ഇത് പറയുകയും ഒരൊറ്റ ദൈവശക്തി, ഹി ഫെൽ ഓൺ ദ ഫീറ്റ്, നാഫൽ, ദൈവത്തിങ്കിൽ നിന്നൊരു ശക്തി ലഭിക്കുകയും അബ്രഹാം തറയിൽ വീഴുകയും. എഴുന്നേറ്റ് വരുന്ന അബ്രഹാമിനോട് പറയുന്നത്, വരുന്നയാണ്ടിൽ ഈ നേരം മോനെ ഈ ഒരൊറ്റ വീഴ്ചയിൽ ഞാൻ ചെയ്തടാ. ഓ ഗാഡ്, വാതരോഗം ബാധിച്ചവർ, നരമ്പുകൾക്ക് കേടായി തുടങ്ങിയവർ, ആകപ്പാടെ ശരീരം ശരിയല്ലെന്ന് പറയുന്നവർ, അതേ ദൈവം ഇതിനകത്തുണ്ട്, അതേ ദൈവം ഇതിനകത്തുണ്ട്. ഒന്ന് വീണ് ചെഴുന്നേൽക്കുമ്പോൾ ദൈവം ചിലത് ചെയ്യട്ടെ, ദൈവം ചിലത് ചെയ്യട്ടെ. എൻ്റെ ഭാര്യ ഇപ്പം ഇതിനകത്തിരിപ്പുണ്ട്. ഞാൻ ഇതുകൊണ്ട് ആ സംഭവം ഒന്ന് പറയുക. ഒരിക്കൽ ഞങ്ങളുടെ സ്നേഹിതരിൽ ചിലർ, അവർക്ക് അങ്ങ് രോഗം ഒത്തിരി കഠിനമായി, ഹാർട്ട് രോഗം ഒത്തിരി കഠിനമായി. തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിരുന്നു. ബാംഗ്ലൂരിലെ പല ആശുപത്രികളിലും ചികിത്സിച്ചതാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ എൻ്റെ ഓർമ്മയിൽ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. അതിനകത്ത് അവളോട് പറഞ്ഞിരുന്നത്, എവിടെ പോകുമ്പോഴും ECG ഒരു കോപ്പി ബാഗിനകത്ത് വേണം, നാക്കിനടിയിലിടാൻ ഒരു പ്രത്യേക ടാബ്ലറ്റ് ഫുൾ ടൈം കയ്യിലുണ്ടായിരിക്കണം. ഇതെല്ലാം കൂടെ കൊണ്ടേ നടക്കാവൂ. നീ ഒരു സീരിയസ് പേഷ്യൻ്റാണ്, ഏത് മിനിറ്റിലും ബോധം കെട്ട് താഴെ വീഴാം, എവിടെ വീണാലും അന്നേരത്ത് ഇത് പൊക്കിയെടുക്കണം. ഇത് ആളുകൾ വന്ന് നോക്കും. എന്നോട് എൻ്റെ മൂത്ത മകൻ ഒരിക്കൽ, ഞാൻ കുവൈറ്റിലായിരിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു, ഡാഡി മമ്മിക്ക് ഇന്ന് ഓപ്പൺ ഹാർട്ട് സർജറി വേണമെന്നാണ് പറയുന്നത്, ഞങ്ങൾ എന്തോ വേണം. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഇതെല്ലാം കഴിഞ്ഞ സാഹചര്യത്തിൽ, ഞാൻ കുവൈറ്റിൽ നിന്ന് വന്നുപോലും ഇല്ല കേട്ടോ, അവിടുത്തെ കൺവെൻഷൻ കഴിഞ്ഞാൽ ഞാൻ പോരുന്നത്. ഐ കണ്ടിന്യൂഡ് ആസ് പെർ ദ ഷെഡ്യൂൾ. ദൈവം ഇവിടെ ഒരു കുറവ് കൊടുത്തു. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരിക്കൽ അമേരിക്കയിലേക്ക് പോകുന്നതും. ന്യൂയോർക്ക് കാർഡിയോളജിക്കൽ റിസർച്ച് സെൻറ്ററിൽ, വലിയ ആശുപത്രിയുടെയൊക്കെ പേര് പറയുന്നത് നല്ലതാണ്, ന്യൂയോർക്ക് കാർഡിയോളജിക്കൽ റിസർച്ച് സെൻറ്ററിൽ ഒരു ടെസ്റ്റിന് വേണ്ടി ഞങ്ങളുടെ സ്നേഹിതരിൽ ചിലർ, അവരൊരു പക്ഷേ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവാം, എൻ്റെ ഭാര്യയെ കൊണ്ടുപോവുകയും ചെയ്തത്. അന്ന് ഒരു ഡോക്ടർ ഒരു വലിയ വീതി കൂടിയ ECG എടുത്ത് വെച്ച്, അങ്ങനത്തെ ECG ഞാൻ ഇന്ത്യയെ കണ്ടിട്ടില്ല, ഭൂമിയിലെങ്ങും ഞാൻ വേറെ കണ്ടിട്ടില്ല. ഞാനത് ECG എടുത്തിട്ടില്ല, ECG കാണാൻ പോയിട്ടുമില്ല. പക്ഷേ കണ്ട ചുരുക്കത്തിൽ ഇത്തിരി വേറെ പെടുന്നില്ല. എനിക്കൊന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന പുൾപിറ്റിൻ്റെ വീതി ഉണ്ടായിരിക്കും ആ പേപ്പറിന്. നമ്മളെ സാധാരണ കിട്ടുന്ന 1 ഇഞ്ചിൽ താഴെയുള്ള വീതിയേ ഉള്ളൂ. ഒരു 2 അടിയോളമെങ്കിലും വീതി വരുന്ന നീളമുള്ള ഭയങ്കര വീതിയുള്ള ഒരു ECG പേപ്പറിൽ വലിയ ECG എടുത്തിങ്ങോട്ട് എടുത്തു വെച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, ദിസ് ECG ഡു നോട്ട് ഹാവ് എ ബേസ് ലൈൻ. ഈ ECGക്ക് ഒരു ബേസ് ലൈൻ ഇല്ല. ഈ പേഷ്യൻറ്റിൻ്റെ എക്കോ കാർഡിയോഗ്രാം കംപ്ലീറ്റ്ലി കറപ്റ്റാണ്. ഇതുപോലുള്ള ഒരു രോഗി ജീവനോടിരിക്കുന്നുവെന്ന് ഒരാൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കത്തില്ല. കണ്ടതുകൊണ്ട് മാത്രം വിശ്വസിക്കുന്നു. മിസ്റ്റർ വർഗീസ്, ഇവളെ ചികിത്സിക്കുവാൻ ഇന്ത്യക്ക് സാധ്യമല്ല. ഇന്ത്യയിൽ വിളിച്ചെന്നാൽ ആൻജിയോഗ്രാമാണ് കൊടുക്കുന്നത്. ആൻജിയോഗ്രാം എടുക്കാനുള്ള കപ്പാസിറ്റി ഇവക്കില്ല. ആ ഡൈ ആൻജിയോഗ്രാം കുത്തിവെക്കുന്നതോടുകൂടെ ഇവൾ ടേബിളിൽ തീർന്നിരിക്കും. അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അമേരിക്കയിൽ നിനക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇവിടെ താലിയം ഡൈ എന്നൊരു ഡൈ ഉണ്ട്, അത് കുത്തിവെച്ചാൽ അത്രയും കുഴപ്പമില്ല. പക്ഷേ ഡാലിയം തൈയുടെ വില $45,000. നിനക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടോ? ഞാൻ പറഞ്ഞു, സ്വോത്രം ഒന്നുമില്ല, വിട്ടേക്കാൻ പറഞ്ഞു. അതുകൊണ്ട് സ്വോത്രവും പറഞ്ഞു ഇഞ്ഞു പോരുന്നു. പാസ്റ്റർ ബെഥേൽ P. ജേക്കബിനെ കണ്ട മനുഷ്യനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ഒരു പേപ്പർ എടുത്തു, ഒരു ഹാർട്ടിൻ്റെ പടം വരച്ചു, 1-2 ബ്ലോക്കുകൾ മാർക്ക് ചെയ്ത് കാണിച്ചു വെച്ച് പറഞ്ഞു, നിന്റെ പ്രശ്നം എന്തുണ്ട്? ഇതാ
ഒരൊറ്റ റെമഡി, ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് പ്രാർത്ഥിക്കാൻ മുന്നോട്ട് വിളിക്കുമ്പോൾ മുന്നോട്ട് പോകണം. ഒരു കുറേ പ്രാവശ്യം ആത്മവിശ്വതയിൽ വീണാൽ സർജറി നടന്നോളൂ എന്ന്. അന്ന് തന്നെ വീണു, പല പ്രാവശ്യം വീണു. ഇവിടെ ഒരു സീസൺ ഉണ്ടായിരുന്നു, ആത്മവിശ്വതയിൽ ശുശ്രൂഷിക്കുന്ന ഓരോരുത്തരുടെ ആര് വന്നാൽ ഇവിടെ മുന്നേ ചാരിച്ചെല്ലും തൊടുന്നതിന് മുമ്പ് വീഴുകയും ചെയ്യും. വീഴുക, എഴുന്നേക്കുക, പിന്നെയും പോവുക, പിന്നെയും വീഴുക, പിന്നെയും തെറിക്കുക. കാണുന്നവർക്കൊരു തമാശയായിരുന്നു. ഈ തമാശയൊക്കെ ആയിട്ട് കുറേ നാൾ നടന്നു. ഒരു ദിവസം പുഷ്പഗിരി ഹോസ്പിറ്റലിൽ ഒരാവശ്യത്തിന്, അവിടെ ചികിത്സയ്ക്ക് വേണ്ടിയല്ല, പോകേണ്ടി വന്നപ്പോൾ ഡോക്ടർ MJ ജോൺ, ഒരു കാർഡിയോളജി സ്പെഷ്യലിസ്റ്റാണ്, അന്ന് തിരുവല്ല പുഷ്പഗിരിയിലെ ഡോക്ടർ MJ ജോൺ ചോദിച്ചു, പാസ്റ്റർ എബ്രീസിൻ്റെ വൈഫല്ലേ? അതെ. സിസ്റ്റർ എന്താ പ്രോബ്ലം എന്നാ? ഒന്നുമില്ല, ഇങ്ങനെ വേറൊരു ആവശ്യത്തിന് എന്തായാലും വന്നാലേ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ചെക്ക് ചെയ്തു. അദ്ദേഹം ഒരു ECG എടുത്തു. തുടർന്ന് എന്തൊക്കെയോ ചെക്ക് ചെയ്തു. അവിടുത്തെ സീനിയർ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുക്കേക്ക് റെഫർ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഞാനായിട്ടൊരു ഒപ്പീനിയൻ പറയണ്ട, ഇവിടുത്തെ തിരുവല്ലയിലെ പുഷ്പഗിരിയുടെ സീനിയർ ഹാർട്ട് കാർഡിയോളജിസ്റ്റ് പറയട്ടെ. അദ്ദേഹം ഒരു പേപ്പറിൽ 3 ലൈനുള്ള ഒരു ഒപ്പീനിയൻ എഴുതി തന്നു. ഒന്നാമത്തേത്, നത്തിങ് അബ്നോർമൽ ഡിറ്റക്റ്റഡ്. രണ്ടാമത്തെ ലൈന്, സിസ്റ്റം ഫങ്ഷനിങ് നോർമൽ. മൂന്നാമത്തെ ലൈൻ, സീസ് ഓൾ ട്രീറ്റ്മെന്റ്സ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? 1000 പിശാചുക്കൾ ഒരുമിച്ച് അലറിയാൽ ഞാൻ പറയും നാഫലീസ് നാഫൽ, നാഫലീസ് നാഫൽ. മനസ്സിലാകുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുന്നവരെ ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ അകത്തോട്ട് കയറട്ടെ. അബ്രഹാമേ, പുത്രോത്പാദനത്തിന്റെ ശക്തി നഷ്ടമായോ? ജീവിപ്പിക്കുന്ന എനിക്ക് എൻ്റെ ടെക്നിക്കുണ്ട്. നിന്റെ ടെക്നിക്കിലല്ല ഞാൻ ചികിത്സിക്കുന്നത്, എൻ്റെ ടെക്നിക്കിലാ. ഹല്ലേലൂയ. തുടർന്ന് സാറയുടെ ജീവിതത്തിൽ റാഡമുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അബ്രഹാം ദൈവത്തിൻ്റെ പാദത്തിങ്കൽ വീണു. ആ ഒരൊറ്റ വീഴ്ച നഷ്ടപ്പെട്ട ശരീരശക്തി മടങ്ങി വന്നു. 6, ഫോർ എ ഗ്രേറ്റർ വിഷ്യൻ, വലിയ ദർശനങ്ങൾ കൊടുക്കേണ്ടതിന് ദൈവം ആത്മവിശ്വത ഉപയോഗിച്ച ചരിത്രം ദാനിയേലിൻ്റെ പ്രവചനം 8-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ കിടപ്പുണ്ട്. വായിക്കുന്നില്ല. അവിടെയും ഒരു ദൂതന്റെ, അല്ലെങ്കിൽ വായിച്ചാട്ട് 17-18 2 വാക്യം ചേർത്ത് വായിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ നിന്നിടത്ത് അവൻ അടുത്തു വന്നു. ഇതൊരു ദൂതം വരുന്ന ചരിത്രം, ആ ദൈവം വരുന്ന ചരിത്രം അല്ല. അവൻ വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ട് സാഷ്ടാംഗം വീണു. ഞാൻ ഭയപ്പെട്ടു സാഷ്ടാംഗം വീണു. അവിടെ സാഷ്ടാംഗം വീണു വന്നതിന് നാഫൽ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാഫൽ സ്വയം വീഴുന്നതല്ല, ടു കോസ് ടു ഫോൾ. ദൈവം വീഴിച്ചതാ. ഒന്നുകൂടെ എടുത്തു പറയാം. മലയാള വേദപുസ്തകത്തിൽ അത് വായിച്ചാൽ, ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ വായിച്ചാൽ സ്വയം ആരാധിക്കാനുള്ള താല്പര്യം കൊണ്ടങ്ങ് വീണതാണോ, അതോ വിറച്ച് താഴെ പോയതാണോ, കാലി തെന്നിയതാണോ, ഒന്നും അറിയത്തില്ല. നാഫലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം. ദ മീനിങ് ഓഫ് നാഫൽ ഈസ് കോസിംഗ് ടു ഫോൾ. തന്നെ വീഴുമാറാക്കി. ആ ദൂതൻ അടുത്തു വന്ന് ഭയപ്പെട്ട എന്നെ വീഴുമാറാക്കി. പിന്നെ, എന്നാൽ അവൻ എന്നോട്, മനുഷ്യപുത്ര ഗ്രഹിച്ചു കൊള്ളുക, ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ്ണു വീണു. അവൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോധം കെട്ട് കവിണ്ണു വീണു. ഓൺലി ഡീപ് സ്ലീപ്പ്, ട്രൈർഡേമ എന്ന പദമേ ബൈബിളിൽ ഉള്ളൂ. ബാക്കി തർജ്ജിമക്കാരൻ കയ്യിൽ നിന്നിട്ടതാ. നേരത്തെ വീണ് കിടക്കുക. ഈ തർജ്ജിമ കൂടെ മനസ്സിലാക്കാനാണ് ഞാൻ വരുന്നത്. നേരത്തെ വീണ് കിടക്കുക. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബോധം കെട്ടു വീണു. ടർഡേമ, ഓൾറെഡി ഐ എം അണ്ടർ നാഫൽ. എന്നെ വീഴുമാറാക്കി. പക്ഷെ ബോധം കെട്ടിരുന്നില്ല. ഇത് വന്നതോടുകൂടെ എൻ്റെ ബോധം നിറഞ്ഞു. തുടർന്ന് ബോധം വീണു. അവൻ എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. വലിയ വെളിപ്പാടുകൾക്ക് വേണ്ടി ആത്മവിശ്വത നടക്കും. കുഞ്ഞുങ്ങളെ, ഭാരതത്തിലെ നാളത്തെ ആത്മയുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി കൈമാറുവാൻ ദൈവം നിങ്ങളിൽ ചിലരെ വിശ്വസ്തരം എണ്ണുമെങ്കിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ആത്മവിശ്വതകളിൽ ഇതിൻ്റെ സ്ട്രാറ്റജിയുമായി നിങ്ങൾ എഴുന്നേറ്റ് വരണം. ഗുഡ് ഗാഡ്. എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു സംഭവമായിരുന്നു തൃശ്ശൂരിൽ നടന്ന ഒന്ന്. തമിഴ്ദാസം കഴിഞ്ഞ ദിവസത്തോടെ പറഞ്ഞായിരുന്നു, ശക്തൻ തമ്പുരാനിൽ ശക്തിയേറിയൊരു ശുശ്രൂഷ തൻ്റെ കൈകൊണ്ട് നടന്നു എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ശക്തൻ തമ്പുരാൻ മൈതാനത്ത്, മസൂരിപ്പറമ്പെന്നാണ് തൃശ്ശൂരിൽ അറിയുന്നത്. ശക്തൻ തമ്പുരാൻ എന്ന് പറഞ്ഞാലും അറിയാം. മസൂരിപ്പറമ്പെന്ന് പറയും. അതാണ് അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ സ്റ്റേഡിയം. അതിനകത്ത് ശരീരത്ത് ഒരുപാട് ഒടിവുകൾ ഉണ്ടായിരുന്ന, ശരീരം മുഴുവനും വെച്ച് കെട്ടി നടന്ന ഒരു ഗോപാലൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കലൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നു, തറയിൽ വീണു.
കല്ല് പിടിച്ച് കിടക്കുന്ന സ്റ്റേഡിയമാണെന്നതിന് പേരുണ്ടെങ്കിൽ ഒത്തിരി ഒരു മുഴച്ച കല്ലുകളാണ് നിരന്ന് കിടക്കുന്നത്. ഈ കല്ലുകൾ പിടിച്ച് കിടക്കുന്നതിനകത്ത് ഈ മനുഷ്യൻ വീണതിൽ എനിക്ക് ദുഃഖമുണ്ടായി. ആരെങ്കിലും ആത്മവിശ്വാസത്തിൽ വീഴുമെന്നൊരു പ്രതീക്ഷയിലല്ല ഞാൻ പ്രാർത്ഥിക്കാൻ തൊട്ടത്. വീണു, ഞാനങ്ങ് വിഷമിച്ചു പോയി. പിന്നെ വന്ന ആർക്കും കുറച്ച് നേരത്തേക്ക് ഞാൻ പ്രാർത്ഥിച്ചില്ല, ഇയാൾ എഴുന്നേക്കുന്നത് വരെ. ഇയാൾ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു വല്ലതും പറ്റുമോ എന്നൊക്കെ വളരെ അപ്പോളജറ്റിക്കലി ഞാൻ രണ്ട് കുറ്റം ചെയ്ത പോലെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു വീണത് പോലും അങ്ങനെ അറിയാൻ വയ്യ, എന്ത് സംഭവിച്ചു നിങ്ങൾക്ക് ഒന്നും അറിയാൻ വയ്യ. എൻ്റെ കൂടെ നിന്ന ഒരാൾ പറഞ്ഞു ഗോപാല ഇതിന് മുമ്പേ ചെയ്യാൻ വയ്യാത്തത് വല്ലതും ഉണ്ട്, ഒന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഗോപാലൻ കൈ ഒന്ന് ചുരുട്ടി 2 കൈയും കൂടെ ചേർത്ത് അത് കഴിഞ്ഞ് തോളൊന്ന് അനക്കി ഒന്ന് അനങ്ങിയൊക്കെ ചോദിച്ചേച്ച് ഗോപാലൻ പറഞ്ഞൊരു പദം എൻ്റെ ഓർമ്മയിലുണ്ട്. പണ്ട് എനിക്ക് എന്താ കുന്തമായിരുന്നു ചെയ്യാവുന്നേ, തൃശ്ശൂർ ഭാഷയാണ്. പണ്ട് എനിക്ക് എന്തോ കുന്തമായിരുന്നു ചെയ്യാമായിരുന്നത്, ഇപ്പോഴത്തെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്തു പറ്റി? അദ്ദേഹം പറഞ്ഞു എന്നെ അറിയാൻ വയ്യ, എന്നെ തെണ്ടിഗോപാലൻ എന്നാണ് നാട്ടുകാർ മാളൂര് വിളിക്കുന്നത്, അങ്ങേരുടെ ഭാഷയാണ്. എന്നെ മാളൂര് വിളിക്കുന്ന തെണ്ടിഗോപാലൻ എന്നാ. ഒരു 3 നില കെട്ടിടത്തിൻ്റെ മുകളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടുന്ന് താഴെ വീണതാ. എൻ്റെ ശരീരത്ത് ഒരുപാട് ഒടിവുകളായി, ശരീരം മുഴുവനും കാസ്റ്റ് ഇട്ടിരിക്കുകയായിരുന്നു, പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ലായിരുന്നു. എനിക്ക് പെടലി അനക്കത്തിലൊന്നുമില്ല. അപ്പോഴാണ് കാണുന്ന ഇയാളുടെ പെടലിക്കൊക്കെ ബെൽറ്റ് കെട്ടിയിട്ടുണ്ട്. അന്നേരത്തെ ഞാനിത് ശ്രദ്ധിക്കുന്നത്. എൻ്റെ കൂടെ നിന്ന് ആൾ ഉടനെ പറഞ്ഞു പണ്ട് ചെയ്യാൻ വയ്യാന്ന് ഓരോന്നോരോന്നൊന്ന് ചെയ്തു നോക്കിയേ. ഇയാൾ പതുക്കെ പെടലിക്കത്തെ ഇത് അഴിച്ചു. ഒരേറായിരുന്നു, ആരാണ്ടോട് വൈരാഗ്യം തീർക്കുന്നത് പോലെ. ഇതെടുത്ത് തറയിലോട്ടൊരു എറിഞ്ഞു. എറിഞ്ഞേച്ച് പെടലി എനിക്ക് പറഞ്ഞു എൻ്റെ പെടലിക്ക് കുഴപ്പമില്ല. ഷർട്ട് ഇങ്ങോട്ട് പൊക്കി, അരയ്ക്കൊരു വലിയ ഭയങ്കര ബെൽറ്റ് വലിച്ചു ഒരേറെറിഞ്ഞു. ആ മനുഷ്യൻ അവിടെ ഒന്ന് തുള്ളിച്ചാടുന്നത് ഞാൻ കണ്ടു. അന്നുണ്ടായ ആൾക്കൂട്ടം പിശാചിളകി. ആത്മവിശ്വാസത്തെ തെറ്റാണ്, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഒരുമിച്ച് കൂടി നോട്ടീസ് അടിച്ചു. അവരുടെ ആളുകളെ വിളിച്ചു. ദൈവത്തിന് വിരോധമായ പ്രവർത്തനങ്ങൾ കുത്തഴിഞ്ഞാടി. പിറ്റേ വർഷം അതേ തൃശ്ശൂർ ഞാനൊരു കൺവെൻഷന് പോയി. കഴിഞ്ഞ വർഷം 5000-6000 ആൾ കൂടി എടുത്ത് ഇപ്രാവശ്യം 500 ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഗോപാലൻ സൗഖ്യമായിടത്ത് അയാൾ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്ത തെണ്ടി ഗോപാലൻ. അദ്ദേഹം പറഞ്ഞു ഈ നാട്ടിലെ മാളോരുടെ വീടുകളിൽ കയറി ഇറങ്ങി പിച്ച തെണ്ടിയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയത്, അങ്ങനെയാണ് എൻ്റെ പേർ തെണ്ടി ഗോപാലൻ എന്നായത്. അതിന് മുമ്പേ ഞാൻ ജോലി ചെയ്ത് ഉപജീവനം കഴിച്ച ആളാ, അങ്ങനെ ആയിപ്പോയതാ. അതുപോലുള്ള സംഭവങ്ങളായിരുന്നു. പിറ്റേ വർഷം ഞാൻ അവിടെ ചെന്നു. ആകപ്പാടെ കൺവെൻഷന് ഒരു തലവേദന പോലും പൊറുക്കുന്നില്ല. എന്തോ വേണമെന്ന് എനിക്കറിയാൻ വയ്യ. എന്നെ വിളിച്ചവർ വിഷമത്തിലായി. ഒന്നാമത്തെ പകലും രാത്രിയും കഴിഞ്ഞു ഒന്നുമില്ല. രണ്ടാമത്തെ പകലും രാത്രിയുമായി ഞാൻ ആകെ വിഷമിച്ചു. അറിയാവുന്ന പ്രവാചകന്മാരെ മുഴുവൻ വിളിക്കാൻ നോക്കി. എന്തേലും ഇതിനൊരു മറുപടി കിട്ടുമോ? ഒരൊറ്റ പ്രവാചകനെ കിട്ടുന്നില്ല, ഒരെണ്ണം ഫോൺ എടുക്കുന്നില്ല. എനിക്കറിയാൻ വയ്യ. ലാസ്റ്റ് പകലും രാത്രിയും മാത്രം ശേഷിച്ചിട്ടുണ്ട്. ആ ലാസ്റ്റ് പകൽ രാവിലെ കുറച്ച് പേര് മാത്രം വന്നിട്ടുണ്ട്. ആ കുറച്ച് പേരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാനോ വിഷമിച്ചു. തൃശ്ശൂരിൽ നിന്ന് ഞാൻ പരാജയപ്പെട്ടു പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ എന്തെങ്കിലും ദൈവമെന്ന് അറിയിക്കണമെങ്കിൽ ഇനി ഒരു ലോങ് ടൈം സ്ട്രെയിനിങ് നടക്കുക അല്ലാതെ എനിക്കൊന്ന് ചിന്തിക്കാൻ ഒക്കുന്നില്ല. അതിന് തയ്യാറുള്ള കുറച്ച് പേർ ഒന്ന് നിരന്ന് നിന്നു. ഞാൻ പറഞ്ഞ വാചകം ഓർമ്മയുണ്ട്. നിങ്ങളിൽ പുരുഷന്മാരാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ വീണ് കിടക്കുന്നവർ കുറച്ച് നേരം അങ്ങ് കിടന്നെന്നിരിക്കും. ലോങ് ടൈം സ്ട്രെയിനിങ് 10 മിനിറ്റ് വീണ് ചെയ്യുന്നവരൊന്നും കണ്ടെന്ന് വരത്തില്ല. പക്ഷെ ദീർഘസമയം വീണ് കിടക്കുന്നവർ ദാനിയേൽ കിടന്ന പോലെ, ദാനിയേൽ 8:17-18 കിടന്ന പോലെ കിടക്കുന്നവർ ചിലപ്പോൾ ചിലതൊക്കെ കണ്ടേച്ചു വരും. എപ്പോഴും അല്ല, അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്, കണ്ടേച്ചു വരും. അതുകൊണ്ട് തയ്യാറാകുക. പുരുഷനാണെങ്കിൽ നിങ്ങളിപ്പം വീട്ടിലോട്ട് ചെന്നില്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ആരെങ്കിലും പറയാൻ ഒരാൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇവിടെ ആൾ പോയി പറയണം. പെൺകുട്ടികളാണെങ്കിൽ, പ്രായമുള്ള സ്ത്രീകൾ അധികം ഇല്ല, പെൺകുട്ടികളോ സ്ത്രീകളോ ആണെങ്കിൽ കാവൽ നിൽക്കാൻ ഒരാൾ വേണം. കാര്യം മീറ്റിംഗ് തീരുമ്പോൾ ഞങ്ങളങ്ങ് പോകും, ഇത് ഈ ഗ്രൗണ്ടിൽ കിടക്കും ആളുകൾ, അതുകൊണ്ട് അതിനൊരാൾ വേണം. അങ്ങനെ കുറച്ച് പേര് നിന്നു. ആ കൂട്ടത്തിൽ ഞാൻ പരസ്യമായിട്ട് പേര് പറയണോ? മീഖൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവൾ ഇന്നും കർത്താവിൻ്റെ വേലയിൽ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അന്ന് അവളെ MAക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു കുട്ടി ഉണ്ടായിരുന്നു. മീഖളിൻ്റെ എൻ്റെ മോടെ ഒരു സ്നേഹിതയും കൂടെയാണ്. അന്ന് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ പലരും ആത്മവിശ്വാസത്തിൽ വീണു. എന്നാൽ മീറ്റിംഗ് തീർന്നപ്പോഴും ഒരു 3 പേര് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഒന്നാമത്തേത് ഒരു സ്ത്രീയെ ഏതാണ്ട് 1.5 മണിക്കൂറിന് ശേഷം എഴുന്നേറ്റു. ഞങ്ങൾ അവളെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് പോയി മിസ്പ ബൈബിൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പളും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള റോയ് മർക്കരെയും ബൈബിൾ സ്കൂളിൻ്റെ ഓണറും ഞാനും 4 പേർ ചേർന്ന് ഒരു കൊച്ചു ഇൻ്റർവ്യൂ എടുത്തു. അവളുടെ അനുഭവങ്ങൾ ചോദിച്ചു, പറഞ്ഞു വിട്ടു. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ പുരുഷൻ എഴുന്നേറ്റു. അദ്ദേഹം ഇതേ അനുഭവങ്ങൾ പറഞ്ഞു പോയി. ഒരു അടുത്ത 15-20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആൾ എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മീഖൾ എഴുന്നേറ്റു. മീഖളും മറ്റവരൊക്കെ പറഞ്ഞതിനോട് യോജിക്കുന്ന ഒരു കാര്യം പറഞ്ഞു 4 പൈശാചിക ശക്തികൾ ഈ വർഷത്തെ കൺവെൻഷൻ നടക്കാതെ തൃശ്ശൂരിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നതിനെ പരിശുദ്ധാത്മാവ് കാണിച്ചു.
പിശാചുക്കളുടെ പേരും ആത്മീയരുടെ പേരും ഒന്ന് തന്നെ ആയതുകൊണ്ട് ഞാൻ തൽക്കാലം ആ പേര് ഉദ്ധരിക്കുന്നില്ല. പേരെടുത്താണ് ആ പെങ്കൊച്ചു പറഞ്ഞത്. പേരെടുത്താണ് ആ പെങ്കൊച്ചു പറഞ്ഞത്. ഇന്നാരും ചേർന്ന് ദേശത്തെ പിശാചിന് കൈമാറിയതിനാൽ. അതുകൊണ്ട് എം എ വർഗീസ് അവൾ പറഞ്ഞ ചില വാചകങ്ങൾ ഞാൻ പറയട്ടെ. എന്നോട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ യേശുവിൻ്റെ അടുക്കൽ ഞാൻ എത്തി. ഒരു ടണ്ണലിലൂടെ കടന്നാണ് ഞാൻ അപ്പുറത്ത് ചെന്നത്. അവിടെ എത്തി, യേശുവിൻ്റെ അടുക്കലെത്തി. തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനം ഞാൻ കണ്ടു. ഒക്കെ നമുക്ക് കാണാവുന്ന അളവിൽ ദൈവം കാണിക്കുന്നതാണ്. അല്ല സിംഹാസനം ഇരിക്കുന്ന പോലെ കണ്ടെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞ, കണ്ടില്ലെന്നുമല്ല. അവൾ പറഞ്ഞ വാചകം, ഞാൻ യേശുവിൻ്റെ പാദത്തിൽ ഇരുന്നു, എൻ്റെ തല യേശുവിൻ്റെ മടിയിൽ വെച്ചു, താൻ എന്നെ ആശ്ലേഷിച്ചു. ചില മിനിറ്റുകൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ യേശുവിനോട് പറഞ്ഞു, നിനക്കിഷ്ടമുള്ള ഒരു നക്ഷത്രത്തിൻ്റെ പേര് പറ, ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോകും. എം എക്ക് പഠിക്കുന്ന കുഞ്ഞ, അതിന് നക്ഷത്രങ്ങളിൽ ചിലതിൻ്റെ പേര് അറിയാമായിരിക്കും. അവൾ പറഞ്ഞു, നീല നിറത്തിലുള്ള ഒരു നക്ഷത്രത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അടുത്ത സെക്കൻഡിൽ ഞങ്ങൾ രണ്ടും കൂടെ നക്ഷത്രത്തിലുണ്ട്. ആ നക്ഷത്രത്തിൽ നിന്നുകൊണ്ട് ഇതര ഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും ദൈവം എന്നെ കാണിച്ചു. അവയൊക്കെയും തേജസ്സോടെ മിന്നുന്നത് കണ്ടു. ഒരു മൂലയ്ക്ക് പൊടിയിൽ ചുറ്റിയ ഒരു കൊച്ചുഗോളം മൂവ് ചെയ്യുന്നത് കണ്ടു. കർത്താവ് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞാൽ, അതാണ് നിന്റെ ഭൂമി. ഇതര നക്ഷത്രങ്ങളെപ്പോലെ അവയ്ക്കും ശോഭയുള്ളതായിരുന്നു. ഇന്നതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയത് പാപം കൊണ്ടാണ്. ഇതിനെ ഉദ്ധരിക്കുകയാണ് നിങ്ങളുടെ കടമ. നീ അത് പോയി പറയണം. നീ വേഗം തിരിച്ച് അവളെ സ്വർഗത്തിൽ കൊണ്ടുവന്ന് വെച്ച് പറഞ്ഞ്, നീ പോയി എം എ വർഗീസിനോട് പറ, ഈ 4 ശക്തികളെ ശാസിക്ക് ഇന്ന് രാത്രിയിൽ കേട് തീർത്ത് ഞാൻ ചെയ്യാം. ഈ 4 ശക്തികൾ ശാസിക്കപ്പെടണം. മേഘൾ പറഞ്ഞ, കർത്താവേ, ഞാൻ ഇനിയും തിരിച്ചു ഭൂമിയിലോട്ട് പോകുന്ന പരിപാടിയില്ല, എനിക്ക് സ്വർഗം അങ്ങ് ഇഷ്ടപ്പെട്ടു. പറഞ്ഞ് നത്തിങ് ഡൂയിങ്, പോയേ മതിയാകൂ. ആ പെങ്കൊച്ച് തിരിച്ചു വന്ന് വെച്ച് പറഞ്ഞു, അന്ന് ആ 4 ശക്തികളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ 2 ദിവസത്തെ കേട് തീർത്ത് 3-ാമത്തെ രാത്രിയിൽ ദൈവത്തിൻ്റെ അത്ഭുതം ഞങ്ങൾ കാണാനിടയായി. ഇതിനകത്ത് ആത്മവിശ്വാസത്തിൽ വീഴുന്നവർ, ചില നിമിഷങ്ങൾ കിടക്കുന്നവർ, ഒരു കാര്യം ഓർത്തോ, തിരുവചനത്തിലെ രേഖപ്രകാരം കണ്ട് പരിചയമുള്ളതാ. ദൈവത്തിങ്കിൽ നിന്ന് വലിയ വെളിപ്പാടുകൾ പ്രാപിപ്പാൻ തയ്യാറാകെ. ആത്മവിശ്വതയുടെ ഒരാശയം, ഒരാശയം, ഉന്നതമായ ദൈവിക വെളിപ്പാടുകളാണ്. 7 ദൈവത്തിൻ്റെ കാബോദിൻ്റെ പ്രസൻസ്. എനിക്കത് പറയാൻ തന്നെ പ്രയാസം. കാബോദ് എന്നൊക്കെയുള്ള പദവി, ദാറ്റ്സ് ഗ്രേറ്റ്. ദൈവത്തിൻ്റെ കാബോദിൻ്റെ പ്രസൻസ്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ ശലോമോന്റെ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠയെ വായിക്കുന്നില്ല. കാര്യം പല ഭാഗങ്ങൾ ചേർത്ത് വായിച്ചാൽ അത്രേ അങ്ങോട്ട് ആകത്തുള്ളൂ. അതുകൊണ്ട് അതിപ്പോൾ വായിക്കാത്തത്. ഞാൻ ഇതിന് മുമ്പൊരിക്കൽ ഇതേ സ്റ്റേജിൽ നിന്ന് ഇതേ ചരിത്രം എടുത്തത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ ഇന്ന് രാവിലെ അത് കണ്ടിരുന്നു. ശലോമോന്റെ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠയുടെ സമയത്ത് ശലോമോന്റെ ദേവാലയത്തിന് എല്ലാ ദേവാലയങ്ങളെക്കാളും ഒരല്പം കൂടെ പ്രത്യേകത ഉണ്ടായിരുന്നു. എല്ലാ ദേവാലയത്തിനും ഒരു പ്രാകാരമേ ഉള്ളൂ. ശലോമോന്റെ ദേവാലയത്തിന് കുറഞ്ഞാലും 2 പ്രാകാരമുണ്ട്. എന്നിങ്ങനെ മറ്റ് ദേവാലയങ്ങളെക്കാൾ അല്പസ്വല്പം വ്യത്യാസത്തിൽ ഒരുപാട് പണം ചെലവ് ചെയ്ത് പടുകൂറ്റൻ ഒരു ദേവാലയം പണിതു വെച്ചത് പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി വരികയാണ്. പുരോഹിതന്മാർ കൂറുകളുടെ ക്രമം നോക്കാതെ എല്ലാവരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് അവരൊന്നിച്ച് നിന്ന് ഒരു പാട്ട് പാടുകയാ. ദയവായി ശ്രദ്ധിക്കുക. കഴിഞ്ഞ പ്രാവശ്യം വരെ ഈ സംഭവം കേട്ടിട്ടില്ലാത്തവർ ദയവായി ശ്രദ്ധിക്കണം, എങ്കിലേ ഇത് മനസ്സിലാകത്തുള്ളൂ. പഴയ നിയമ ദേവാലയത്തിന് 3 ഭാഗങ്ങളാണ് പ്രധാനമായും. ഏറ്റവും പുറകിൽ അതിപരിശുദ്ധ സ്ഥലം. എൻ്റെ പുറകിൽ ഈ ബഥേലിൻ്റെ ഈ മോണോഗ്രാം, ഈ സൈൻ ഇരിക്കുന്നതിൻ്റെ പുറകിൽ ഇതൊരു കർട്ടനാണെങ്കിൽ ഈ കർട്ടൻ്റെ പുറകിലുള്ള ഭാഗത്തെ അതിപരിശുദ്ധ സ്ഥലമെന്ന് വിളിക്കുമെന്നിരിക്കട്ടെ. അതിൻ്റെ ഇപ്പുറത്തുള്ളതിനെ വിശുദ്ധ സ്ഥലമെന്ന് വിളിക്കും. ഞാൻ ഇപ്പോഴാ വിശുദ്ധ സ്ഥലം പോലെയുള്ള സ്ഥലത്ത് നിൽക്കുക. ഇതിൻ്റെ അടുത്തത് ഇവിടെ ഒരു കർട്ടനുണ്ട്. ഈ കർട്ടൻ കഴിഞ്ഞാൽ പ്രാകാരത്തിലേക്ക് ഇറങ്ങാം. പുരോഹിതന്മാരിൽ ശുശ്രൂഷിക്കുന്നവർക്ക് മാത്രമേ വിശുദ്ധ സ്ഥലത്ത് കയറാനൊക്കത്തുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ പ്രാകാരം വരെ വരാനൊക്കത്തുള്ളൂ. ശുശ്രൂഷിക്കാത്ത പുരോഹിതൻ പോലും പ്രാകാരത്തിലേ നിൽക്കാനൊക്കത്തുള്ളൂ. വിശുദ്ധ സ്ഥലത്ത് കയറി നിൽക്കാൻ ഒക്കത്തില്ല. കാര്യം വിശുദ്ധ സ്ഥലം വേറെയാ. ശുശ്രൂഷിക്കാത്ത പുരോഹിതൻ പോലും, ഇവിടെയും പ്രസംഗിക്കുന്നവരെ ഇതിലോട്ട് കയറാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മുന്നേ ഇരിക്കുക പതിവ്. ഓക്കെ, ഇത് പഴയ നിയമ ദേവാലയത്തിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഏറെക്കുറെ. കിഴക്കേതാ വടക്കേതാ നല്ല കർട്ടനുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഇത് ആ ദേവാലയമല്ല. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ദേവാലയങ്ങളാണ്. എന്നാൽ ഞാൻ ആ പഴയ ചരിത്രം തൊടുകയാണ്. അന്ന് കൂറുകളുടെ ക്രമം നോക്കാതെ പുരോഹിതന്മാർ എല്ലാവരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു വന്നപ്പോൾ ഒരു 120 പേർ ഒരുമിച്ച് പാട്ടുപാടാനുണ്ട്. ഒരു ഗായക സംഘം. അവർക്ക് ആലയത്തിൻ്റെ അകത്ത് കയറാനൊക്കത്തില്ല. ആ 120 പേർ ഈ ആലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തിൻ്റെ വെളിയിൽ പ്രാകാരവും വിശുദ്ധ സ്ഥലവും കൂടെ വേർതിരിക്കുന്ന കർട്ടൻ്റെ പടിഞ്ഞാറ് വശത്ത് വന്ന് നിന്നു. ഇപ്പം എൻ്റെ പുറകിലിരിക്കുന്ന ഈ ഒരു പുൾപ്പിറ്റ് കർട്ടൻ്റെ ഭാഗമാണെന്നിരിക്കട്ടെ, അതിൽ തൊട്ട് ഇവിടെ വന്ന് നിന്നു. അങ്ങോട്ട് കയറാനൊക്കത്തില്ല. ഇവിടെ നിന്നുകൊണ്ട് അവർ കൈത്താളങ്ങളോടെ വാദിത്രങ്ങളോടെ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പാടാൻ തുടങ്ങി. അടുത്ത പദം ബൈബിൾ പറയുന്നു. വായിക്കണോ വേദഭാഗം?
ഇറ്റ്സ് ടു ബിഗ്. അതുകൊണ്ടാണ് വായിക്കാതിരിക്കുന്നത്. അവർ പാടുമ്പോൾ യഹോവയുടെ ആലയത്തിൽ ഒരു മേഘം നിറഞ്ഞു. മേഘം ദൈവ സാന്നിധ്യത്തിൻ്റെ തിക്കർ സെൻസ് കാണിക്കുന്നതാണ് മേഘം. അതിനടുത്ത പടി നമുക്ക് പോകണം കേട്ടോ. അവർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മേഘം ആലയത്തിൽ നിറഞ്ഞു. ആലയത്തിൽ നിറഞ്ഞെന്ന് പറഞ്ഞാൽ അതിപരിശുദ്ധ സ്ഥലത്താണ് നിറയുന്നത്. അതിപരിശുദ്ധ സ്ഥലത്ത് ആ മേഘം നിറഞ്ഞ് കവിഞ്ഞു. ഇവരിത് അറിയുന്നേ ഇല്ല. അവർ അങ്ങോട്ടും തിരിഞ്ഞെന്ന് പാടുക, പുറകിലായി സംഭവമൊക്കെ നടക്കുന്നേ. വീണ്ടും അവർ പാടിക്കൊണ്ടിരുന്നപ്പോൾ മേഘം വിശുദ്ധ സ്ഥലത്തേക്ക് മാറി. അതോടുകൂടെ പ്രകാശമുള്ള മേഘം അതിപരിശുദ്ധ സ്ഥലത്തായി. സിൽവർ ഡസ്റ്റ് എന്നും ഗോൾഡൻ ഡസ്റ്റ് എന്നും ഒക്കെ ആളുകൾ പറയുമ്പോൾ ഇതെന്നെ ഭൂതമാണോ പ്രേതമാണോ എന്ന് അറിയാൻ വയ്യാത്ത ഒരു പൊതുലോകമുണ്ടെങ്കിലും ആത്മീയനൊരു സൂചന ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. ആദ്യമേ വെള്ള നിറമുള്ള മേഘം കഴിഞ്ഞു. 2 ഗോൾഡൻ കളറുള്ള പ്രകാശമുള്ള മേഘം അതിപരിശുദ്ധ സ്ഥലത്ത് പ്രത്യക്ഷമായി. അതോടെ സാധാരണ മേഘം വിശുദ്ധ സ്ഥലത്തേക്ക് മാറി. ഇവരാരും അറിയുന്നില്ല. അവർ പിന്നെ നിന്ന് പാടുകയാണ്, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവരങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിൽ തേജസ് നിറഞ്ഞു. യഹോവയുടെ ആലയത്തിൽ തേജസ് നിറയുകയും അടുത്ത പദം, അവിടെ നിന്ന പുരോഹിതന്മാർ ദൈവസന്നിധിയിൽ നിൽപ്പാൻ കഴിയാതെയായി. അവിടെ എഴുതിയിരിക്കുന്ന പദം ദൈവത്തിൻ്റെ കാബോദ് അവിടേക്ക് ഇറങ്ങി വന്നു. കാബോദ് എന്ന് പറഞ്ഞാൽ ടാഞ്ചബിൾ പ്രസൻസ്. മനസ്സിലായോ? ടാഞ്ചബിൾ പ്രസൻസ് എന്ന് പറഞ്ഞാൽ തൊടാവുന്ന ശക്തി എന്ന്. ദൈവസാന്നിധ്യത്തെ തൊടാവുന്ന അളവിൽ അങ്ങ് ഘനീഭവിക്കുക. അനുഭവിച്ചവരിവിടെ ഉണ്ട്, വളരെ അപൂർവമാണ്, പക്ഷേ അനുഭവിച്ചവരിവിടെ ഉണ്ട്. കാബോദ്, തൊടാവുന്ന അളവിൽ. ഓക്കെ, കാബോദ് എന്ന വാക്കിൻ്റെ അർത്ഥം the honorable and weighty presence of God. The honorable and heavy presence of God. Tangible, തൊടാവുന്ന ദൈവ സാന്നിധ്യം. യഹോവയുടെ കാബോദ് മന്ദിരത്തിൽ നിറഞ്ഞതിനാൽ പുരോഹിതന്മാർക്ക് നിൽപ്പാൻ കഴിയാതെയായി. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഒരു പദം കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ചേർത്തോട്ടെ. കാബോദ് എന്നുള്ളത് ആ വാക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് എടുക്കാൻ പോകുന്നത്. അതിൻ്റെ അവിടെ സത്യത്തിൽ അത് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ തേജസ്സേറിയ മഹത്വമേറിയ ഭാരമുള്ള ആ സാന്നിധ്യം അവരെ നിലത്തേക്ക് ഞെക്കിക്കളഞ്ഞതിനാൽ ആ മേഘം മുഖേന അവർക്കാർക്കും അവിടെ നിൽക്കുവാൻ കഴിഞ്ഞില്ല. ആൻഡ് പ്രീസ്റ്റ് കുഡ് നോട്ട് എൻ്റർ എന്നാണ് 2 ദിനവൃത്താന്തം 7:2. ആദ്യമേ നമ്മൾ കണ്ടത് 1 ദിനവൃത്താന്തത്തിൽ നിന്നായി 2 ദിനവൃത്താന്തം 5:13-14 ആയിരുന്നു. രണ്ടാമത് നമ്മൾ നോക്കുന്നത് 2 ദിനവൃത്താന്തം 7:2. ഇത് രണ്ടും കൂടെ ചേർത്താൽ കാണുന്നത് യഹോവയുടെ തേജസ് ഇവിടെ ഇറങ്ങി നിന്നതിനാൽ പുരോഹിതന്മാർക്ക് ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല. 5-ാം അധ്യായത്തിൽ നിൽപ്പാൻ കഴിഞ്ഞില്ല. 7-ാം അധ്യായത്തിൽ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല. അവിടെ കടക്കുക എന്ന് എഴുതിയിരിക്കുന്നത് BOW എന്ന് ഇംഗ്ലീഷിൽ എഴുതാവുന്ന ഒരു വാക്കാണ് എബ്രായയെ കൊടുത്തിരിക്കുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം ബൗ മീൻസ്, ഞാനത് എല്ലാം എബ്രായെ കൊടുത്തിട്ടുണ്ട്. ടു ഗോ ഓർ കം, അബൈഡ്, ബ്രിങ്, പാസ് ഓർ ടു കം. ഇതിനകത്തോട്ട് ആളുകൾ വീണ് കിടക്കുമ്പോൾ ഇതിനിടയിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല. ഇതിനകത്തൊന്നും കൊണ്ടുവരാനൊക്കത്തില്ല. ആർക്കും കയറി വരാനൊക്കത്തില്ല. ആർക്ക് ഇറങ്ങാനൊക്കത്തില്ല. ആലയത്തിൻ്റെ അകം മുഴുവൻ പരിശുദ്ധാത്മാവ് അങ്ങ് ഏറ്റെടുത്തു. ഇതിനകത്തേക്ക് ആ ദൈവ സാന്നിധ്യത്തിൻ്റെ തിക്നെസ് ഇറങ്ങി വന്നതിനാൽ ഒരുവന് നിൽക്കാനൊക്കത്തില്ല. ഇറ്റ് പ്രസ് ദം ഡൗൺ. അവർ തറയിലായിപ്പോയി. കാരണം ഇറ്റ്സ് എ വെയിറ്റി പ്രസൻസ്. ഈ വെയിറ്റി പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ പറയാം. ഞാനിവിടെ നിൽക്കുന്ന കൂട്ടത്തിൽ ഒരു സ്നേഹിതൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ എൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിന് നന്നായി അറിയാം. പക്ഷേ എൻ്റെ കൊച്ചുമക്കളിൽ ഒരാളോ ഞാൻ അതുപോലെ സ്നേഹിക്കുന്ന ഒരാളോ ആണ് എൻ്റെ കൂടെ നടക്കുന്നതെങ്കിൽ ചിലപ്പോഴും ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കും. അല്ലെങ്കിൽ എൻ്റെ ഒരു കൈ ആ ആളിൻ്റെ മേൽ ഒരല്പം ഭാരത്തോടെ വെക്കും. ഞാൻ ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയോ എൻ്റെ കൈ കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് പിടിക്കുകയോ ചെയ്താൽ എൻ്റെ ഭാരമോ ബലമോ എൻ്റെ കൂടെ നടക്കുന്ന ആ കുഞ്ഞറിയും. ശരിയാണല്ലേ? അതുപോലൊരു സാന്നിധ്യമെന്ന്. ടാഞ്ചബിൾ, ഹെവി, വെയിറ്റി, ഓണറബിൾ, ഗ്ലോറിയസ്, ഒത്തിരി അർത്ഥമാണ് പ്രസൻസ് ഓഫ് ഗാഡ്. ആ സാന്നിധ്യം ഇങ്ങോട്ട് ഇറങ്ങിയതിനാൽ പുരോഹിതന്മാരെ മണ്ണിലേക്ക് അത് ഞെക്കിക്കളഞ്ഞു. അവർക്കവിടെ നിന്ന് എഴുന്നേൽക്കാൻ വയ്യാതെയായി. ഇപ്പോൾ ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, എടാ ഇവർക്കും താവോട്ട് ഞെക്കുകയായിരുന്നു, അവർ തറയെ വീഴുകയായിരുന്നു. വീണത് മുന്നോട്ടാണോ പുറകോട്ടാണോ? ഞാൻ ഇത്രയും മാത്രം ഒരു മറുപടി പറയാം. നാഫൽ എന്ന വാക്കിൻ്റെ അർത്ഥം മുന്നോട്ട് വീണെന്നുമില്ല പുറകോട്ട് വീണെന്നുമില്ല. തർജ്ജിമക്കാരൻ്റെ സൗകര്യത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുക. നാഫൽ എന്ന പദം പാദത്തിങ്കൽ വീണു, കവിണു വീണു, മുഖം പൊത്തി വീണു,
ഞാൻ ഐ ഫെൽ ഓൺ മൈ ഫേസ് എന്നിങ്ങനെയൊക്കെ ട്രാൻസ്ലേറ്റ് ഉണ്ട്. അതേ കാബോദ് ഉൽപ്പത്തി പുസ്തകം 49:19 തർജ്ജമ ചെയ്തിരിക്കുന്നത് ദാൻ വഴിയിലൊരു സർപ്പമാണ്, അത് കുതിരയുടെ കാൽ കടിക്കും, കുതിരയുടെ മേലുള്ളവൻ പുറകോട്ട് മലർന്നു വീഴും. ഞാൻ എൻ്റെ മുഖമടിച്ച് മുൻപോട്ട് വീണു എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന അതേ നാഫലിനെ അതേ തർജ്ജിമക്കാരൻ കുതിരപ്പുറത്തുനിന്ന് വീഴുന്നവനെ മുന്നോട്ടിടാതെ പുറകോട്ടിട്ടു. ഇത് തർജ്ജിമക്കാരൻ്റെ യുക്തം പോലെ ചെയ്തതാ, അല്ല ബൈബിൾ അല്ല. ശ്രദ്ധിച്ച് കേട്ടാലും ബൈബിളിൽ നാഫൽ എന്ന പദമാണ് ഉപയോഗിച്ചത്. നാഫൽ എന്ന വാക്കിന് ഇടിഞ്ഞു വീഴുക, പൊളിഞ്ഞു വീഴുക, മറിഞ്ഞു വീഴുക, ഇത്തരം അർത്ഥങ്ങളേ ഉള്ളൂ. പുതിയ നിയമത്തിൽ പിപ്റ്റോ ആയത് സൗകര്യമായി. അവിടെ വരുമ്പോൾ പട്ടാളക്കാരൻ വെട്ടേറ്റ് നിലത്ത് വീഴുന്നത് കമന്നാന്നോ മലർന്നാന്നോ ഇടത്തോട്ടാന്നോ വലത്തോട്ടാന്നോ അറിയാവുന്നത് ആരെടൂ. ഇത് സ്ഥലമല്ല വിഷയം, ഇടമല്ല വിഷയം. അതൊക്കെ യജമാനനും കിട്ടുന്നവനും തമ്മിൽ തീർത്തോളും. വഴിയെ പോകുന്ന നമുക്കറിയേണ്ടത് ആകപ്പാടെ ഇത്രയേ ഉള്ളൂ, വീണു എന്ന പ്രസ്താവനയാ, അതിൽ കവിഞ്ഞ് ഒന്നുമില്ല. ഒരൊറ്റ നാഫലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ടും പുറകോട്ടും ഒക്കെ ഇട്ടതായി കാണുന്നുണ്ട്. ഞാൻ പഴയ നിയമത്തിൽ നിന്ന് പല ഭാഗങ്ങൾ എടുത്തു, ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് ചിന്തിച്ചേച്ച് ഞാൻ ഇനി പുതിയ നിയമത്തിൽ വീണ്ടും വരാൻ പോകുക. ഒന്നാമത്തേത്, ആദാമിന് സർജറി നടത്തുവാൻ ആദാമിനെ തറയിലോട്ടിട്ടു. ആദാം ദൈവത്തെ കണ്ടില്ല, ഒരു ടോട്ടൽ അബോധാവസ്ഥയിലായിരുന്നു. ടോട്ടൽ അബോധാവസ്ഥയിൽ ഒന്നും അറിഞ്ഞിട്ടില്ല, കംപ്ലീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലായിരുന്നു. 2, ഉൽപ്പത്തി 15:12 അബ്രഹാമിന് അല്പം കോൺഷ്യസ് ഉണ്ടായിരുന്നു. ഉടമ്പടി ചെയ്യുമ്പോൾ താൻ ഈ സംഭവങ്ങൾ അറിയുന്നുണ്ട്. താൻ ഒരു ദർശനത്തിലാ, താൻ കിടക്കുക വേദപുസ്തക ഭാഷയിൽ ഗാഠനിദ്രയില്ല. പക്ഷേ യഹോവയായ ദൈവവും പുത്രൻ തമ്പുരാനും കുണ്ടങ്ങളുടെ നടുവിലൂടെ നടന്ന് സംസാരിക്കുന്നത് അബ്രഹാം കേൾക്കുന്നുണ്ട്. ഹി ഈസ് ഓൺ സെമി കോൺഷ്യസ്. 3, ദാവീദിനെ രക്ഷിക്കേണ്ടതിന് വേണ്ടി ശമൂവേലിന്റെ പുസ്തകത്തിൽ ദൈവം ശൗലിനെയും ഭടന്മാരെയും ഉറക്കുന്നത് അടിച്ചാലോ പിടിച്ചാലോ അറിഞ്ഞേക്കാം, പക്ഷേ അവൻ്റെ തലക്കിലിരിക്കുന്നത് എടുത്തോണ്ട് പോയാലും അറിയാത്ത ഒരെണ്ണം റിയൽ സ്ലീപ്പിലായിരുന്നു അവനെ ഉറക്കിക്കളഞ്ഞത്. തൻ്റെ ആത്മീക ഭാഷയിൽ പറഞ്ഞു, ദർശനം വേണ്ടാത്തവരെ നശിപ്പിച്ചു കളയേണ്ടതിന് വേണ്ടി ഞാൻ നിന്റെ പ്രവാചകന്മാർക്ക് മുഖം മൂടിയിട്ട് നിന്റെ നേതാക്കന്മാരെ മുഖം മൂടിയിട്ട് കറക്കുമ്പോൾ അത് പുറമേയുള്ള അനുഭവമല്ല, കേവലം അകത്ത് മാത്രം സംഭവിക്കുന്നതാ. വ്യത്യസ്ത അനുഭവങ്ങളാണ് നമ്മൾ തൊട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത്, അബ്രഹാമിന് പുത്രോത്പാദനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കേണ്ടതിന്, ശക്തി തിരികെ കൊടുക്കേണ്ടതിന് അദ്ദേഹത്തെ ആത്മവിശ്വതരാക്കുമ്പോൾ വീണുവെന്ന പദമേ ഉള്ളൂ. എത്രയും കോൺഷ്യസ് എന്ന് അറിഞ്ഞുകൂടാ. കുറഞ്ഞ പക്ഷം യഹോവ സംസാരിക്കുന്നതെങ്കിലും കേൾക്കാമായിരിക്കണം. അതും നാഫല് തന്നെയാണ്. ഒടുവിൽ വലിയ ദർശനത്തിന് വേണ്ടി ദാനിയേൽ പ്രവാചകനെ ദൈവത്തിൻ്റെ പാദത്തിലിട്ടു. അത് എത്രയും തനിക്ക് ബോധമുണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. 7ാമതായിട്ട് ദൈവത്തിൻ്റെ ആ കാബോദ്, ഒരുത്തന് കയറാനൊക്കത്തില്ല, ഒരുത്തന് ഇറങ്ങാനൊക്കത്തില്ല, ഒരുത്തന് നടക്കാനൊക്കത്തില്ല, ഒരുത്തന് എഴുന്നേറ്റ് നിൽക്കാനൊക്കത്തില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ മേൽ വന്ന് മൂടുന്ന എ വെയിറ്റി പ്രസൻസ് ഓഫ് ഗാഡ്. ഈ ദിവസങ്ങളിൽ പഴയ നിയമത്തിൽ ഇതുണ്ട്. നമ്മൾ പുതിയ നിയമത്തിലോട്ട് കയറാൻ പോകാം. പഴയ നിയമത്തിൽ ഇതുണ്ട്. അനുഭവിക്കേണ്ടവർ ഏൽപ്പിക്കപ്പെട്ടു, അനുഭവിക്കേണ്ടവർ ഏൽപ്പിക്കപ്പെട്ടു. ഞാൻ ഇനി പുതിയ നിയമത്തിലോട്ട് പതുക്കെ കയറാൻ പോവാണ്. പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകം 1:17 നമ്മൾ നേരത്തെ തന്നെ തൊട്ടായിരുന്നു. ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവിടെ പിപ്റ്റോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിപ്റ്റോ എന്ന വാക്കിന് മരിച്ചവനെ പോലെ വീണു എന്നല്ല അർത്ഥം. പകരം കുതിരപ്പുറത്തിരിക്കുന്ന പട്ടാളക്കാരൻ ശത്രുവിൻ്റെ വെട്ടുകൊണ്ടോ അമ്പ് കൊണ്ടോ ചത്ത് തെറിച്ചു വീഴുന്ന ആ വീഴ്ചയാണ് പിപ്റ്റോ എന്ന് പറയുന്നത്. ആ അനുഭവമായിരുന്നു യോഹന്നാൻ ഉണ്ടായത്. അടുത്തത്, യേശുവിൻ്റെ അനുഭവത്തിലേക്ക് തിരിയാം. അനേക പ്രാവശ്യങ്ങളിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 26:39 ദയവായി വായിക്കണം. അതുപോലെ തന്നെ ലൂക്കോസ് 22:39 മുതൽ 45 വരെയും വായിക്കണം. രണ്ടും കൂടെ വായിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ദയവായി വായിക്കാം. യേശുവിൻ്റെ അനുഭവം. പിപ്റ്റോ എന്ന പദം കിടക്കുന്നത് കൊണ്ടാണ് ഞാനത് എടുത്തത്. മത്തായിയുടെ സുവിശേഷം 26:39 പിപ്റ്റോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 22:39 മുതൽ 45 വരെ മത്തായി കൊടുത്തിട്ടില്ലാത്തൊരു വിശദീകരണം അവിടെ ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോഴേ ശരിയാകത്തുള്ളൂ. പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. ഇത് രണ്ടും ഒരൊറ്റ ദിവസമാണ്, ഒരേ സംഭവമാണെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. തൻ്റെ ക്രൂശീകരണത്തിന് വേണ്ടി യേശു പോവുകയാണ്. കർത്തൃമേശ കഴിഞ്ഞു. സഹോദരന്മാരെ, തൻ്റെ ശിഷ്യന്മാരെ ജോലി ഏൽപ്പിച്ചു. താൻ തൻ്റെ ക്രൂശീകരണത്തിന് വേണ്ടി പോകുകയാണ്.
അവരുമായി തന്നെ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയിലേക്ക് ചെന്നു. അവിടെ ചെന്നതിൻ്റെ ശിഷ്യന്മാരോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞേച്ച് ഒരു കല്ലേറ് ദൂരത്തോളം ഒറ്റയ്ക്ക് മാറിപ്പോയി. വായിച്ചാട്ടതാവട്ടെ. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. മുട്ടുകുത്തി എന്നത് പിപ്റ്റോ അല്ല. പിപ്റ്റോ എന്നത് തറയിൽ തറപരിചായി വീഴുക. കവിണു വീണു എന്ന് മത്തായിയിൽ എഴുതിയിരുന്നത് പിപ്റ്റോയിൽ നിന്നാ. ഇവിടെ പിപ്റ്റോ എന്ന പദമില്ല, മുട്ടുകുത്തി. ആ മുട്ടുകുത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ വായിച്ചു, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ആണ്ട് കിടക്കുന്ന യേശുവിനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്നെന്ന്. ആ സമയത്താണ് പിപ്റ്റോ. എന്തുകൊണ്ട് ശക്തിപ്പെടുത്തണം? വായിച്ചാട്ട് താവട്ടെ. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് മതി. യേശു പ്രാണവേദനയിലായി. തൻ കാൽവറിയിൽ എടുക്കുവാൻ പോകുന്ന വലിയ ഭാരം തന്റെ മുമ്പിൽ കണ്ടു. ലോകത്തിന്റെ പാപം തന്റെ മേൽ ഏറ്റെടുത്തു. പഴയ പാമ്പിന്റെ കടി ഒരളവിലേറ്റെന്ന് പറയാം. തന്റെ ശരീരത്തിലെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ തറയിൽ വീഴാൻ തുടങ്ങി. മെഡിക്കൽ സയൻസ് അറിയാവുന്നവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്, ധമനികൾ പൊട്ടിയെങ്കിൽ മാത്രമേ വിയർപ്പിലൂടെ രക്തം അങ്ങനെ തറയെ വീഴത്തുള്ളൂ എന്ന് പറഞ്ഞ മരിക്കാൻ പോകുകയാ. ഇവിടെ മരിച്ചാൽ ക്രൂശിൽ കയറാൻ ഒക്കത്തില്ല. അതിനു മുന്നമേ യേശുവിനെ ഗെത്സമനിയിൽ തകർക്കുവാൻ പിശാചിനൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇതറിഞ്ഞവനായ പിതാവ് പിപ്റ്റോ തറയിലേക്കിട്ടു. ബലപ്പെടുത്തുവാൻ ഒരു ദൂതനെ അയച്ചു. ഇതാണ് എബ്രായ ലേഖനം പറയുന്നത്, മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടെ അഭയാതന കഴിക്കയാൽ മറുപടി ലഭിച്ചു. പിതാവേ, ഞാൻ ഗെത്സമനിയിൽ മരിച്ചാൽ മാനവവർഗത്തിന്റെ വീണ്ടെടുപ്പ് നടക്കത്തില്ല, അതുകൊണ്ട് എന്നെ ശക്തീകരിക്കണമേ എന്നവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തറയെ കിടന്നു. പിപ്റ്റോ തൻ തറയിലേക്ക് വീണു. ഒരു ദൂതൻ ഇറങ്ങി യേശുവിനെ ശക്തീകരിച്ചു. യേശു എഴുന്നേറ്റു. തൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം ക്രൂശം കൊണ്ട് പോയപ്പോഴും വീണതായിട്ടൊക്കെ ചരിത്രങ്ങളിലുണ്ട്. തിരുവചനത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. വീണതായി ചരിത്രങ്ങളിലുണ്ട്. ഓരോ പ്രാവശ്യവും ദൂതന്മാർ തന്നെ ശക്തീകരിച്ചു കൊണ്ടിരുന്നു. എൻ്റെ യേശുവിന് ഏഞ്ചാലിക് മിനിസ്ട്രി സ്വീകരിക്കുവാൻ ആത്മവശത വേണ്ടി വന്നു. യേശു പിന്നെ പറഞ്ഞു, ഇപ്പോൾ വേണമെങ്കിലും 12 ലെഗിയോനിടത്തേക്ക് ദൂതന്മാരെ ചോദിക്കാൻ എനിക്ക് കഴിയത്തില്ല. കഴിയും. ഞാൻ ചോദിക്കാതെ ഇറക്കി വിടുന്ന ഒരു രംഗമുണ്ട്. എനിക്കത് വേണ്ടി വരുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾ കടക്കുന്ന പ്രയാസമുള്ള പാതകളിൽ എന്നെക്കൊണ്ടും നിങ്ങളെക്കൊണ്ടും പിടിച്ചു നിൽക്കാനൊക്കാത്ത സാഹചര്യങ്ങളിൽ ഇന്നോ നാളെയോ ഒരു പ്രാവശ്യം ആത്മവശതയിൽ വീഴാൻ, 1000 പ്രാവശ്യം വീഴാൻ ദൈവം കൃപ തന്നാൽ നന്ദി. ഓരോ പ്രാവശ്യം വീഴുമ്പോഴും ദർശനങ്ങൾ പ്രതീക്ഷിക്കൂ, പുതുബലം പ്രതീക്ഷിക്കൂ, രോഗസൗഖ്യം പ്രതീക്ഷിക്കൂ, പുതിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കൂ, ഏഞ്ചാലിക് മിനിസ്ട്രി പ്രതീക്ഷിക്കൂ. അതിനുവേണ്ടി യേശു തറയിൽ വീണു. നമുക്ക് വരാം. യേശുവിനെ പിടിക്കാൻ വന്ന ഭടന്മാർക്ക് എന്നാ പറ്റി? യോഹന്നാന്റെ സുവിശേഷം 18:6 വായിക്കണമെന്നില്ല. അവർ യേശുവിനെ പിടിക്കുവാൻ യൂദായുടെ നേതൃത്വത്തിൽ വരികയാണ്. യേശു അവരോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? അവർ പറഞ്ഞു, നസ്രയനാകുന്ന യേശുവിനെ. യേശു തിരിച്ചൊരു വാക്ക് പറഞ്ഞു, അത് ഞാനാകുന്നു. യേശു ആ വാക്ക് പറയുകയും അവർ പിൻവാങ്ങി തറയിൽ വീണു. അവിടെ പിൻവാങ്ങി വീണിടത്തൊന്ന് പിപ്റ്റോ എന്നാ എഴുതിയിരിക്കുന്നേ. എല്ലാവരും പുറകോട്ട് തെറിച്ചോ, വട്ടത്തിൽ തെറിച്ചോ, തലയിറങ്ങി വീണോ, മുന്നോട്ട് വീണോ, ഐ ഡോണ്ട് നോ. പിപ്റ്റോ എന്നാ എഴുതിയിരിക്കുന്നേ. ഞാൻ മുമ്പേ പറഞ്ഞല്ലേ, നാഫൽ പുറകോട്ട് വീണെന്നും മുന്നോട്ട് വീണെന്നും രണ്ടും തർജ്ജമ ചെയ്തിട്ടുണ്ട്. ആ തർജ്ജമക്കാരൻ്റെ സൗകര്യത്തിന് ചെയ്തു. പക്ഷേ അത്രയും പേര് വീണ്. കാര്യം എന്നാന്നറിയാമോ? അത് ഞാനാകുന്നുവെന്ന പ്രസ്താവന എന്തുവാ ഈ പറയുന്നേ? മോശെ പണ്ടൊരിക്കൽ പർവ്വതത്തിൻ്റെ മുകളിലോട്ട് വിളിച്ച് നിർദ്ദേശിച്ച് ആരാ കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ ഒരു വാചകം പറഞ്ഞു, ഞാനാകുന്നവൻ. ആ വാക്കായത്, ആ വാക്ക ഒന്ന് ഷോർട്ടൻ ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങൾ ആരെയാ തിരയുന്നേ? നസ്രയനാകുന്ന യേശുവിനെ. മോശയോട് പറഞ്ഞ ഞാനാ. ഈ വാക്ക് തൻ്റെ വായിൽ നിന്ന് വീഴുകയും ആത്മശക്തിയുടെ മുമ്പിൽ അവർ തെറിച്ചു വീണു. ഒരാത്മവിവശതയുണ്ടായി. അങ്ങനെയാണ് പടയാളികൾക്ക് ഇതുണ്ടാകും അല്ലേ? ശൗലിൻ്റെ പടയാളികൾക്ക് ഇതുണ്ടാകും. റോമൻ ഗവൺമെന്റിൻ്റെയോ പള്ളിക്കാരുടെയോ പടയാളികൾക്ക് ഇതുണ്ടാകും. എന്നെയും നിങ്ങളെയും സഹായിക്കുവാൻ ദൈവശക്തി വെളിപ്പെടുമ്പോൾ ഇതുണ്ടായി എന്ന് വരാം. ഇതോട് ചേർന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അവിടെ പിപ്റ്റോ എന്ന പദമുള്ളത് കൊണ്ടാ അവൻ നിലത്ത് വീണ് അവൻ നിലത്ത് വീണു.
ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. താഴെ വീണു എന്നതിന് പിപ്റ്റോ എന്ന പദം തന്നെയാണ് കൊടുത്തിരിക്കുന്നവനെ. ഇഫ് യു ക്യാൻ കൈൻഡ്ലി മേക്ക് ഇറ്റ് ഇൻ യെല്ലോ. ഞങ്ങൾ ആദ്യമായി അങ്ങോട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഡേവിഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ദിസ് എ ടൈം ഫോർ കറക്ഷൻ ടു. ഓക്കെ, അവിടെയും പിപ്റ്റോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രക്ഷിക്കപ്പെടാത്ത ശൗല് ദൈവത്തിന് നേരെ കുലനിശ്വസിച്ചുകൊണ്ട്, ദൈവദാസന്മാരുടെ മുമ്പേ നേരെ കുലനിശ്വസിച്ചുകൊണ്ട് വരുന്ന വരവിൽ ശൗലിൻ്റെ മുകളിൽ ഒരു ശക്തി ഉണ്ടായിരുന്നു. ശൗലേ, നിന്നോട് എനിക്കൊന്ന് ഇടപെടേണ്ടതിന് ഒരൊറ്റ ദൈവശക്തിയുടെ വെളിപ്പാട് പിപ്റ്റോ തേണ്ട കിടക്കുന്ന തറയിൽ നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിയുന്ന ഒരു വെളിച്ചത്തിന്റെ മുമ്പിൽ ശൗൽ തറയിൽ വീണു. ആ വീണ വീഴ്ചയെ, പുതിയ നിയമത്തിലെ പൗലോസായി മാറിയ ശൗൽ ആദ്യമേ വീഴുന്ന വീഴ്ചയെ പിപ്റ്റോ എന്നാണ് വിളിക്കുന്നത്. ഒരു ശകലം ബോധം കാണരുതാത്തതാ. പക്ഷേ അവിടെ കിടന്നൊരു ചോദ്യം ചോദിച്ചു. പിപ്റ്റോയ്ക്ക് ഒട്ടും ബോധം കാണരുതാത്തതാ. അങ്ങനെയാണ് ചില മിനിറ്റുകൾ കിടന്ന് കാണാം. ഐ ഡോണ്ട് നോ. അവിടെ കിടന്നൊരു ചോദ്യം ചോദിച്ചു. ആത്മവിശ്വത്തിൽ വീഴുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തോട് ചോദിക്കാനുണ്ട് ചോദ്യം. എ ക്ലോസർ ടൈം ഓഫ് ഫെലോഷിപ്പ്. ഇറ്റ്സ് നോട്ട് ആവറേജ്. ഒരു സഭ ഇത്രയും ആളുകൾ, ആയിരങ്ങൾ 10-21 ദിവസം ഉപവസിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഓരോരുത്തരും കരുതുന്നത് എനിക്ക് വേണ്ടിയാ. മനസ്സിലാവും? എനിക്ക് വേണ്ടിയാന്ന് ഓരോരുത്തരും കരുതണം. ഇതുപോലൊരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാക്കി തരുവാൻ ആ കിടപ്പിൽ കിടന്നുകൊണ്ട്, പിപ്റ്റോയിൽ കിടന്നുകൊണ്ടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. അങ്ങാരാകുന്ന കർത്താവേ, മറുപടി പറയുവാൻ തീർന്നില്ല കേട്ടോ. പുതിയ നിയമസഭയുടെ നിർമ്മാണത്തിന് വേണ്ടി, പണിക്ക് വേണ്ടി ഒരുവനെ വിലക്കെടുക്കുവാൻ തമ്പുരാൻ ഇറങ്ങി വന്ന വരവാ മുമ്പിൽ നിന്ന് നമ്മൾ തീർച്ച താഴെ. പത്രോസും യോഹന്നാനും കൂടെ വീണതുണ്ട്. മനെ അവിടെ 1-2 കളർ ചെയ്യാനുണ്ട്. വി വിൽ ഡു ലേറ്റർ. പത്രോസും യോഹന്നാനും കൂടെ വീണ ഒരു കാഴ്ച വേറെ കിടപ്പുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പത്രോസ് ഒന്ന് വീണു. അന്ന് അദ്ദേഹം ഒരു ട്രാൻസിലായി എന്ന് കാണാം. ട്രാൻസ്. ഞാനൊരു വിവശതയിലായി എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ആത്മവിവശത എന്ന് ഉപയോഗിക്കുന്ന പദം തന്നെയാണ്, പക്ഷേ അവിടെ വേറൊരു അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്തത്. അതിനകത്ത് ഒരു ദിവസം പത്രോസ് അപ്പോസ്തലന് വിശക്കത്തക്ക ഒരു സാഹചര്യം ഉണ്ടായി. വിശന്നു. അവർ ഒരുക്കുന്ന സമയത്തേക്ക് അദ്ദേഹം ഒരല്പസമയം ഒന്ന് വിശ്രമിക്കാനോ പ്രാർത്ഥിക്കാനോ വെൺമാടത്തിൻ്റെ മുകളിൽ 2-ാം നിലയിലോട്ട് കയറി, അല്ലെ 3-ാം നിലയിൽ. അവിടെ ചെന്നപ്പോൾ ഒരു വിവശതയിലായി. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലനും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ദേവാലയത്തിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ട്രാൻസിലായി. ഈ 2 ഭാഗങ്ങളിൽ ട്രാൻസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആത്മവിശുദ്ധയ്ക്ക് ട്രാൻസ് എന്ന പദമാണ് ഉപയോഗിച്ചത്. ട്രാൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇത് 3-ാമതൊരെണ്ണം വന്നു. ട്രാൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഡിക്ഷണറി തന്നിരിക്കുന്നത് ഇറ്റ്സ് എ നൗൺ, എ ഹാഫ് കോൺഷ്യസ് സ്റ്റേറ്റ് characterized by an absence of response to the external simulatory system. പുറമേ ഉള്ള ശരീരം ഒന്നിനും പ്രതികരിക്കാതെ നിർജീവമെന്നതുപോലെ കിടക്കുമ്പോൾ അബോധാവസ്ഥയിൽ കിടക്കുന്ന അനുഭവത്തെയാണ് വിളിക്കുന്നത്. മലയാളം ഡിക്ഷണറിയിൽ ഞാൻ കേട്ടിട്ടുള്ളത് തപോനിദ്ര എന്നാണ് ഇതിന് കൊടുത്തിരിക്കുന്ന പേര്. പ്രാർത്ഥിച്ച് ഉറങ്ങിപ്പോവുക. തപോനിദ്ര എന്ന പേരാണ് ഇതിന് മലയാളം ഡിക്ഷണറി കൊടുത്തിരിക്കുന്ന ട്രാൻസിന്. 2 പേർക്ക് ഈ അനുഭവം ഉണ്ടായി. പത്രോസിനും പൗലോസിനും 2 പേർക്കും ഇതുണ്ടായി. ഇതിനകത്തിരിക്കുന്ന ഒരാളിനെ കർത്താവ് ഇത് ഏൽപ്പിച്ചാൽ, എൻ്റെ കുഞ്ഞുങ്ങളെ, പള്ളു പറഞ്ഞ് നടക്കുന്ന ഒരുത്തൻ്റെ അനുഭവം കോപ്പി ചെയ്യാതെ ഒരു ദൈവദാസൻ്റെ അനുഭവം കോപ്പി ചെയ്യാൻ നോക്ക്. ഒരിക്കൽ ഒരാൾ എന്നോട്, സുരേഷ് ബാബു തീരെ മോശമാണ്, നിങ്ങൾ അയാളെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്, എന്നെ പൊക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ ആ മനുഷ്യൻ്റെ പേർക്ക് തിരിച്ചൊരു എഴുത്തെഴുതി. സ്നേഹിത, സുരേഷ് ബാബു എൻ്റെ ആരുമല്ല, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ സുരേഷ് ബാബുവിനെ ബഹുമാനിക്കുന്നില്ല, പകരം അദ്ദേഹത്തിൽ വ്യാപരിക്കുന്ന ശുശ്രൂഷ ബഹുമാനിക്കുന്നു. താങ്കൾക്ക് അതുപോലൊരു ശുശ്രൂഷ ഉണ്ട്, കണ്ടാൽ പിറ്റേ ദിവസം താങ്കളുടെ പുറകെ ഞാൻ വിളിക്കാൻ വരും. അത് ആദ്യം ഉണ്ടാക്കിക്കൊണ്ടു, അതുവരെ ചുമ്മാരി വരുന്നത്. ആദ്യം ഈ ശുശ്രൂഷ ഉണ്ടായിട്ട് പിന്നെ അതുവരെ ചുമ്മാരി. ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുക, കണ്ണു തുറന്ന് നടക്കുക. മറ്റൊരുത്തൻ പറയുന്നത് കേൾക്കാതെ സ്വന്തം കണ്ണുകൊണ്ട് കാണാനും സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുവാനും വിലയിരുത്തുവാനും കർത്താവ് തന്ന ഫ്രീഡത്തിനായി സ്തോത്രം. അത് വേറൊരുത്തൻ്റെ മുമ്പിൽ കാഴ്ചവെക്കാതെ ശുശ്രൂഷ പ്രയോജനപ്പെടുന്നവരെ കണ്ടുപിടിക്കുവാൻ കർത്താവ് തരുന്ന കൃപയ്ക്കായി സ്തോത്രം.
ഓക്കെ, നമ്മൾ കോപ്പി അടിക്കുന്നെങ്കിൽ, ഞാൻ കോപ്പി അടിക്കുന്നെങ്കിൽ കൊള്ളാവുന്ന ഒരുത്തനിൽ നിന്ന് കോപ്പി അടിക്കാം, ഒരുത്തൻ മോട്ടിച്ചുകൊണ്ട് പോകുന്നവനെ കോപ്പി അടിക്കാതെ പകരം ക്യാൻസറിന് മെഡിസിൻ കണ്ടുപിടിച്ചവനെ കോപ്പി അടിക്കാൻ നോക്കട്ടെ. മറ്റതിനെ തന്നെ കോപ്പി അടിക്കാൻ പോകുന്നേ? കൊള്ളാവുന്ന ഒന്നിനെ കോപ്പി അടിക്കുന്നത് കൊള്ളാം, നല്ലവരെ കോപ്പി അടിക്കാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പത്രോസിന് ഈ അനുഭവം ഉണ്ടായി. ഈ അനുഭവത്തെ ട്രാൻസ് എന്ന് വിളിച്ചു. അത് തന്നെ അപ്പോസ്തലപ്രവൃത്തി 22:17 പൗലോസിനുണ്ടായി, ട്രാൻസ് എന്ന് വിളിച്ചു. ഇനിയും ഈ രണ്ടിടത്തെ അനുഭവം നോക്കാൻ പോവാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പത്രോസ് ഈ അനുഭവം പ്രാപിക്കുമ്പോൾ, ദയവായിട്ടൊന്ന് വായിക്കാമോ വാക്യം? ഞാൻ 15-20 കൊണ്ട് നിർത്താം. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവൻ ഒരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ട ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു. ആകാശം തുറക്കുന്ന കാഴ്ച. Again, ആകാശവും തർജ്ജിമ പെസഹ, the heavens were opened. സ്വർഗം തുറക്കുന്ന ഒരു കാഴ്ച. എന്തൊടുക്കാൻ ആത്മവിശുദ്ധ? സ്വർഗം മഴക്കാറ് കൊണ്ട് മൂടിക്കിടക്കുന്ന കാണാനല്ല, ടു വിഷ്വലൈസ് ദ ഓപ്പൺ ഹെവൻ. പത്രോസേ, ജാതികളുടെ ഇടയിലേക്ക് ദൈവസഭയെ കൊണ്ടുപോകാനുള്ള ദൗത്യം അങ്ങയിൽ നിക്ഷിപ്തമായിട്ട്, കുഞ്ഞുങ്ങളെ ഭാരതം തിരികെ പിടിക്കുവാനുള്ള ദൗത്യം കയ്യിൽ കിട്ടിയിട്ട് ആഹാരം വെക്കാൻ കാത്തിരിക്കുകയല്ലേ? കുഞ്ഞേ വാ, ഞാനൊരു ദർശനം തരാം. സ്വർഗം തുറക്കുന്നത് കാണിക്കുവാൻ ഞാനൊരു വിവശതയിലായി സ്വർഗം തുറന്നു. സ്വർഗത്തിൽ നിന്ന് തുപ്പട്ടി പോലെ ഒരെണ്ണം ഇറങ്ങി വരികയാ. അവിടുന്ന് ഒരു ശബ്ദം, എഴുന്നേറ്ററുത്ത് തിന്നുക, വേലയ്ക്കൊരു വിളി, ശുശ്രൂഷയ്ക്കൊരു വിളി. കർത്താവേ, എങ്ങോട്ടാ പോകണ്ടേ? പറയാമടാ, ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്നെണ്ണരുത്. ഇന്ന് പകൽ സ്വർഗം തുറക്കുന്ന വെളിപ്പാടുകൾ ചിലർക്ക് ലഭിക്കേണ്ടതിന് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ തടഞ്ഞു വെക്കുന്നവൻ വരട്ടെ. ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുവാൻ ദൈവസഭ തയ്യാറാകട്ടെ. പൗലോസ് കണ്ടതൊന്ന് നോക്കാം, 22:17. പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം ഒരു വിവശതയിൽ ആയി അവനെ കണ്ടു. നിൽക്കട്ടെ, ആരെയാ കണ്ടത്? യേശുവിനെ. എവിടെ വെച്ചാ ഈ കണ്ടത്? യെരൂശലേമിലെ പള്ളിയിൽ, പരീശന്മാരുടെ ഇടയ്ക്ക്. എന്തുവാ ഈ പറയുന്നേ? ഇവിടെ ഒരു വലിയ പരീക്ഷ വിഭാഗത്തിന്റെ കൺവെൻഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരുത്തം പോയി ആത്മവിദേശപ്പെട്ട് കഴിഞ്ഞാൽ പൗലോസിന് പറ്റിയത് തന്നെയാ. പക്ഷെ നിങ്ങളെല്ലാം ബഹളം വെച്ചാലും കാണേണ്ടവനെ ഞാൻ കണ്ടു. നിങ്ങൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എന്നെ വിളിച്ചവനെ ഞാൻ കണ്ടു. സ്വർഗം തുറന്നാൽ കാണുന്നത്, സ്വർഗം തുറക്കുന്നത് കാണാം, യേശുവിനെ കാണാം. മുന്നോട്ട് ഞാൻ വന്നോട്ടെ. ഇവിടെ തന്റെ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, സ്വർഗത്തിലെ ദൂതന്മാർ എല്ലാവരും കൂടെ കണ്ടു. പീറ്റർ, ജോൺ, ജെയിംസ് ആൻഡ് ദി എൽഡേഴ്സ് ഓഫ് ഹെവൻ. ഇവർക്ക് 3 പേർക്കുള്ള വേറൊരു അനുഭവമുണ്ട്. ഹുപ്നസ് എന്നാണ് അതിന് ഇട്ടിരിക്കുന്ന പേര്. ഈ വാക്കുകളുടെ അർത്ഥത്തിലേക്ക് തിരിച്ചു വരാം. ഹുപ്നസ് എന്നാണ് അവിടെ ഇട്ടിരിക്കുന്ന പേര്. ഈ 3 പേർക്കും ഉണ്ടായ, അല്ലെങ്കിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ 3 പേർക്കും സ്വർഗത്തിലെ 24 മൂപ്പന്മാർക്ക് വേറൊരു സമയത്ത് മൂപ്പന്മാർക്കും ഈ ഒരു അനുഭവം ഉണ്ടായി. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 9:32. പത്രോസും കൂടെയുള്ളവരെന്ന് പറഞ്ഞാൽ യോഹന്നാനും യാക്കോബും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. അവിടെ ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു എന്നിടത്ത് ഹുപ്നോസ് എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഹുപ്നോസ് എന്ന വാക്കാ കൊടുത്തിരിക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം ദൈവദത്തമായ ഒരു ഉറക്കം, കമ്പൽസറി ഒരുത്തന്നെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ താഴേന്ന് മറുരൂപമല കാണാൻ വേണ്ടി 3 പേരെ വിളിച്ചോണ്ട് മേളിൽ ചെന്നപ്പോൾ ഉറക്കം തോന്നുന്നു പറഞ്ഞെന്ന്? ഇതങ്ങോട്ട് കിട്ടുന്നുണ്ടോ? ഞങ്ങൾ ഒരിക്കൽ കൊറിയയിൽ പോയി. ഞാനും ഉണ്ടായിരുന്നു, ചിന്നമ്മ ഉണ്ടായിരുന്നു. അവൾക്ക് ശാരീരികമായ അസ്വസ്ഥത പലതുണ്ടായിരുന്നത് കൊണ്ട് ആരെങ്കിലും ഒരാൾ ഹെൽപ്പിന് കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ എവിടെ കിട്ടാനാണ്? ഞാനങ്ങ് വിഷമിച്ച് നിൽക്കുന്ന നേരത്താണ് കൊറിയൻ എയർപോർട്ടിലോട്ട് ചെന്ന് ഇറങ്ങുകയും ഒത്തിരി പെട്ടികളും ഇവളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കയറി ഇങ്ങോട്ട് വരുമ്പോൾ ആരെ കിട്ടും ദൈവമേ, ആരെങ്കിലും ഒരുക്കി തരേ, പരിചയമുള്ള ഒരാളിനെ കാണണമെന്ന് കണ്ടൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സുനിൽ നിൽക്കുന്നു അതിൻ്റെ കോവണിയുടെ മേളിൽ. അവൻ പിറ്റേ ദിവസമേ വരത്തുള്ളൂ എന്ന് എന്നോട് പറഞ്ഞതാ. പക്ഷെ ഒരു സർപ്രൈസിന് വേണ്ടി, എനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നതാ. പക്ഷേ എൻ്റെ ആകെ ആശ്വസിച്ചതിന് ഒരു കണക്കും കയ്യില്ലായിരുന്നു. എന്നപ്പോൾ ഞാൻ പറഞ്ഞു, പിടിച്ചോടാം മമ്മിയെ, ഞാൻ പെട്ടിയൊക്കെ ആയിട്ട് വരാം.
എവിടെയെങ്കിലും ഒരു ഹോട്ടൽ എടുക്കണം. ഞാൻ പറഞ്ഞെല്ലാം എടുത്തിട്ടേച്ചാ വന്നേ. അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. ഒരു ഹോട്ടൽ എടുത്തു. വൈകിട്ടായപ്പോഴും സുനിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞാൽ വന്നിടന്ന് ഉറങ്ങടാ എല്ലാവരും കൂടെ. അവൻ പറഞ്ഞു ഡാഡിക്ക് ക്ഷീണമാ, മമ്മിക്ക് ക്ഷീണമാ, നിങ്ങൾ ഉറങ്ങാൻ, ഞാൻ നടന്ന് നാട് കാണാൻ പോവാം. ഞാൻ പറഞ്ഞു രാത്രി കിടന്ന് ഉറങ്ങണം. അപ്പോൾ അവൻ പറഞ്ഞൊരു പദം ഓർമ്മയുണ്ട്, ഡാഡി ഇവിടം വരെ വന്നേ ഉറങ്ങാനാണോ, വീട്ടിൽ കിടന്ന് ഉറങ്ങരുതായിരുന്നു. ഞാനിവിടെ വന്നേ കൊറിയ കാണാനാ, ഒരു ശകലം നേരം നടന്നേച്ച് വരാം. നിങ്ങൾക്ക് തോന്നുന്നു അപ്പോസ്തലന്മാർ മറുരൂപമലയുടെ മണ്ടേ വരെ ഉറങ്ങാൻ പോയതാണെന്ന്? നോ, ഉറങ്ങാൻ പോയതല്ല. ഭൂമിയിൽ ഒരലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാതെ വണ്ണം വെള്ളവസ്ത്രം ധരിച്ചവനായ യേശു, കാലങ്ങൾക്ക് മുന്നമേ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയാവും, സ്വന്തം ദൈവത്തിൻ്റെ കൈകൊണ്ട് ശവമടക്കുകയും തിരിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്ന മോശയും എല്ലാവരും കൂടെ ഇറങ്ങി വരുന്ന രംഗം കാണുമ്പോൾ ഉറങ്ങത്തില്ല ആരും. ഞാൻ ഉറങ്ങത്തില്ല, പിന്നെ എല്ലാവരേക്കാളും കൂടുതൽ ഉറങ്ങുന്ന ഞാൻ ഉറങ്ങത്തില്ല. പിന്നെ ഈ രംഗത്ത് ഇവരാരും ഉറങ്ങുകയല്ലായിരുന്നു. ദേ വർ കോസ്ഡ് ടു സ്ലീപ്പ്. അവരെ നിർബന്ധമായി കിടത്തിയതാ ഹുപ്നോസ്. എന്നാ കാര്യമെന്നറിയാമോ? ഹുപ്നോസിൻ്റെ പ്രത്യേകത ഇറ്റ്സ് നോട്ട് 100% സ്ലീപ്പ്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്നാ വർത്താനം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പിടിയില്ല, കേട്ടില്ല. കാര്യം മോശ പറയുന്നത് ഏലിയാ പറയുന്നവരെ കേൾപ്പിക്കണ്ട, അതേസമയത്ത് ഈ കാര്യം കണ്ടോണം. ഭാഗികമായ ഉറക്കം, അതാ ഹുപ്നോസ്. ആ 3 പേരെയും കൂടെ ഹുപ്നോസ് ഇതേ ഉറക്കത്തിലാക്കി. പത്രോസിന് ഇത് 3-ാം പ്രാവശ്യമാണ് പത്രോസിന്. വ്യത്യസ്ത അനുഭവങ്ങളിൽ പൗലോസിനും 3-ാം പ്രാവശ്യം അല്ല, പൗലോസിന് 2 ഞാൻ എടുത്തുള്ളൂ. നമ്മൾ അടുത്തത് വെളിപ്പാട് പുസ്തകം 5:14. ഇത് ഭൂമി കൊണ്ട് തീരത്തില്ലെന്ന്, സ്വർഗത്തിൽ ചെന്നാലും ഇത് തന്നെയാണെന്ന്. വെളിപ്പാട് പുസ്തകം 5:14. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു എന്നുള്ളിടത്ത് ഹുപ്നോസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. സ്വർഗത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും മഹത്വമേറിയ സന്നിധാനത്തിൽ ആരാധിക്കുന്ന ദൈവസഭ ദൈവത്തെ ആരാധിക്കുമ്പോൾ 24 മൂപ്പന്മാരുള്ളവർ ഉറങ്ങിത്തറയിൽ, ആത്മവിശുദ്ധിയിൽ തറയിൽ. ഇതിനെ എതിർക്കുന്നവർ സ്വർഗത്തിൽ പോകുമെന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ. കഷ്ടകാലത്തിന് ചെന്നാൽ എന്നെ എടുക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. ഇതിവിടം കൊണ്ട് തീരുന്നില്ല, സ്വർഗത്തിലുമുണ്ട്. ഞാനൊരു ആത്മീയൻ എന്നതിനകത്ത് എൻ്റെ ഒരു ആശയം പറയാം. പരിശുദ്ധാത്മാവിനെ കുറിക്കുന്ന ഒരു വാക്ക് ശരിയോ തെറ്റോ എന്നെൻ്റെ ഹൃദയത്തിൽ ആരെങ്കിലും മിണ്ടുന്നതിന് മുമ്പേ മനസ്സിലാവും. സംശയമുള്ളിടത്ത് പോലും ഞാനൊരു കമൻറ്റ് പറയത്തില്ല. ചില പ്രവചനങ്ങൾ, ചിലർ ദൈവത്തിൻ്റെ നാമത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ദൈവനാമത്തിലാണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. എങ്കിലും കർത്താവിൻ്റെ നാമം ഉപയോഗിച്ചതുകൊണ്ട് കളിപ്പിക്കപ്പെട്ടെങ്കിലും ദൈവനാമത്തിലാണെന്നൊരു സംശയമുള്ളത് കൊണ്ട് എതിര് പറയാൻ ഇന്നുവരെ ഇടയായിട്ടില്ല. കാരണം ഇതിനെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ ക്ഷമിക്കപ്പെടത്തില്ല. ആ ദൈവകൽപ്പന പിന്നെ എനിക്ക് മനസ്സിലായി വന്നത്. പക്ഷേ ക്ഷമിക്കപ്പെടാത്ത പാപം ചെയ്യാതെ കൃപയാ കർത്താവ് നിർത്തി. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം നടക്കുന്നിടത്ത്, ദൈവസാന്നിധ്യം ഉള്ള ഇടത്തുള്ള ഒരനുഭവമാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഹുപ്നോസ്, ട്രാൻസ്, ഈ 2 വാക്കുകളുടെ അർത്ഥത്തിലേക്ക് പോകുകയാണ്. ഹുപ്നസ് എന്ന വാക്കിൻ്റെ അർത്ഥം വെളിപ്പാട് പുസ്തകം 5:14 നമ്മൾ കണ്ട ഹുപ്നോസ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്പിരിച്വൽ ടോർപോർ അഥവാ സ്ലീപ്പ്. വാട്ട് ഈസ് ടോർപോർ? ടോർപോർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നൗൺ അഗെയിൻ. ഇറ്റ്സ് എ ലിതർജി, ട്രോപ്പിഡിറ്റി, സ്ലഗിഷ്നെസ്, ഇൻആക്ടിവിറ്റി, ലൈഫ്ലെസ്നെസ്, ഡൾനെസ് ആൻഡ് ഹെവിനെസ്. പൂർണ്ണമായി അബോധാവസ്ഥയിലല്ല, ശരിക്കൊട്ട് ഓർമ്മയില്ല. നിങ്ങൾ ചിലർ പറയാറുണ്ട് സ്വപ്നമാണോ എന്ന് എനിക്കറിയാൻ വയ്യ, അതോ വെളിപ്പാടാണോ എന്ന് എനിക്കറിയാൻ വയ്യ. യു ആർ അണ്ടർ ഹിപ്നോസ്. ഓരോ സാഹചര്യങ്ങളിൽ ദൈവം ഇടപെടുകയാ. 24 മൂപ്പന്മാരെ നിങ്ങളെ തന്നെ അറിഞ്ഞുകൊണ്ടല്ല വീഴുന്നത്, ദൈവം നിങ്ങളെ താഴെയിടുക. അപ്പോസ്തലന്മാരെ, മൂപ്പന്മാരെ. അടുത്തത് അപ്പോസ്തല പ്രവൃത്തി 10:10 കണ്ട ട്രാൻസിന്റെ അർത്ഥം ഹാഫ് കോൺഷ്യസ്, എ സ്റ്റേറ്റ് ഓഫ് characterized by absence of response of external stimuli induced by the Holy Spirit. 3-4 വാക്കുകളുടെ അർത്ഥമാണ് ഞാൻ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പദം ഇനിയും നാഫൽ എന്ന പദത്തെയാണ് ഞാൻ ഒന്നുകൂടെ കൂടുതൽ തൊടാൻ വരുന്നത്. കാര്യം ഒരുപാട് പേര് ഇതിന് തർക്കം പറയാൻ വരുമ്പോൾ പുറകോട്ട് വീണു, മുന്നോട്ട് വീണു, ബൈബിളിൽ മുന്നോട്ട് വീണെന്ന് എഴുതിയിരിക്കുന്നു, ഇത് പുറകോട്ട് വീണു. നാഫൽ എന്ന വാക്കിനെ മുന്നോട്ട് വീണെന്നും പുറകോട്ട് വീണെന്നും 2ഉം ബൈബിളിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്.
നാഫൽ എന്ന വാക്കിനെ വെറും ഫോൾ ഡൗൺ, താഴെ വീണു എന്ന ആശയത്തിൽ പഴയ നിയമത്തിൽ 25 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. കാസ്റ്റ് ഡൗൺ, ടടക്കെന്നെടുത്ത് തറയിൽ എറിഞ്ഞു എന്ന ആശയത്തിൽ 9 എഴുതിയിട്ടുണ്ട്. ഓവർ ത്രോൺ, എൻ്റെ കാലെ പിടിച്ചെടുത്ത് തറയിലിടുക, ആ അർത്ഥത്തിൽ 5 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ലൈ ഡൗൺ, വീണ് കിടക്കുക എന്ന അർത്ഥത്തിൽ 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. കാസ്റ്റ്, എറിയുക എന്ന അർത്ഥത്തിൽ 18 പ്രാവശ്യം. ഫോൾ എവേ, അങ്ങ് തെറിച്ചുപോയി, ഇവിടെ കാണാമല്ലോ, ചിലതിനെ തൊടുമ്പോൾ തെറിച്ചു പോകുന്നത് കാണാം. ആ അർത്ഥത്തിൽ 53 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. മിസ്ലീനിയസ് ട്രാൻസ്ലേഷൻസ് 22 ഉണ്ട്. എല്ലാം കൂടെ ചേർത്താൽ 434 പ്രാവശ്യം നാഫൽ എന്ന പദം തിരുവചനത്തിൽ തിരിച്ചും മറിച്ചും എഴുതിയിട്ടുണ്ട്. മുന്നോട്ടാണോ പുറകോട്ടാണോ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ നിങ്ങൾ പറ. പിശാചിന് ആർഗ്യുമെന്റിന് കുഴപ്പമൊന്നുമില്ല. തിരുവചനത്തിൽ രേഖകളുള്ളതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ചിലർ പറയും എനിക്കൊന്നും അറിയാൻ വയ്യ, അതിനാ പറഞ്ഞു തരുന്നത്. ഞങ്ങൾക്ക് ഇതൊന്നും വായിക്കാൻ അറിയാൻ വയ്യ. എനിക്കും ഉണ്ടായപ്പോൾ അറിയാൻ വയ്യായിരുന്നു. പഠിക്കാൻ കർത്താവ് കൃപ തന്നതിൻ്റെ കാരണം, എനിക്ക് ഗ്രീക്ക് വായിക്കാമെന്നല്ല ഞാൻ പറഞ്ഞ, വായിക്കുന്ന ഫെസിലിറ്റി കർത്താവ് തന്നതിൻ്റെ കാരണം ഒരു വിഭാഗത്തെ പാപം ചെയ്യാതെ പഠിപ്പിക്കാനാണ്. പാപത്തിലേക്ക് നടത്തുവാനല്ല എൻ്റെ മേലൊരു അഭിഷേകം, പകരം പാപത്തിൽ നിന്ന് അകറ്റി മാറ്റുന്ന, അതും നിത്യപാപത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു എഡ്യൂക്കേഷൻ തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് തിരിഹിതമായതിനായി സ്തോത്രം. ഞാൻ ചരിത്രത്തിലോട്ട് കയറാം. എനിക്കത് വായിക്കത്തില്ല, വിൽ ടേക്ക് ലേറ്റർ. ഞാൻ പയ്യെ ചരിത്രത്തിലോട്ട് തിരിയാം. പെന്തക്കോസ്ത് നാളിൽ കാണാനും കേൾക്കാനും ഒക്കെയുള്ള ചിലതുണ്ടായിരുന്നു. ഇതിനകത്ത് നിങ്ങളെല്ലാം കൂടി, ഇപ്പം നമ്മളെല്ലാം കൂടി ഇതിനകത്ത് വന്നിരിക്കുക. ഇതിനകത്ത് ഇപ്പം കാണാനും ഒന്നുമില്ല, കേൾക്കാനും ഒന്നുമില്ല. പക്ഷെ ഒരു ആത്മവ്യാപാരത്തിലേക്ക് മാറിയാൽ കാണാനും കേൾക്കാനും ഒക്കെ ചിലത് കാണും. പെന്തക്കോസ്ത് നാളിൽ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞതിന് മുമ്പിലത്തെ ഞായറാഴ്ചയാണ് അവിടെയാണ് തുടങ്ങിയത്. പെന്തക്കോസ്ത് നാളിൽ കാണാനും കേൾക്കാനും ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരുടെ കയ്യാൽ അഭിഷക്തരായി കഴിഞ്ഞ ശേഷം വലിയ അത്ഭുതങ്ങൾ നടന്നു. എനിക്കും അഭിഷേകം കിട്ടിയ മറുഭാഷ പറയുമെന്ന് തന്നെയല്ല, എനിക്ക് അഭിഷേകം പറ്റിയ ഞാൻ അടുത്ത പ്രാവശ്യം ഇലക്ഷന് നിൽക്കുന്നു എന്നല്ല, നോ മോനെ, ഇതൊന്നുമല്ല. അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ വലിയ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും അവരുടെ കൈ കൊണ്ട് നടന്നിരുന്നു. ആദ്യത്തെ ദിവസം പരിശുദ്ധാത്മാഭിഷേകം നടക്കുമ്പോൾ ബഹളം കേട്ട് വന്നുകൂടിയ ഭക്തന്മാരായ പുരുഷന്മാർ, സ്ത്രീ പുരുഷന്മാർ, ഇവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേട്ട് ദൈവത്തെ സ്തുതിച്ചു. മറ്റു ചിലർ, അപ്പം അത് ഞാൻ അന്ന് ഓർക്കുന്നുണ്ടോ, എക്കാലത്തുമുണ്ട് ഒരു മറ്റു ചിലർ, ദൈവത്തെ വേണ്ടാത്ത ഒരു മറ്റു ചിലർ, ഭക്തിയില്ലാത്ത ഒരു മറ്റു ചിലർ. ആ മറ്റു ചിലർ ഇവരെ പരിഹസിച്ചു വെച്ച് പറഞ്ഞ് ഇവർ പുതുവീഞ്ഞ് കുടിച്ചതാ. ഇവിടെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഇതുവഴി നടന്നാൽ ആരും പുതുവീഞ്ഞ് കുടിച്ചതെന്ന് പറയത്തില്ല. ഇതിനകത്ത് നിന്ന് 2 പേര് സംസാരിച്ചാൽ പോലും അവർക്ക് നല്ല സുബോധം ഇല്ലയോ എന്ന് ചോദിച്ചെന്ന് വരാം. പക്ഷെ പുതുവീഞ്ഞ് കുടിച്ചതാന്ന് പറയത്തില്ല. പക്ഷെ പുതുവീഞ്ഞ് കുടിച്ചതാന്ന് പറയണമെങ്കിൽ ആത്മാഭിഷേകം നടക്കുമ്പോൾ കയറി വന്നാൽ പറയും തുള്ളലും ചാട്ടവും ഓട്ടവും വീഴ്ചയും ഉരുളിച്ചയും എല്ലാം കൂടെ കാണുമ്പോൾ പറഞ്ഞിരിക്കും. നിങ്ങൾക്കറിയാമോ, ഹോളിനെസ് മൂവ്മെന്റിന്റെ ആരംഭകാലം ലോകത്തിലെ ഹോളിനെസ് പെന്തക്കോസ്തുകാരെ ലോകം വിളിച്ച പേര് ഹോളി റോളേഴ്സ്. പെന്തക്കോസ്തുകാർക്ക് പിന്നെ പേര് കിട്ടിയേ. ആദ്യത്തെ പേര് ഇതായിരുന്നു, ഹോളി റോളേഴ്സ്. അതിനു മുമ്പേ കൊയ്ക്കേഴ്സ് ആയിരുന്നു, കുലുങ്ങുന്നവർ. പിന്നെ ഹോളി റോളേഴ്സ്, ഉരുളുന്നവർ നമ്മുടെ പേരുകളായിരുന്നു. ഓരോ ഉണർവുകൾ നടക്കും തോറും നഷ്ടപ്പെട്ട സകലതിനെയും പരിശുദ്ധാത്മാവ് തിരിച്ചു കൊണ്ടുവരികയാ. 10,000-ങ്ങൾക്ക് ലഭിക്കാത്തത്, ജനലക്ഷങ്ങൾക്ക് ലഭിക്കാത്തത് അവരുടെ കണ്ണുകൾക്ക് മറച്ചു വെച്ച ശേഷം നമുക്ക് തരേണ്ടതിന്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിക്കേണ്ടതിന് ദൈവം തീരുമാനിച്ചതിനായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ജോനാഥൻ എഡ്വേർഡ് ദൈവം അതിശക്തമായി ഉപയോഗിച്ച ഒരാളാണ്. ഇതിനപ്പുറത്ത് വല്ലതും ഉണ്ടോ? ലെറ്റ് മീ ജസ്റ്റ് ട്രൈ ദാറ്റ്സ് ഓൾ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ജോനാഥൻ എഡ്വേർഡ് ദൈവം വളരെ ഉപയോഗിച്ച ഒരാളാണ്. ഉണർവിന് വേണ്ടി ദൈവം നിർത്തിയ ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യനാണ് ജോനാഥൻ എഡ്വേർഡ്. ജോനാഥൻ എഡ്വേർഡ് ന്യൂയോർക്കിൽ നടത്തിയ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആള് ന്യൂയോർക്കിൽ ഒരു മീറ്റിംഗ് നടത്തി. ആ ന്യൂയോർക്ക് മീറ്റിംഗ് ചരിത്ര പ്രസിദ്ധമാണ്. ഉണർവിൻ്റെ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ട ഒരു മീറ്റിംഗ് ആയിരുന്നു. 1 നൂറ്റാണ്ട് പുറകിൽ, 1.5 നൂറ്റാണ്ട് പുറകിൽ. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ 2 കൈകളിലും വാളുകൾ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ കഴിവിൻ്റെ പരമാവധി വേഗതയിൽ ഞാൻ 2 കൈ കൊണ്ട് ആളുകളെ വെട്ടിയിരുന്നെങ്കിൽ, ഇരുവശങ്ങളിലേക്കും തെറിച്ചു പോകുന്നതിനേക്കാൾ ഉപരി ആളുകൾ ഇരുവശങ്ങളിലേക്കും തെറിച്ചു പോകുന്നത് കണ്ടു ഇറങ്ങി നടക്കുമ്പോൾ. അങ്ങനെ പോയി വീണവർ ചിലർ 24 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റേ, ചിലർ 48 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റത്. പക്ഷെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരെന്ന് വേറൊരു സാക്ഷ്യവുമായി അവർ പൊങ്ങി വന്നു. ഈ ദിവസങ്ങളിൽ ആത്മവിശുദ്ധിക്ക് വേണ്ടി വന്ന് നിൽക്കുന്നവർ കിടക്കാൻ റെഡിയായതുപോലെ, കർത്താവ് തന്നാൽ ആരെ കൊണ്ടും തരാനൊക്കത്തില്ല.
ആളുകൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ഉന്തി വീഴ്ത്തി തള്ളി വീഴ്ത്തി ചുമ്മാ എന്നൊക്കെ. അത് ഞാൻ മുമ്പേ ഒരു പദം പറഞ്ഞായിരുന്നു, വായി തോന്നിയത് കോതയ്ക്ക് പാട്ട. അനാവശ്യം കാണിക്കുന്നവർ കാണും, പക്ഷേ മാന്യമായി ശുശ്രൂഷിക്കുന്ന ഒറ്റയാളിൽ കയ്യിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്നെ കാണിക്കാനാ ഒന്നുന്നേ. ശുശ്രൂഷ ഇല്ലാത്തവർക്ക് ശുശ്രൂഷ കളിക്കണമെങ്കിൽ ഇതിൻ്റെ എല്ലാം ആവശ്യം വരും. താങ്ക് യു. ഇതിൻ്റെ എല്ലാം ആവശ്യം വരും. പക്ഷേ ശുശ്രൂഷ ഉള്ളവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല, ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ. 1995 കൊറിയയിൽ നടന്ന ജീക്കോവേ എന്ന മീറ്റിങ്ങിൽ വെച്ചാണ് പ്രധാനമായി ഞാൻ ഇത്രയും ഒരു എക്സ്പ്ലോഷറിലേക്ക് ആദ്യമേ വരുന്നത്. ഒന്നുകൂടെ പറയാം എൻ്റെ ഹിസ്റ്ററി. ജോനാഥാൻ്റെ അവിടെ നിൽക്കട്ടെ, വരാം, തിരിച്ചാൻ വരും. 1995 ജീക്കോവേ ഗ്ലോബൽ കൺസൾട്ടേഷൻ ഫോർ വേൾഡ് ഇവാഞ്ചലൈസേഷൻ, ജീക്കോവേ ഗ്ലോബൽ കൺസൾട്ടേഷൻ ഫോർ വേൾഡ് ഇവാഞ്ചലൈസേഷൻ എന്ന പേരിൽ 15 ദിവസം തുടർച്ചയായി നീണ്ടുനിന്ന 4000-ൽ ശിഷ്ടം മിഷണറിമാർ പങ്കെടുത്ത 160-ലധികം രാജ്യങ്ങളെ ഒന്നിച്ചു ചേർത്ത ഒരു മീറ്റിംഗ് നടന്നു. 160-ലധികം രാജ്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് ആ രാജ്യങ്ങളിൽ നിന്നായി എല്ലാ സഭാവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 4000-ൽ ശിഷ്ടം മിഷണറിമാർ ഒരുമിച്ച് കൂടി 95-ൽ ഒരു 15 ദിവസത്തെ മീറ്റിംഗ് ജീക്കോവേ നടന്നു. അവിടെ വെച്ച് ഓസ്ട്രേലിയക്കാരനായിരുന്ന ഡോക്ടർ റോട്ട്റോൺ എന്നൊരു മനുഷ്യൻ പരിശുദ്ധാത്മാവ് ഓസ്ട്രേലിയയുടെ മാനസാന്തരത്തിനും ഉണർവിനും വേണ്ടി ഇന്ന് ഉപയോഗിക്കുന്ന ഏറ്റവും പുതിയ ഉപകരണം, ആയുധം എന്ന് പറഞ്ഞ് ആത്മവിവശതയെ പരസ്യമായി പരിചയപ്പെടുത്തി. എന്നെപ്പോലുള്ള കുഞ്ഞുങ്ങൾക്ക് അവിടെ ചോദ്യം ചോദിക്കാൻ റൈറ്റ് ഇല്ല, പക്ഷെ എഴുതി കൊടുക്കാം. ഞാനൊരു ഡൗട്ട് എഴുതി കൊടുത്തു. ആത്മവിശുദ്ധ എന്നൊരു യാഥാർത്ഥ്യമാണോ? വേദപുസ്തകത്തിൽ തെളിവുണ്ടോ? ഞാൻ ഈ പറയുന്ന വാക്യമൊന്നും അന്ന് എനിക്കറിയത്തില്ല. ഇതിന് വേദപുസ്തകത്തിൽ തെളിവുണ്ടോ? കാര്യം കേരളക്കരയിൽ നിന്ന് ആ ദിവസങ്ങളിൽ പുറത്തു വരുന്ന പത്രങ്ങളിൽ പരിശുദ്ധാത്മാവിനെ നിന്ദിച്ചുകൊണ്ട് ലേഖനങ്ങളുണ്ട്. അതേസമയം ആത്മമൂവൻ്റെ ഞാൻ കണ്ടിട്ടുമുണ്ട്. ഇത് രണ്ടിലേത് ശരിയെന്ന് എനിക്കറിയാൻ വയ്യ. ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതി കൊടുത്തു. അങ്ങനെ ചോദ്യം എഴുതി കൊടുക്കുന്നവർക്ക് വേണ്ടി രാത്രികളിൽ ഒരു തിയോളജിക്കൽ ഫോറം ഇരുന്ന് മറുപടി പറയും. അവിടുത്തെ തിയോളജിക്കൽ ഫോറം എന്ന് ഞാൻ അർത്ഥമാക്കുന്നത് ഓലപ്പള്ളിക്കൂടത്തിൽ 3 കൊല്ലം 7 കൊല്ലം പഠിച്ചതല്ല. ലോകത്തിലെ 1-ാം കടം സെമിനാരികളിൽ പീറ്റർ വാഗനർ ഉൾപ്പെടെ ലോകത്തിലെ 1-ാം തരം സെമിനാറികളിൽ ഏറ്റവും ഉന്നതമായ നിലവാരം പുലർത്തുന്ന തിയോളജിയൻസ് 190 രാജ്യം അവരുടെ ഇരിക്കുന്ന ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടുന്നതാണ്. അന്ന് രാത്രിയിൽ തിയോളജിക്കൽ ഫോറത്തിൽ പങ്കെടുക്കാൻ എന്നോട് പറഞ്ഞു. ഞാനും പോയിരുന്നു. അതിനകത്ത് പ്രശസ്തരായ പലരും ഉണ്ടായിരുന്നു. എൻ്റെ ചോദ്യം എടുത്ത ശേഷം തിരിച്ച് എന്നോട് ചോദിച്ചു, എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് നിന്നു. ചോദ്യം പരസ്യമായി വായിച്ചു. പലരുടെയും പുഞ്ചിരി മാത്രം കണ്ടു. അതിനുശേഷം എന്നോടൊരു ചോദ്യം ചോദിച്ചു, നീ ഏത് സഭാവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നയാളാ? എല്ലാ സഭാവിഭാഗങ്ങളിൽ നിന്നും ആളുണ്ട്. ഞാൻ പറഞ്ഞു അസംബ്ലീസ് ഓഫ് ഗോഡ്. തൻ്റെ ഇടത്തോടെ പറഞ്ഞു. അടുത്ത ചോദ്യം, നിനക്ക് നാണയല്ലടേ ചോദിക്കാൻ? അസംബ്ലീസ് ഓഫ് ഗോഡുകാരന് പരിശുദ്ധാത്മാവ് വിഷയത്തെക്കുറിച്ച് അറിയാൻ വയ്യാന്നോ? ഡോണ്ട് യു ഫീൽ ഷെയിം ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ? ഈ പറഞ്ഞ റോട്ട്റോൺ ബാപ്റ്റിസ്റ്റുകാരനാ. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും അറിയാൻ വയ്യാത്ത ആളാ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച്. ആ മനുഷ്യനിൽ ദൈവം ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ അറിയാവുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ്. ഡോണ്ട് യു ഫീൽ ഷെയിം? വാഗണർ എന്നോട് അടുത്ത ചോദ്യം ചോദിച്ചു, വിച്ച് കൺട്രി ആർ യു റെപ്രസെന്റിങ്? നീ ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞു ഇന്ത്യ. കുഴപ്പമില്ല, ഇരുന്നോളാൻ പറഞ്ഞിരുന്നു. കുഴപ്പമില്ല. ലോകത്തിലെ പൈശാചിക ശക്തികളുടെ കുടിയിരിപ്പ് കേന്ദ്രമാണ് 1040 വിൻഡോ. അതിൻ്റെ മധ്യഭാഗത്ത് വരുന്നതാണ് ഇന്ത്യ. ഇവിടെ നിന്ന് എഴുന്നേക്കുന്നവൻ ശരിക്കും രക്ഷിക്കപ്പെട്ടതല്ലെങ്കിൽ ഈ പ്രശ്നം എല്ലാം ഉണ്ട്. 100% രക്ഷിക്കപ്പെട്ടാൽ ഈ ശല്യം അങ്ങ് മാറും. അല്ലെങ്കിൽ ഈ കുട്ടിച്ചെകുത്തന്മാർ നമ്മുടെ കൂടി ഇരിക്കും. യു ആർ ഫ്രം ഇന്ത്യ, സിറ്റ് ഡൗൺ, നോ പ്രോബ്ലം. എന്നിട്ട് പറഞ്ഞു, ഒരു ദിവസം കൊണ്ട് ഇതിനൊരു തെളിവ് പറഞ്ഞു തരുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് ആളുകളുടെ അഭിപ്രായം കേട്ടു. തിയോളജിക്കലി 100% ശരിയാണ്, 100% സത്യമാണ്. ദാറ്റ്സ് തിയോളജിക്കൽ അപ്രോച്ച്. അഭിപ്രായങ്ങൾ പറയാൻ അനുവാദമുണ്ട്. പോൾ യോഗുച്ചൗവായിരുന്നു ആദ്യം അഭിപ്രായം പറയാൻ എഴുന്നേറ്റത്. അന്ന് ഭൂലോകത്തിലെ ഏറ്റവും വലിയ സഭ, അന്ന് 8.5 ലക്ഷം അംഗങ്ങളുള്ള സഭയുടെ സീനിയർ പാസ്റ്റർ, ഇന്ന് 10 ലക്ഷം. എഴുന്നേറ്റേച്ച് ഒരു ചോദ്യം എല്ലാവരോടും കൂടെ ചോദിച്ചു, ഭൂമിയിൽ വളരുന്ന സഭകളിൽ ഇത്തരം ആത്മീക ശുശ്രൂഷകൾ ഉപയോഗിക്കാത്ത സഭകൾ ഉണ്ടോ? എനിക്ക് ഒരു പിടിയിലാണ് ആദ്യം കേൾക്കുക ഇങ്ങനൊരു ചോദ്യം. ഭൂമിയിൽ വളരുന്ന സഭകളിൽ ഇത്തരം ആത്മീക ശുശ്രൂഷകൾ ഉപയോഗിക്കാത്ത സഭകളുണ്ടോ?
ഞാൻ പെന്തിക്കോസിലായത് മുതൽ, ബുദ്ധമതം വിട്ട് ക്രിസ്ത്യാനി ആയത് മുതൽ ഞാനിത് കണ്ടു വളരുക. ഇതാ ഇല്ലാത്തവരും ഉണ്ടോ ഭൂമിയിലെന്ന്. രണ്ടാമത്തെ ചോദ്യം ജോയൽ ഓസ്റ്റന്റെ പിതാവ് ജോൺ ഓസ്റ്റനായിരുന്നു. രണ്ടാമത്തെ ചോദ്യം. പ്രയോജനപ്പെടുന്ന ശുശ്രൂഷകന്മാരിൽ ഈ ശുശ്രൂഷ ചെയ്യാത്തവരാരേലും ഉണ്ടോ? ഞാൻ ഇതുവരെ അങ്ങനെ ആളിനെ കണ്ടിട്ടില്ലല്ലോ. വാട്ട് ആർ യു ടോക്കിംഗ് മാൻ? പ്രയോജനപ്പെടുന്ന ശുശ്രൂഷകന്മാരുടെ കൂട്ടത്തിൽ ഇത്തരം ശുശ്രൂഷകൾ ചെയ്യാത്തവരുണ്ടോ? ഞാൻ ശുശ്രൂഷയുടെ ആരംഭകാലം മുതൽ കണ്ടുകൊണ്ടിരിക്കുക, നിഷ്പ്രയോജനരെവിടെ? പ്രയോജനപ്പെടുന്നവരുടെ കൂട്ടത്തിൽ. പ്രയോജനപ്പെടുന്നത് എന്തുവാ? ഫലം കായ്ക്കുക. നിങ്ങൾക്കറിയാം, അതിനുശേഷമാണ് ഞാൻ ആരെങ്കിലും ഉപദേശപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വന്നാൽ ചോദിക്കാറുള്ളത്, കഴിഞ്ഞ 5 വർഷം കൊണ്ട് എത്രായിരം അക്രൈസ്തവരെ കർത്താവിന് വേണ്ടി നേടി, മിക്കവരും 0 നേടി. അവരാ വർത്തമാനം പറയാൻ വരുന്നേ. താങ്കളുടെ ഉപദേശത്തിൽ ഞാൻ കുടുങ്ങിപ്പോയാൽ ഞാനും താങ്കളെപ്പോലെ ഫലശൂന്യനായി പോകത്തില്ലേ? ദൈവം തന്നത് ചെയ്യുവാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം. ജോനാഥൻ എഡ്വേർഡ് ഒരു ഉണർവ് കൊണ്ടുവന്നു. ഭൂലോക ചരിത്രത്തിൽ ഏറ്റവും അധികം ആളുകളെ സ്നാനപ്പെടുത്തി എന്നറിയപ്പെടുന്ന ജോൺ വെസ്ലി ആത്മവിശ്വാസ ശുശ്രൂഷ ചെയ്തു വന്നു. ചാൾസ് ഫിന്നി ആത്മവിശ്വാസ ശുശ്രൂഷ ചെയ്തു വന്നു. ലോകമറിയപ്പെടുന്ന ഏത് ശുശ്രൂഷകനും ചെയ്തു വന്നു. തന്നോട് ചേർന്ന് ചെയ്ത ഒരു അതിശക്തന്റെ ചരിത്രം ഇവിടെ കിടപ്പുണ്ട്. താങ്ക് യു ഫോർ ദിസ്. Benjamin Franklin, founding father of America, he has contributed greatly to the invention of electricity. ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിക്കുന്ന ഒരാളിനെ, അല്ലെ കണ്ടുപിടിച്ച ഒരാളിനെ ഇവിടെ കിട്ടിയതുകൊണ്ട് സ്വത്രം. ഫ്രാങ്ക്ലിൻ ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്തത്തിൽ ഏറ്റവും പ്രയോജനപ്പെട്ട മനുഷ്യരിൽ ഒരാളാണ്. അദ്ദേഹം ജോർജ് വൈറ്റ്ഫീൽഡ് എന്ന കർത്താവിൻ്റെ ദാസന്റെ കയ്യിൽ നിന്ന് ആത്മാഭിഷേകം പ്രാപിക്കുകയും ആത്മവിശുദ്ധയിൽ വീഴുകയും തുടർന്ന് ആത്മവിവശത പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു വന്നു. മുന്നേ ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുവാൻ ലോകത്തിൽ ഇത് ഉപയോഗിക്കാത്തവരാരും കാണുകയില്ല. വളരെ വളരെ അപൂർവം ആളുകൾ ഒഴിച്ചാൽ അവർ എങ്ങനെയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ആണ്ട് കിടക്കുന്ന പടങ്ങളെ ലോകത്തെ ഇളക്കിയ ശാസ്ത്രജ്ഞന്മാർ ഇതിൻ്റെ ഭാഗമായിരുന്നു. അവരൊക്കെ പരിശുദ്ധാത്മാവിന് കീഴടങ്ങി. ഞാൻ ഒത്തിരി പേരുടെ കാര്യം എടുക്കുന്നില്ല. അവരൊക്കെ വലിയ വിദ്യാഭ്യാസമുള്ളവരാ. ഒരു കഴിവില്ലാത്ത നമ്മളിൽ ചിലരെയും കൂടെ ഇവരോട് ചേർത്തൊട്ടിക്കുവാൻ പിതാവിന് തിരിഹിതമായി. മനസ്സിലാകുന്നുണ്ട്? വലിയ ദൈവത്തിന് ദാസനെന്നും ദാസിയെന്നും വ്യത്യാസമില്ല, അപ്പച്ചനെന്നും മക്കളെന്നും വ്യത്യാസമില്ല, യുവാവെന്നും യുവതിയെന്നും വ്യത്യാസമില്ല. യാചിക്കുന്നവർക്ക് വേണ്ടി നൽകുവാൻ, തന്നാൽ അതിൻ്റെ ഗൗരവത്തിൽ പ്രാപിക്കാം. ഞാൻ 1ാം ക്ലാസ് വരെ പഠിച്ചത് കൊണ്ട് പള്ളിക്കുടുത്തി പോയി എന്ന് പറഞ്ഞ് തിരിച്ചു പോരാതെ ഗോ ടു ദ ഹയർ ലെവൽസ്. പണ്ടൊരിക്കൽ പ്രാർത്ഥിച്ചപ്പോൾ ശരീരത്തിൽ ചൂടായി എന്ന് പറഞ്ഞ് നിർത്താതെ, വേറൊരിക്കൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ 2 മറുഭാഷ വന്നെന്ന് പറഞ്ഞ് നിർത്താതെ, അത് തന്നെ ശരിയോ എന്ന് ആർക്കറിയാം, നിർത്താതെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി സമർപ്പിക്കാം. വയലുകൾ വെളുത്ത് കിടക്കുന്നു, കൊയ്ത്ത് വിശാലമാ, വേല വിശാലമാ, ആവശ്യങ്ങൾ വിശാലമാ. നമ്മൾ ചെറുതിൻ്റെ പുറകെ സെറ്റ് ഡൗൺ ചെയ്യാതെ വലുതിൻ്റെ പുറകെ പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഇവിടുന്ന് ആമ്പൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. നമ്മുടെ ഇവിടുന്ന് ഒരു 100 മൈൽ അടുത്തായിരിക്കും അല്ലേ ആമ്പൂർ. ആമ്പൂർ അറിയാവുന്ന എത്ര പേരുണ്ട്? ഒത്തിരി പേർക്ക്. എത്ര ഉണ്ട്? 100 കിലോമീറ്റർ ആണ് വലിയ 160. 1985 ആമ്പൂരിൽ ഞാനൊരു കൺവെൻഷന് പോയി. അന്ന് നമ്മുടെ ചർച്ചിലുണ്ടായിരുന്ന തമിഴ് സംസാരിക്കുന്ന ഒരു ആമ്പൂരുകാരൻ സഹോദരൻ വിളിച്ചതുകൊണ്ട് പോയതാണ്. എന്നോട് പറഞ്ഞു, ഒരു മാസത്തിൽ ഒരിക്കൽ ആമ്പൂരിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ്, എല്ലാ മാസവും മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിംഗ് ചെല്ലാൻ പറഞ്ഞാൽ വിളിച്ചത്. അവിടെ ചെന്നു. എൻ്റെ പേര് റവറൻഡ് എം എ വർഗീസ് എന്ന് വെച്ചാൽ അന്ന് എനിക്ക് ഓർഡിനേഷൻ ഇല്ല, ഞാൻ വെക്കരുതെന്ന് ഞാൻ പറഞ്ഞു. വെക്കത്തില്ലെന്ന് അങ്ങേരും പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ നോട്ടീസ് അടിച്ചിരിക്കുന്ന റവറൻഡ് എം എ വർഗീസ് എന്ന. ചെയ്യരുതെന്ന് പറഞ്ഞു, ചെയ്യത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞു എന്നെ കളിപ്പിച്ചതാണ്. കാരണം ഒരു ലൂതറൻ ചർച്ചും ഒരു CSI ചർച്ചും കൂടെ ചേർന്ന് നടത്തുന്ന കൺവെൻഷനാണ്. 2 പേർക്കും അടുത്തടുത്ത് പള്ളികളുണ്ട്, നടുക്കൊരു വലിയ മൈതാനമുണ്ട്. ഇതിനകത്തെ ആളുകളാണ് കൂടുന്നത്. അവരെ അംഗീകരിക്കണമെങ്കിൽ ഇങ്ങനെ അടിക്കണം. അതിനായി ഈ മനുഷ്യൻ എന്നെ ചതിച്ചതാണ്. 2 ആട്ടെ കൺവെൻഷൻ നിന്നു. ഞാൻ അവിടെ ചെന്നതിൻ്റെ സംഘാടകരോട് ചോദിച്ചു, കഴിഞ്ഞ മാസം എല്ലാ മാസവും ഓർക്കുണ്ട് ഇവിടുത്തെ പ്രസംഗ വിഷയം എന്തുമായിരുന്നു? രക്ഷ. നല്ലത്. അതിൻ്റെ മുമ്പിലത്തെ മാസം രക്ഷ.
അതിൻ്റെ മുമ്പിലത്തെ മാസം രക്ഷ, അതിൻ്റെ മുമ്പിലത്തെ മാസം രക്ഷ. 5-6 വർഷമായി ഞാൻ പറഞ്ഞു ആദ്യം നല്ല പ്രസംഗം എല്ലാം രക്ഷയാണ്. അല്ലാത്തവൻ 2 ഇവിടുന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ. എല്ലാം 2ാം ക്ലാസ്സിൽ നിൽക്കുകയാണ്, അതിൻ്റെ മേളിലോട്ട് ഒരുത്തം കളന്നിട്ടില്ല. പറഞ്ഞു ഞാനും ഇപ്പോൾ രക്ഷ തന്നെ പ്രസംഗിച്ചു പോകാനാണ്, പിന്നെ ഞാൻ എന്നെ കാണിക്കാൻ ഇവിടം വരെ വന്നു. അതുകൊണ്ട് ഞാൻ സ്നാനവും പരിശുദ്ധാത്മാഭിഷേകം പറയാം. പുള്ളി പറഞ്ഞു ഒടുവിലത്തെ ദിവസമേ സ്നാനം പറയാതെ പരിശുദ്ധാത്മാഭിഷേകം മുമ്പേ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ ഓർഡർ തിരിച്ചാ. ലാസ്റ്റ് ദിവസം അവരാരെങ്കിലും പ്രസംഗിക്കട്ടെ, എനിക്ക് വേണമെന്നില്ല. എനിക്കറിയാവുന്നത് പറയാം. ഞാൻ സ്നാനം പറഞ്ഞു തുടങ്ങിയപ്പോൾ സേതയിലിരുന്നവർ 2-3 പേര് എഴുന്നേറ്റ് പോകുന്നത് കണ്ടു, വലിയ ആളുകൾ. പക്ഷേ ഭൂതങ്ങൾ ഇളകാൻ തുടങ്ങി. സ്നാനമേ പ്രസംഗിച്ചുള്ളൂ, ഭൂതങ്ങൾ ഇളകി. 8:30 നിർത്തേണ്ട മീറ്റിംഗ് 9:30 കഴിഞ്ഞു, 10:30 കഴിഞ്ഞു. ഭൂതത്തെ പറഞ്ഞു വിട്ടിട്ട് പോകാൻ ഒക്കുന്നില്ല, ഇതുങ്ങൾ വരിക. അപ്പോഴാണ് കാണുന്നത് ഗ്രാമവാസികൾ വരുന്നതേ ഉള്ളൂ ഭൂതങ്ങളുമായിട്ട്. രാത്രി 2:30 മണി കഴിയുന്നത് വരെ ഭൂതം ഇളകിക്കൊണ്ടിരുന്നു. 2:30 മണി കഴിയുന്നത് വരെ. അതിനോടകം പലരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. ആമ്പൂരിൽ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട പെന്തക്കോസ്ത് സഭകളുണ്ട്. മനസ്സിലാകുന്നു? ഈ പൊതുസ്ഥലത്ത് ഓപ്പണാകുന്നുണ്ട് ഞാൻ പറയുക. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊട്. വേറെ ആരെയും നോക്കാതെ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ആത്മവിശ്വാസത്തെക്കുറിച്ച് ഇതിൽ കൂടുതൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ ആവശ്യത്തിനുള്ളതായി ചരിത്രമുടനീളം എടുത്താൽ പെന്തക്കോസ്ത് നാൾ മുതൽ ഇന്നുവരെ പരസ്യമായി പലയിടത്തും കണ്ടിട്ടില്ലെങ്കിലും ഈ ശുശ്രൂഷ നിലവിലുണ്ട്. കാര്യം ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ്. ദൈവം നിത്യനാ. ദൈവത്തോട് സഹകരിക്കുന്നവർ ആയതിനു വേണ്ടി ഏൽപ്പിച്ചുകൂടെ. ആത്മവിശ്വതയിൽ താഴെ വീഴുന്നവരുടെ ശരീരം നോക്കത്തില്ലയോ? ഞാൻ വീണിട്ടുണ്ട്, ഒറ്റ സന്ദർഭത്തിലേ ഉണ്ടായിട്ടില്ല. അത് ഇതുപോലെ കാർപ്പറ്റിൻ്റെ പുറത്തായിരുന്നു. എനിക്കില്ല. പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ആത്മവിശ്വയ്ക്ക് വീഴണമെന്ന് എനിക്ക് ആശയമുണ്ട്. ചിലർ വരെയും വീഴാൻ വേണ്ടി പോയി നിന്നു കൊടുക്കും. അതിനാണ് ഞാൻ പോകുന്നത്. ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് വന്നിട്ടില്ല, ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നത്. സ്നാനപ്പെടാൻ വന്നിട്ടില്ല ഞാൻ മുക്കിയത്. ഞാൻ വന്നത് അതിന് സംശയം തന്നെ. ഞാൻ പിന്നെ ദൈവത്തോട് മറുതലിച്ച് നടക്കണമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളെ പോലെ ആകണോ? നിങ്ങൾ വീഴാൻ വേണ്ടി പോയി നിന്ന് ആന്നിടും. അതിനാണ് ഞാൻ വന്നേ. അതെനിക്ക് അനുഭവിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്തിനാ സെറ്റിൽ ചെയ്യേണ്ടതിനേക്കാൾ താണതിനകത്ത്? വൈ ഷുഡ് ഐ ഗോ ഡൗൺ? കഴിയുമെങ്കിൽ. പക്ഷെ ഒത്തിരി ഇടത്ത് എന്തിനും ദൈവം എനിക്ക് തന്നില്ല. പിന്നെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ വീണില്ല. ഒരിക്കൽ റോജർ ഓസ്മേ എനിക്കും കൂടെ ഒരുമിച്ച് ഒരു മീറ്റിംഗ് കിട്ടി. ഒരു ഹോട്ടലിലെ 2 അടുത്തടുത്ത റൂമുകളിൽ ഞങ്ങൾ പാർത്തിരുന്നു. ആദ്യത്തെ ദിവസത്തെ കൺവെൻഷനിൽ ആദ്യം ഞാനും പിന്നെ റോജർ ഓസ്മയും പ്രസംഗിച്ചു. 2ാമത്തെ ദിവസത്തെ കൺവെൻഷനിൽ ആദ്യം റോജർ ഓസ്മയും പിന്നെ ഞാനും പ്രസംഗിച്ചു. 3ാമത്തെ ദിവസത്തെ കൺവെൻഷനിൽ ആദ്യം ഞാനും പിന്നെ റോജർ ഓസ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞുമായിരുന്നു. ഹോട്ടൽ റൂമിൽ വെച്ച് അദ്ദേഹം എനിക്ക് വേണ്ടി 2-3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഓസ്മ ഞാൻ വീണിട്ടില്ല, എനിക്കൊന്ന് വീണമെന്ന് ആശയമുണ്ട്. ഞാനിത് ഐ ബിലീവ് ഇറ്റ് 100%. എനിക്കതൊരു ആശയം ഒത്തിട്ടില്ല. ഞാൻ ബെന്നീനിൻ്റെ അടുക്ക വരെ പോയതാ, ഒത്തില്ല, വീണില്ല. റോജർ ഓസ്മ പറഞ്ഞു ആയിലെന്നെ ഇങ്ങോട്ട്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിന്ന പോലെ നിന്നു, അരകല്ലിരുന്ന പോലെ ഞാനിരുന്നു. 2 പ്രാർത്ഥിച്ചു, 3 പ്രാർത്ഥിച്ചു. പുള്ളി പറഞ്ഞാൽ ഇനിയും പിന്നെ നോക്കാമെന്ന്. 2ാമത്തെ രാത്രിയിലാണെന്ന് തോന്നുന്നു. 2ാമത്തെ രാത്രിയിൽ ഞാൻ ആദ്യം എൻ്റെ മെസ്സേജ് കഴിഞ്ഞ് സ്റ്റേജിലോട്ട് മാറിയിരുന്നു. അവിടെ സ്റ്റേജിൽ തന്നെയാണ് കസേര. റോജർ ഓസ്മ 2ാമത്തെ മെസ്സേജിന് എഴുന്നേറ്റു. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് റോജർ ഓസ്മ എൻ്റെ നേരെ തിരിഞ്ഞു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിരുന്നത്. അപ്പ് വർഗീസ്, കമോൺ വർഗീസ്. കോളർ മൈക്കായിരുന്നത് കൊണ്ട് 2 കൈയും ഫ്രീയാ. കമോൺ വർഗീസ്. ഞാൻ എഴുന്നേറ്റ് ചെന്നു. ഇങ്ങനെ ഒന്ന് വീശുന്നത് കണ്ടു. ഞാൻ പുറകോട്ട് തെറിച്ചു. എനിക്കറിയാം. ഞാൻ എഴുന്നേറ്റ് ആദ്യം ചെയ്ത് സുനിലിനെ ഫോൺ ചെയ്യായിരുന്നു. വീണടാ എന്ന് പറയാൻ. ഒരു റെക്കോർഡ് ഭേദിച്ചു. അവൻ നേരെ എന്നോട് ചോദിച്ച പ്രത്യേക അനുഭവം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു ഒരു പിടിയില്ല. ഇതെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി മീറ്റിംഗ് കഴിഞ്ഞ്, മീറ്റിങ്ങിന് ഇടയ്ക്ക് വിളിച്ചറിഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞ് ഞാനിതിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയ ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം. ഞാനൊരു തടിക്കഷ്ണം പോലെ കിടന്നതല്ലാതെ യാതൊന്നും ഉണ്ടായില്ല. പക്ഷേ ബെഥേലേജി ചർച്ച് ഭൂമിയിലെ 1ാമത്തെ മലയാളി പെന്തക്കോസ്ത് ചർച്ചായി. നിങ്ങൾക്കിത് കിട്ടുന്നുണ്ടോ? നിങ്ങളിലുള്ള എന്നിലുള്ള പ്രത്യാശയെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന ഏവനോടും സാവധാനവും പ്രത്യുത്തരവും കൊണ്ട്, സാവധാനതയും ഭയഭക്തിയും കൊണ്ട് പ്രത്യുത്തരം പറയാനുള്ളത് ബൈബിളിൽ നിന്ന് കണ്ണു തുറന്നു കിട്ടി. ഞാനന്ന് നോക്കിയിട്ട് വീഡിയോ മൊത്തം ചെക്ക് ചെയ്ത് എനിക്ക് ഒന്നും കാണാനില്ലായിരുന്നു. റോജർ ഓസ്മയെ പിന്നെ കണ്ടു കാണും, കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. ഞാനൊരു കടപ്പാട് പറയാനും പോയിട്ടില്ല. അദ്ദേഹത്തിനോട് ഞാനോ അഭിഷേകം ചെയ്തൊന്നും പറയാനും വന്നിട്ടില്ല. ഒന്നുമില്ല. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിങ്കിൽ നിന്ന് നേരിട്ട് പ്രാപിക്കണം.
മാധ്യമങ്ങളായി ദൈവം ചിലരെ ഉപയോഗിച്ചെന്ന് വരും. ഇതിനെതിരെ പിശാചിന് ഭയങ്കര വൈരാഗ്യമുണ്ട്. ഒരു വെബ്സൈറ്റിൽ ഇന്ന് എന്നോട് സഹോദരന്മാരും പറഞ്ഞു, ഞാൻ തന്നെ കണ്ടതാണ്, അനന്യാസും സഫീറയും വീണത് ഇതിനകത്താന്ന് പറയുന്നവരുണ്ട്. എടാ, നിങ്ങളെക്കാൾ കട്ടിയല്ലേ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചെകുത്താൻ വീണതുപോലെ ഇതെന്ന് പറയുന്ന ചെകുത്താന്മാർ. അതൊക്കെ പലരും പറയും. അനന്യാസും സഫീറയും വീണത് ഇതുപോലെയാണെന്ന് തെളിയിക്കത്തക്ക ഒരു ഒറ്റ തെളിവ് ബൈബിളിലില്ലെന്നേ. ബൈബിളിലും ഇല്ല, ചരിത്രത്തിലും ഇല്ല. അത് അയാളുടെ മനോമുഖരത്തിൽ പിശാചിട്ട് കൊടുത്ത ഒരാശയം ആരാണ്ട് വിക്കിപീഡിയയിൽ എടുത്തെറിഞ്ഞു. ഇതിൽ കവിഞ്ഞ കാര്യമൊന്നുമില്ല. ഇന്ന് ന്യായവിധിയുണ്ട്, അന്നും ഉണ്ട്. പി മാത്യു, ഞാൻ ആ പേരും പരസ്യമായി പറഞ്ഞുപോയി. അപ്പച്ചൻ ഇന്ന് ഭൂമിയിലില്ല, നിത്യതയിലേക്ക് പ്രവേശിച്ചു. അപ്പച്ചൻ ഒരിക്കൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു. തൃശ്ശൂർ ഏരിയയിൽ സ്ഥലപ്പേര് ഞാൻ ഓർക്കുന്നുണ്ട്. അവിടുത്തെ കാര്യം ഇതിനകത്ത് ഇരിപ്പുണ്ട്. എൻ്റെ കൂട്ടുകാരുണ്ട്, എനിക്കെല്ലാം അറിയാം. ഒരു മീറ്റിങ്ങിൽ ഒരു സഹോദരി വന്നു. ആ മീറ്റിങ്ങിൽ കൺവെൻഷനാണ് ഞാൻ പോയത്. കൺവെൻഷൻ കഴിഞ്ഞ ശേഷം രാത്രിയിൽ കുറച്ച് നേരം ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ്, അതുവരെ ആഹാരം കഴിക്കാതെ വന്നവരാരും ആഹാരം കഴിക്കരുതേ എന്നൊക്കെ പറഞ്ഞ് ഒരു ഉപദേശി അനൗൺസ് ചെയ്ത്. അങ്ങനെ എനിക്കൊന്നും തന്നില്ല. കുറച്ച് പേര് ഉപവസിക്കാൻ വന്നിരുന്നു. ആ കൂട്ടത്തിൽ ഒരു സഹോദരി, ഒരു ചെറുപ്പക്കാരത്തി വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. തിരിച്ചു വന്ന് ഒരു പായെടുത്ത് ഒരു ഭിത്തിയുടെ ഇറമ്പിലോട്ടിട്ട് കാലിൽ നീട്ടി ഒരു ഇരിപ്പിരുന്നു. നിൻ്റെയൊക്കെ ഊവാദം. പ്രസംഗകനൻ ഇവരെക്കാളും ചൂടായിരുന്നു. അങ്ങേര് മുഷിഞ്ഞ് സംസാരിച്ചു. ഇവരുടെ ഭർത്താവ് കയറിയേറ്റു കാത്തിരിപ്പയോഗത്തിൻ്റെ ഇടയ്ക്ക്. പി മാത്യു ചാൻ എഴുന്നേറ്റു. ഞാൻ പി മാത്യു ചാനെ നായിസിൽ ആദ്യം കാണുക, പിന്നെ ഞാൻ ബന്ധം വിട്ടിട്ടില്ല. ആദ്യം കാണുക. ചാൻ എഴുന്നേറ്റു. അച്ഛനൊരു ചോദ്യം ചോദിച്ചു. വാലിവക്കാരും ഇല്ലടാ ഇവിടെ? ഒരു തമിഴ് ചൊവയുണ്ട്. വാലിവക്കാരും ഇല്ലടാ ഇവിടെ? പൊക്കട അവിടെ പായോടെ എടുത്തിട്ടാ വെളിയിലെന്ന് പറഞ്ഞു. ഇന്ന് ബഹളമാകുമെന്ന് ഓർത്തു. പക്ഷേ പിൻ ഡ്രോപ്പ് സൈലൻസ്. ആരും മിണ്ടിയിട്ടില്ല, അനങ്ങിയിട്ടില്ല. അവരും ഭർത്താവ് എഴുന്നേറ്റ് പോയി. ചർച്ച് മൊത്തം സ്ഥലം വിട്ടു. പിൻ ഡ്രോപ്പ് സൈലൻസ്. എല്ലാവരും ഭയന്നാവുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്റ്റർ ജോസിനോട് ചോദിച്ചു. അദ്ദേഹം മീറ്റിംഗ് നടത്തി. ഞാൻ എന്താ പാസ്റ്റർ? അയ്യോ, എൻ്റെ വായിൽ നിന്നൊരു വാക്ക് വീണതാ. ഇത് പി മാത്യു ചാനാ. അന്നേരത്തെ ഞാൻ ഈ പേര് കേൾക്കുന്നേ. നമ്മുടെ പാട്ടുപുസ്തകങ്ങൾക്കകത്ത് PPM എന്ന് എഴുതിയിരിക്കുന്ന ചില പാട്ട് കാണും. PPM, പി മാത്യു എന്ന്. അച്ഛൻ എഴുതിയ പാട്ടാ. അച്ഛൻ്റെ വായിൽ നിന്നൊരു വാക്ക് വീണതാ. പേടിച്ചു എല്ലാവരും. പിറ്റേ ദിവസം നേരം വെളുക്കുന്നതിന് മുമ്പത്തെ വാർത്ത സഫീറെ കൊണ്ടുപോയി, അവളെ കൊണ്ടുപോയെന്നായിരുന്നു. അതാ അച്ഛൻ ചോദിച്ചേ. ബാല്യക്കാരില്ലേടെന്നാ അച്ഛൻ മീൻ ചെയ്ത്. മനസ്സിലായോ? സഫീറക്കളി വേറെ. ആ രാത്രിയിൽ ഹാർട്ട് അറ്റാക്ക് അവൾ പോയി. എൻ്റെ കൺവെൻഷനും കഴിഞ്ഞു. ആ ചർച്ചിൽ ശവസംസ്കാരത്തിന് പോകുന്നു, കൺവെൻഷൻ വരുന്നു. അനന്യാസിൻ്റെ സഫീറയുടെയും കാലത്ത് ഭൂമിയിൽ ഭീതി വ്യാപരിച്ചതുപോലെ, സഭയിൽ ഭീതി വ്യാപരിച്ചതുപോലെ ദൈവസഭയിൽ ഭീതി വ്യാപരിക്കേണ്ടതിന് ദൈവം ചിലത് ചെയ്യട്ടെ. പക്ഷെ ദൈവജനത്തിന് ദോഷമായി പരിശുദ്ധാത്മാവ് മാറാതിരിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പാദത്തിങ്കിൽ വീഴാം. അങ്ങ് എൻ്റെ ഇങ്ങേ എൻ്റെയും കാണിച്ചു തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞ വാചകം മനസ്സിലായോ? കാലും നീട്ടിയിട്ട് ഭിത്തിയിലോട്ട് ചാരിയിരുന്ന അതൊരു വലിയ പാപമൊന്നുമല്ല. രാത്രിയിൽ ഒരു 12 മണി കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ, പക്ഷേ അപമാനിക്കാൻ വേണ്ടി ഇരുന്നതാ, പ്രതികരിക്കാൻ വേണ്ടി ഇരുന്നതാ. ഞാൻ എഴുന്നേറ്റ് ചോദിച്ചു, അദ്ദേഹം മരിച്ചുപോയി. ഇന്നില്ല. വാലിവക്കാരും ഇല്ലേടാ ഇവിടെ? തൂക്കട അവളെ. ആ പദം ഞാൻ ഓർക്കുന്നു. തൂക്കട അവളെ, പായോടെ എടുത്ത് പുറത്തിട്. ബാല്യക്കാരെടുത്തുകൊണ്ട് പോയി. അന്നേരത്തെ അവൾ എഴുന്നേറ്റ് പോവുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് കൊടുക്കേണ്ട ഭയം കൊടുക്കാം. ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം. നന്ദി കാണിക്കേണ്ടടുത്ത് നമുക്ക് ദൈവത്തോട് നന്ദി കാണിക്കാം. ഭയത്തോടും അതേസമയം ഭക്തിയോടും ബഹുമാനത്തോടും ധൈര്യത്തോടും എല്ലാം ഒരുമിച്ചാണ് വരുന്നത് കേട്ടോ. ധൈര്യത്തോടും കൂടെ കൃപാസനത്തെങ്കിലേക്ക് അടുത്തു വരുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. ഒരു പാസ്റ്റർ ടി സാങ്കുട്ടി ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം നിത്യതയിലാണ്. അദ്ദേഹം ഒരു ചക്രവർത്തിയെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു. എനിക്കൊന്ന് ഹിറ്റ്ലറോ അതുപോലുള്ള വലിയ പാർട്ടിയാരുണ്ട്, ഭയങ്കര കപ്പടമീശയൊക്കെ ഉള്ള ആളാണ്. ഹിറ്റ്ലറുടെ അടുക്കലെങ്ങും ആരും പോകില്ല, അതുപോലുള്ള ചക്രവർത്തിമാരുടെ അടുക്കലെങ്ങും ആരും പോകില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ
കൊട്ടാരത്തിൻ്റെ വെളിയിൽ വന്ന് നിന്ന് ആരോ ഒരാൾ ചക്രവർത്തിയെ ഒന്ന് കാണാൻ വന്നു. ഇങ്ങനെ കൊച്ചുമോൻ അതിലെ ഓടിക്കളിച്ച് നടന്നപ്പോൾ ചെറുക്കെന്ന് വെച്ചാൽ എന്നാ വന്നതെന്ന് വെച്ചാൽ ചക്രവർത്തിയെ കാണാൻ വന്നതെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആ ശിശു പോലെ, അവനേക്കാളും ചെറുതായിരിക്കും. അവനെ ഓടി വന്ന് കൊട്ടാരം സൂക്ഷിപ്പുകാരോട് പറഞ്ഞു അപ്പനെ കാണാൻ ആൾ വന്നിട്ടുണ്ട്, കയറ്റി വിടാൻ പറഞ്ഞു. അവനൊന്നും പറ്റുകയില്ലെന്ന് പറഞ്ഞു. അവൻ ചെന്ന് അപ്പനോട് പറഞ്ഞാണ്ട് ഒരാൾ വെളിയിൽ വന്നിരിക്കുന്നു, വന്ന് കാണാൻ പറഞ്ഞു. ഇയാൾ വരികയില്ല, മീശക്കിങ്ങി പിടിച്ചു. ചക്രവർത്തിയുടെ മീശക്കിങ്ങി പിടിച്ചു. അയാൾ പുറകെ പോവും, കാര്യം കൊച്ചുമോനാ. സ്നേഹത്തോടെ, സ്വാതന്ത്ര്യത്തോടെ, ഭയം കൂടാതെ. പക്ഷെ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ അടുക്കൽ വരുമ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു സാധാരണ പ്രതലത്തിലല്ല, ദഹിപ്പിക്കുന്ന അഗ്നിയുടെ അടുക്കലാണ്. ആത്മവിശുദ്ധ കാര്യമായി നടക്കണം. ആത്മവിശുദ്ധ ഒരു ദേശത്തധികം സംഭവിച്ചാൽ, ആ ഒരു സഭയിൽ സംഭവിച്ചാൽ സഭ വളരും. ഒരു ദേശത്തധികം സംഭവിച്ചാൽ അവിടെയുള്ള ശക്തികൾ പൊട്ടും. ഇന്ന് പകൽ ചിലതൂടെ പൊട്ടിക്കിട്ടുവാൻ നമുക്കിതിനു വേണ്ടി ഏൽപ്പിക്കപ്പെടും. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമോ നല്ല പറഞ്ഞ് ഇപ്പോൾ പ്രാർത്ഥിച്ചാലും നടക്കും, പക്ഷേ നേരം കുറച്ചെടുക്കും. ഈ ദിവസങ്ങളിൽ പ്രോക്സിമിറ്റി ഹീലിംഗ് എന്ന് ഞങ്ങൾ വിളിക്കുന്ന നിഴൽ വീഴുന്ന രോഗികൾ സൗഖ്യമാകണം. ഇതിനകത്ത് നിഴലെങ്ങും കിട്ടത്തൊന്നുമില്ല, പക്ഷേ ഇതിനകത്തൂടെ ശുശ്രൂഷകന്മാർ നടക്കുമ്പോൾ ഇതിനകത്ത് രോഗസൗഖ്യം നടക്കും. എൻ്റെയും നിങ്ങളുടെയും അരികിലൂടെ വരുന്ന ചിലർ ആത്മവിശുദ്ധയിൽ തറയിൽ വീഴും. കാണുന്ന പൈശാചിക ശക്തികൾ അലറിക്കൊണ്ട് മാറും. ഒരു പുതിയ ആത്മതലത്തിലേക്ക് ദൈവസഭ കടക്കും. യേശുവേ, 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 ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് കരുണയും കൃപയും തന്നതിനായി സ്തോത്രം. ഈ ജനത്തെ ഞങ്ങൾ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. തവേ ഛത്തീസ്ഗഡിൽ റീസനും പാസസാമച്ചനും ഒക്കെ നടത്തുന്ന ആ മീറ്റിങ്ങുകളിൽ, കൺവെൻഷനുകളിൽ ദൈവസാന്നിധ്യം കൂടിയിരിക്കണേ. എൻ്റെ രാജ്യം പിടിക്കപ്പെടുവാൻ, എൻ്റെ രാജ്യത്ത് ചില ചലനങ്ങൾ നടക്കുവാൻ, അവിടെയും ഇവിടെയും നടക്കുന്ന ചെറിയ മീറ്റിങ്ങുകളെ, വലിയ മീറ്റിങ്ങുകളെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തീ കത്തുന്ന ഇടങ്ങളാക്കി മാറ്റുവാൻ, ദേശത്തുള്ള ശക്തികൾ കത്തിമാറുവാൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക.